മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ചില MCQs ആണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സസെപ്റ്റിബിലിറ്റി ഓഫ് സർട്ടൻ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് 400. സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ എന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ക്ലാസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ? നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യം, സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ ഡയാമാഗ്നറ്റിക് റെസിസ്റ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്, പാരാമാഗ്നറ്റിക് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, പക്ഷേ സ്മോൾ ആണ്. ശരിയല്ലേ? ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ പോസിറ്റീവ് ആൻഡ് ലാർജ് ആണ്. സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ 400 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതുപോലെ ലാർജ് ആയിട്ടുള്ള വാല്യൂ. ശരിയല്ലേ? 3 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ മെറ്റീരിയൽസിന്റെ പഠിക്കുന്നത്: ഡയ, പാര, ഫെറോ. ഈ 3 ഫെറോ ഇലക്ട്രിക്കിനെ പറ്റി അങ്ങനെ നമ്മൾ പഠിക്കാറില്ല ഇവിടെ. സോ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചേക്കുന്ന സസെപ്റ്റിബിലിറ്റി ഓഫ് സർട്ടൻ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് 400 ആണ്. അത് ഏത് ക്ലാസ്സിൽ വിടുമെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ആൻസർ ഏതാ? ഫെറോ മാഗ്നറ്റിക്. കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്ന് വിചാരിക്കും, കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കിട്ടുമോ നോക്ക്. പോസിറ്റീവ് ആൻഡ് ലാർജ്, പോസിറ്റീവ് ആൻഡ് സ്മോൾ, നെഗറ്റീവ് ആൻഡ് ലാർജ്, നെഗറ്റീവ് ആൻഡ് സ്മോൾ. അല്ലേ? നമുക്ക് മനസ്സിലായ കാര്യം പോസിറ്റീവ് ആൻഡ് ലാർജ് ആണ്. അത് തന്നെയാണ് ശരിയായ ആൻസർ. എളുപ്പമായിരുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാഗ്നറ്റിക് മെറ്റീരിയൽ? മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലാത്തത് ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലാത്തത് ഏത്? നിക്കല് മാഗ്നറ്റിക് ആണ്, അയൺ മാഗ്നറ്റിക് ആണ്, കൊബാൾട്ട് മാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് അല്ലാത്ത ആരേ ഉള്ളൂ? മാഗ്നറ്റിക് അല്ലാത്തത് വുഡേ ഉള്ളൂ. വുഡ് മാഗ്നറ്റിക് അല്ല, നമുക്ക് അറിയാവുന്നതാണ്, എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ബെസ്റ്റ് മെറ്റീരിയൽ ടു മേക്ക് പെർമനന്റ് മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏത്? അലൂമിനിയം, സോഫ്റ്റ് അയൺ, കോപ്പർ, അൽനിക്കോ. ആൻസർ ഏതാ? അൽനിക്കോ ആണ് അല്ലേ? അൽനിക്കോ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് അല്ലെ? അയൺ, നിക്കൽ, കൊബാൾട്ട്. പക്ഷെ അൽനിക്കോ കുറച്ചുകൂടെ നല്ലതാണ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കേട്ടോ. ഓക്കെ, അൽനിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, the substances which are attracted by magnetic field. magnetic field അല്ലെ അട്രാക്ട് ചെയ്യുന്നത് ഏത്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യാണ്. റിപ്പൽസിനാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയാമാഗ്നറ്റിക് പറയുന്നത് അല്ലെ. പാരാമാഗ്നറ്റിനകത്ത് ഫീൽഡ് ഒക്കെ ഡെവലപ്പ് ആവുന്നെങ്കിൽ അട്രാക്ഷൻ ഒന്നും വരുന്നില്ല. എന്നാൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് ഇവിടെ ആരെ ഉദ്ദേശിക്കുന്നത്? ഫെറോമാഗ്നറ്റിക് ആണ്. അപ്പം ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വിച്ച് ആർ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ? വാ പിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് വിച്ച് ഈസ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. അല്ലേ, ഇന്ന് തന്നിരിക്കുന്ന എക്സാമ്പിളിനകത്ത് പാരാമാഗ്നറ്റിക് ആര് എന്നാണ്? ആൻസർ അലൂമിനിയം ആണ്. അലൂമിനിയത്തിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അലൂമിനിയം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു എ വോൾട്ട് മീറ്റർ ബൈ കണക്റ്റിംഗ്. ഒരു ഗാൽവനോമീറ്ററിനെ എന്താക്കി മാറ്റണം? വോൾട്ട് മീറ്റർ ആക്കി മാറ്റണം. ശരിയല്ലേ? ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്യാപ്പ് എന്നൊരു കോഡ് പഠിച്ചിട്ടുണ്ട്. ഗ്യാപ്പ്, ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കുന്നത് ഗ്യാപ്പ്. ഗാൽവനോമീറ്റർ അപ്പൊ ഇതെന്താണ്? വോൾട്ട് മീറ്റർ. അപ്പൊ അതല്ലല്ലോ ഇത്. അപ്പൊ അത് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യുന്നേ? അവിടെ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാൻ ചെയ്യുന്നത് എന്ത് ചെയ്യും? ഒരു ലോ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യും. അതിനെ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും അല്ലെ. ഇവിടെ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാൻ എന്ത് ചെയ്യും? ഗാൽവനോമീറ്ററിന്റെ കൂടെ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ആൻസർ എന്താണ്? ഗാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റാം? ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്റർ ആയിട്ട് മാറും. ഓക്കെ, പ്രശ്നമില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ആൻ അമ്മീറ്റർ. അമ്മീറ്റർ ആക്കാൻ എന്ത് ചെയ്യാം? അമ്മീറ്റർ ബൈ കണക്റ്റിംഗ്. എന്ത് ചെയ്യണം? ലോ റെസിസ്റ്റൻസ് വേണം. സീരീസ് ആണോ പാരലാണോ? സീരീസ് അല്ല, പാരലാണ്. കിട്ടിയ ആൻസർ. ഇതാണ് നമ്മൾ കോഡിൽ പഠിച്ചേക്കുന്ന ഗ്യാപ്പ് അല്ലെ. ജി ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കാൻ പാരലായിട്ട് കണക്ട് ചെയ്യണം. ഇതാണ് നമ്മൾ കോഡ് പഠിച്ചേക്കുന്ന ഗ്യാപ്പ്.
ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കാൻ പാരലായിട്ട് കണക്ട് ചെയ്യണം ലോവർ റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഓക്കെ, നോക്ക്, എ മെറ്റീരിയൽ ഈസ് ഡയാമാഗ്നറ്റിക്. ഒരു മെറ്റീരിയൽ ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ശരിയോ തെറ്റോ? ശരിയാണ്. എ മെറ്റീരിയൽ ഈസ് പാരാമാഗ്നറ്റിക്, സസെപ്റ്റിബിലിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് സ്മോൾ. പോസിറ്റീവ് ആൻഡ് സ്മോൾ ശരിയാണ്. ഓക്കെ, ഇനി നോക്കിയേ, മെറ്റീരിയൽ ഈസ് ഫെറോമാഗ്നറ്റിക്, സസെപ്റ്റിബിലിറ്റി ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ്. അതും ശരിയാണ്. ശരി, അപ്പൊ ഇതിനകത്ത് ഏതാ ഇൻകറക്റ്റ്? നൺ ഓഫ് ദ അല്ലേ? ഇതിനകത്ത് ഒന്നും തന്നെ ഇൻകറക്റ്റ് അല്ല, എല്ലാം ശരിയായിട്ടുള്ള. എളുപ്പമായിരുന്നേ. ഒന്നുകൂടെ, തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണ്, പാരാമാഗ്നറ്റിക് ആണെങ്കിൽ പോസിറ്റീവ് ആൻഡ് സ്മോൾ ആണ്, ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ പോസിറ്റീവ് ആൻഡ് ലാർജ് ആണ്. നോക്കൂ, ഓൺ ഹീറ്റിംഗ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മൾ ക്യൂരി ടെമ്പറേച്ചറിന് മുകളിലും ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ മാറിയിട്ട് അത് എന്തായിട്ട് മാറും? പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇപ്പം പാരാമാഗ്നറ്റിക്, നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് തിയറി പഠിക്കുകയാണ് കേട്ടോ. മാഗ്നറ്റിക് ഡെക്ലിനേഷൻ. ഓക്കെ, ഒരു സെക്കൻഡ്. യെസ്, അപ്പൊ നോക്കിക്കോണേ, എലമെന്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എർത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ചില എലമെന്റ്സിനെ പറ്റി നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. എലമെന്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. നോക്കിയേ, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ് ക്യാൻ ബി കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് 3 ക്വാണ്ടിറ്റി. 3 ക്വാണ്ടിറ്റികളുടെ സഹായത്തോടു കൂടി എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്ഥലത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ ആളുകളുടെ പേരാണ് ഡെക്ലിനേഷൻ, ഡിപ്പ്, ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. ഡെക്ലിനേഷൻ, ഡിപ്പ്, ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. 3 ആളുകളുണ്ട്. ഡെക്ലിനേഷൻ, ഡിപ്പ്, ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി അല്ലെ? ഈ 3 ആളുകളുടെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് പറയാൻ പറ്റും? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ് പറയാൻ പറ്റും. 3 ക്വാണ്ടിറ്റികൾ വെച്ച്. എന്തൊക്കെയാ? ഡെക്ലിനേഷൻ, ഡിപ്പ് ആൻഡ് ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. നോക്കാം അതെന്തൊക്കെയാണ്. ഓക്കെ, നോക്കിക്കോ, ആദ്യം പറയുന്നത് ഡെക്ലിനേഷനാണ്. ഡെക്ലിനേഷൻ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് മെറിഡിയനും ജോഗ്രഫിക് മെറിഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അതാണ് മാഗ്നറ്റിക് മെറിഡിയനും ജോഗ്രഫിക് മെറിഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഓക്കെ, നോക്കിയേ, declination at a place is angle between geographic meridian and magnetic meridian at a place. ജോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡെക്ലിനേഷൻ. ഏത് ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? ഐ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ. ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ജോഗ്രഫിക് മെറിഡിയൻ. ഓക്കെ, എന്താണ് ഈ മാഗ്നറ്റിക് മെറിഡിയൻ ഉദ്ദേശിക്കുന്നത്? മാഗ്നറ്റിക് മെറിഡിയൻ ഉദ്ദേശിക്കുന്നത് എർത്തിന് ഒരു മാഗ്നറ്റിക് ആക്സിസ് ഉണ്ട്, ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ. ഒരു ജോഗ്രഫിക് ആക്സിസ് ഉണ്ട്, ഇങ്ങനെ. ഓക്കെ, മാഗ്നറ്റിക് മെറിഡിയൻ അപ്പൊ നോക്കിയേ, എർത്തിന് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ആക്സിസ് ഉണ്ട് അല്ലെ? മാഗ്നറ്റിക്, ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. മാഗ്നറ്റ് ഇരിക്കുന്ന ഇങ്ങനെയാണെന്ന് നമ്മൾ പറയും എർത്തിനകത്ത്. ഓക്കെ, ജോഗ്രഫി വെച്ചിട്ടുള്ള നോർത്തും സൗത്തും ഇതാണ്. അപ്പൊ നോക്കിയേ, ഈ ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പ്ലെയിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജോഗ്രഫിക്. ഈ മാഗ്നറ്റിക് നോർത്ത് സൗത്ത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പ്ലെയിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് വെച്ചാൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത്.
ജോഗ്രഫിക് മെറിഡിയൻ എന്ന് വെച്ചാൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ജോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്ത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഈ ഒരു ഐഡിയക്കകത്തു നിന്നാണ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് മെറിഡിയനും ജോഗ്രഫിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിള് അല്ലെ, അതാണെന്ത് ഈ മാഗ്നറ്റിക് ഡെക്ലിനേഷൻ. നോടെ declination at a place is angle between the geographic meridian and magnetic meridian at that place. Geographic meridian magnetic meridian തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെക്ലിനേഷൻ. ക്ലിയർ ആണ്? അവിടെ നോക്കിയേ, ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ, തീറ്റ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നോക്കിയേ, ഈ കാണുന്നത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ ബി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് ബി എച്ച്, വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് ബി. ഇവിടെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ മേക്കുന്ന ഒരു ആംഗിളാണ്. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പ്, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ. എന്ത് വിളിക്കും? ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ. ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ. ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ. കണ്ടോ? അപ്പൊ നോക്കിയേ, ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എന്തുവാ? ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എന്തുവാ? ആംഗിൾ ബിറ്റ്വീൻ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക്, അല്ലെ, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇത്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇത് തമ്മിലുള്ള ആംഗിൾ, അതായത് അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് പറയും. ഓക്കെ, ഒന്നുകൂടെ, ആംഗിൾ ബിറ്റ്വീൻ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ് ഈസ് കാൾഡ് ഡിപ്പ്. ഓക്കെ, dip angle changes from place to place. Dip angle changes from place to place. Dip angle changes from place to place. Okay, നോക്കിയേ, ഓൺ ഇക്വേറ്റർ, ഇക്വേറ്ററിനകത്ത് ഡിപ്പ് എന്ന് പറയുന്നത് 0 ആണ്. ഇക്വേറ്ററിൽ ഡിപ്പ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ശരിയല്ലേ? പോൾസ് വരുമ്പോൾ ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് എത്ര? 90 ഡിഗ്രിയാണ്. പോളുകൾ, നോർത്ത് പോള്, സൗത്ത് പോള്, പോളുണ്ടല്ലോ, പോളുകൾ വരുമ്പോൾ നോർത്ത് സൗത്ത് പോളുകൾ വരുന്നിട്ട് ഡിപ്പ് ആംഗിൾ 90 ആണ്. ഇതൊന്ന് നോക്കി വെച്ചോണം കേട്ടോ. ഈ പോയിന്റ്, ഇക്വേറ്ററിൽ ഡിപ്പ് എന്ന് പറയുന്നത് 0, പോളുകളുടെ ഡിപ്പ് എന്ന് പറയുന്നത് 90. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണ്? ഇനി നോക്കി, അടുത്തത് ഇത് രണ്ടും കഴിഞ്ഞു. അതിനോട് ചേർത്ത് പഠിക്കേണ്ടത് ഒരാളും കൂടെ ഉണ്ട്, നോക്കാം. ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ബി എച്ച് എന്ന് പറയുന്ന ആളെ നോക്കാം. നോക്കിക്കോണേ, ഇത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ബി എച്ച് ആണ് കേട്ടോ. ബി എച്ച് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ബി വി വെർട്ടിക്കൽ കമ്പോണന്റ്, ബി എച്ച് ബി വി. കണ്ടോ? നോക്കിയേ, ഇതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി എന്താ? ബി എച്ച് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ബി വി വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ബി എന്താണ്? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഈ ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ഉദ്ദേശിക്കുന്നത് ഈ ഒരു കമ്പോണന്റിനെ വിളിക്കുന്നത്, ആ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. നോക്കൂ, ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി അറ്റ് എ പ്ലേസ് ഈസ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. അപ്പൊ ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. അവിടെ നോക്കിയ റിലേഷൻ ബിറ്റ്വീൻ ഡിപ്പ്, ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ആൻഡ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ പൈതഗോറസ് തിയറം ഒക്കെ പഠിക്കത്തില്ല, അതുപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ മാതിരി നമുക്ക് കണ്ടിട്ട് വേഗം കാര്യങ്ങൾ പറയാം. എന്താ ഇത്? തീറ്റ, ഇത് ബി ആണ്, ഇത് ബി എച്ച് ആണ്, അങ്ങനെയാണ് ഇത് തന്നെയാണല്ലോ ഇത് ബി വി ആണ്. ഇപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് മാറും അല്ലെ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് നമുക്കറിയാലോ, ഹൈപ്പോട്യൂസ് എന്ന് പറയുന്നത് ബേസിന്റെ സ്ക്വയർ റൂട്ട് ഓഫ്, അല്ലെ, ഹൈപ്പോട്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെ, ബി വി സ്ക്വയർ. ബി ഈക്വൽ ടു എങ്ങനെ എഴുതാം? പറഞ്ഞാട്ടെ, ബി ഈക്വൽ ടു ബി റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ. അപ്പൊ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ ആണ്. ഇത് വെച്ചുള്ള പ്രോബ്ലം പ്രതീക്ഷ. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് ടാൻ തീറ്റ എഴുതാം. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ബി വി. അഡ്ജസന്റ് സൈഡ് ഏതാ? ബി എച്ച്. ബി വി ഡിവൈഡ് ബൈ ബി എച്ച്. ഇവിടുന്ന് തീറ്റ എഴുതാം. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി വി ഡിവൈഡ് ബൈ ബി എച്ച്. കഴിഞ്ഞു. ഒന്ന് നോക്കി വെച്ചോണം അതൊക്കെ കേട്ടോ. ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി, ഡിപ്പ്, ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ആൻഡ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് കണക്ഷൻ ഒക്കെ വരുന്ന സാധനമാണ് ഈ പറഞ്ഞത്.
ഓക്കെ ആണ് ഇത്. ഓക്കെ, തിരിച്ചു പോവാൻ നോക്കാം. ശരി, അപ്പൊ അവസാനം പറഞ്ഞു നിർത്തിയ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നോൺ ഹീറ്റിംഗ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എബോ ക്യൂരി ടെമ്പറേച്ചർ അത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുമെന്ന് നമ്മൾ കണ്ടു. ഡെക്ലിനേഷൻ നമ്മൾ പറഞ്ഞു, ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ പറഞ്ഞു. ഇനി നോക്കിയേ, ദാ പിടിച്ചോ ക്വസ്റ്റ്യൻ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് അല്ലെ, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് വെച്ചാൽ എന്തുവാ, ബി എച്ച് എന്ന് പറയുന്നത് എന്താണ്, √2 ടൈംസ് ബി വി ആണ്. ശരിയല്ലേ? അങ്ങനെ കണ്ടുപിടിക്കേണ്ട എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്പ് ആണ്. നമുക്കറിയാം ഇത് തമ്മിലുള്ള റിലേഷൻ, ബി എച്ചും ബി വി തമ്മിലുള്ള റിലേഷൻ ആംഗിളിന്റെ ഫോമിൽ വരുമ്പോൾ നമുക്കറിയാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എങ്ങനെ വരേണ്ടത്, ബി വി ഡിവൈഡഡ് ബൈ ബി എച്ച് ആണോ? ആണ്. അപ്പൊ ഇവിടെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തോ കിട്ടിയേക്കുന്നേ, പറ, ബി വി ഡിവൈഡഡ് ബൈ √2 ടൈംസ് ബി വി എന്ന് വരും. ഇത് വെട്ടിപ്പോവും. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1/√3 എന്ന് കിട്ടും. നമുക്ക് വേണ്ട എന്താ, തീറ്റയാണ്. ദെൻ ടാൻ ഇൻവേഴ്സ് 1/√3. 1/√3 എന്ന് വെച്ചാൽ എത്ര, ടാന്റെ വാല്യൂ എത്ര, ടാൻ 0 0. ടാൻ 30 അറിയാവോ? സൈനിന്റെ വാല്യൂ നമ്മൾ പലതവണ പറഞ്ഞിട്ടില്ല, സൈന് കോസ് ടാൻ, സൈൻ 0 0, സൈൻ 30 1/2, 60 45 1/√2, 60 √3/2, 91. ഇനി തിരിച്ചിട്ട് കൊടുത്താൽ മതി അല്ലേ, കോസ് 1 കോസ് 0 1, 60 30 ആവും, √3/2 അല്ലെ, 45 1/√2 ആവും, 1/2 ആവും, 0 ആവും. ടാൻ സൈൻ ബൈ കോസ് ആണല്ലോ, 0 ആണോ? ആണ്. 1/2 ഡിവൈഡ് ബൈ √3/2 എന്ത് കിട്ടും, ടാൻ 30 1/√3, 1/√3 ശരിയാണോ? ആണ് അല്ലെ. 45 എന്ത് കിട്ടും, 1/√2 ഡിവൈഡ് ബൈ 1/√1 കിട്ടും അല്ലെ. √3/2 ഡിവൈഡ് ബൈ 1/2 ചെയ്താൽ കിട്ടുന്ന √3 ആണ്. ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല, ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. അപ്പൊ ഇതാണ് വാല്യൂ. സോ ടാനിന്റെ വാല്യൂ ശ്രദ്ധിക്കണം, ടാൻ 30 1/√3 വരുന്നത്, ടാൻ 30 അല്ലെ, ടാൻ 30. നോക്കി ഇവിടെ നമുക്ക് 30 അങ്ങനെയൊന്നുമല്ല തന്നെ. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, π/2 എന്ന് വെച്ചാൽ 90 ആണ്. പെട്ടെന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും, π/2 90. അപ്പം π/4 എന്ന് വെച്ചാൽ എത്രയാണ്, π/4 90/2 വരും. ശരിയല്ലേ? ആണോ? പറ, 45. ഇവിടെ ആംഗിൾ എത്ര വരുന്നത്, 30 വരുന്നത്, നോക്കാം അല്ലെ. π/6 എന്താ വരുന്നേ, π/6 90 ഡിവൈഡ് ബൈ 3 വരും അല്ലേ. ആണോ? ആണ്. അത് എത്ര വരുന്നത്, 90 ഡിവൈഡ് ബൈ 3 എത്ര വരും, 30 വരും. അപ്പൊ 30 എന്ന് കിട്ടണമെങ്കിൽ എത്ര വരേണ്ടത്, π/6. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര, π/6. നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ലേ? നോക്ക്, ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യൻ അത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ് ബി എച്ച് എന്ന് പറയുന്നത് √2 ടൈംസ് ബി വി ആണ് തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന റിലേഷൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി വി ഡിവൈഡ് ബൈ ബി എച്ച് ആണ് അല്ലേ. ആണ്. ദെൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി വി ഡിവൈഡ് ബൈ ബി എച്ചിന് പകരം √2 ടൈംസ് ബി വി എന്ന് കൊടുക്കാം. ബി വി കട്ട്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/√3 കിട്ടും. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/√3, തീറ്റ ഈസ് ഈക്വൽ ടു π/6 എന്ന് കിട്ടും. π/6 എന്നാണ് കിട്ടുന്നത്. തീറ്റ ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്, 30 എന്നാണ് കിട്ടുന്നത്. 30 എന്ന് വെച്ചാൽ π/6 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിക്കോണേ, പൈ എന്ന് വെച്ചാൽ എത്ര, പൈ എന്ന് വെച്ചാൽ എത്ര, 150 അല്ലെ. 150നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും, 30. അപ്പം ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടായോ, 5/6. അപ്പൊ 150/6 30 ആണ്, 5/6. 5/6 എന്ന് പറയുന്നത് 30. ഓക്കെ ആണെന്ന് വിശ്വസിച്ചോട്ടെ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് ഫീൽഡ് അറൈസസ് ഡ്യൂ ടു ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കൺവെക്റ്റീവ് മോഷൻ ഓഫ് മെറ്റാലിക് ഫ്ലൂയിഡ്സ് ഇൻ ദ ഔട്ടർ കോർ ഓഫ് എർത്ത്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡൈനാമോ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അതാണ് നമുക്ക് എന്താണ് ഡൈനാമോ എഫക്റ്റ്. എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് റൈസ് ഡ്യൂ ടു ഇലക്ട്രിക്കൽ കറന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ മോഷൻ ഓഫ് മെറ്റാലിക് ഫ്ലൂയിഡ്സ് ഇൻ ദ ഔട്ടർ കോർ ഓഫ് എർത്ത് അല്ലെ. എർത്തിന്റെ കോർ, ഇന്നർ കോർ, ഔട്ടർ കോർ. ഈ ഔട്ടർ കോറിലുള്ള അയൺ, നിക്കൽ, കൊബാൾട്ട് ഇതൊക്കെ മോൾട്ടൺ സ്റ്റേജിലാണ്. ഇവരുടെ ഈ അയോൺസിന്റെ മൂവ്മെന്റ് കാരണം എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ഈ കറണ്ട് കാരണം എന്ത് ചെയ്യുന്നു, എർത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഒരു ഫിനോമിന വിളിക്കുന്ന പേരാണ് എന്ത്, ഡൈനാമോ എഫക്റ്റ്.
അപ്പൊ നോക്കിയേ, എർത്ത്സ് മാഗ്നെറ്റിക് ഫീൽഡ് റൈസസ് ഡ്യൂ ടു ഇലക്ട്രിക്കൽ കറന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ മോഷൻ ഓഫ് മെറ്റാലിക് ഫ്ലൂയിഡ്സ് ഇൻ ദ ഔട്ടർ കോർ ഓഫ് എർത്ത്. എർത്തിന്റെ ഔട്ടർ കോറിലുള്ള മെറ്റാലിക് ഫ്ലൂയിഡ്സിന്റെ മോഷൻ കാരണം ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ കറണ്ടിനെ വിളിക്കുന്ന പേര്, ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേര് ഡൈനാമോ എഫക്റ്റ് ആണ്. അങ്ങനെയാണ് എർത്ത് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറിയത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വെച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ ഇവിടെ ഇതാണ്, എർത്തിന്റെ ഔട്ടർ കോറിലുള്ള മെറ്റാലിക് ഫ്ലൂയിഡ്സിന്റെ മൂവ്മെന്റ് കാരണം കറണ്ട് ഉണ്ടാവുന്നു. അങ്ങനെ എർത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേര് ഡൈനാമോ എഫക്റ്റ് എന്നാണ്. എന്താണ് പേര് നോക്കി. ബട്ട് എർത്തിന്റെ മാഗ്നറ്റിസം അതിന് കാരണമായിട്ടുള്ള എഫക്റ്റ് ആണ് ഡൈനാമോ. ഓക്കെ, അപ്പൊ നമുക്ക് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റഡ് ഡ്യൂ ടു റൊട്ടേഷൻ മോഷൻ ഓഫ് എർത്ത്, ഹെവി സൈസ് ഓഫ് എർത്ത്, കൺവെക്ഷൻ കറണ്ട് ഇൻ ദ കോർ. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൺവെക്ഷൻ കറണ്ട് ഇൻ ദ കോർ. തൊട്ട് വേണ്ട ക്വസ്റ്റ്യൻ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും. അടുത്തത്, ദ റീസൺ ഫോർ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ്, yes, circular current inside the earth core, giant magnet at its center, moving charge in the space outside earth. Answer എന്താണ്? സർക്കുലർ കറന്റ് ഇൻ ദ എർത്ത്സ് കോർ. എർത്തിന്റെ കോറിൽ ഉണ്ടാവും സർക്കുലർ കറന്റ് ആണ്. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതിനെ വിളിക്കുന്ന പേര് ഡൈനാമോ. ഓക്കെ, കണ്ടതാണ്. മാഗ്നറ്റിക് മെറിഡിയൻ. മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ എർത്ത്സ് മാഗ്നറ്റിക് പോൾസ്. മാഗ്നറ്റിക് നോർത്തും സൗത്ത് ഇതിന് വെർട്ടിക്കലായിട്ട് വരുന്ന പ്ലെയിൻ അല്ലേ. ജോഗ്രഫിക് മെറിഡിയൻ എന്ന് വെച്ചാൽ എന്താണ്? ജോഗ്രഫിക് ആക്സിസിന് അല്ലെ, ജോഗ്രഫിക് പോൾസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെർട്ടിക്കലായിട്ട് വരുന്ന പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ജോഗ്രഫിക് മെറിഡിയൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ഫീൽഡ് ഈ സ്ട്രോങ്സ്റ്റ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ട് വരുന്ന സ്ഥലം എവിടെയാണെന്ന്? മിഡിൽ ഓഫ് ദ മാഗ്നറ്റ് തെറ്റ്. നോർത്ത് പോൾ എന്നുള്ളത് ശരി, സൗത്ത് പോൾ എന്നുള്ളത് ശരി. അപ്പൊ നോർത്ത് പോളിലും സൗത്ത് പോളിലൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ബോത്ത് പോൾസ് എന്നുള്ളത് ശരി. ഏറ്റവും നല്ല ആൻസർ ബോത്ത് പോൾസ് എന്നുള്ളതാണ് കേട്ടോ. നോർത്ത് പോൾ ശരിയായ ആൻസർ, സൗത്ത് പോളിൽ അങ്ങനെ രണ്ടെണ്ണം ഒന്നിച്ച് ബോത്ത് പോൾ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്ന ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി നമ്മൾ കണ്ടു. നോക്കാം. ലെറ്റ് ബി ബി ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് തീറ്റ ബി ദ ആംഗിൾ ഓഫ് ഡിപ്പ്. ബി എച്ച് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ആൻഡ് ബി വി എന്ന് പറയുന്ന വെർട്ടിക്കൽ ഇന്റൻസിറ്റി ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ ഫ്രം ദ ഫിഗർ ഉദ്ദേശിക്കുന്നത് ഇതാണ് അല്ലെ, തീറ്റ വരുന്നു, ഇവിടെ ബി വി വരുന്നു, ഇവിടെ ബി എച്ച് വരുന്നു, ഇവിടെ തീറ്റ വരുന്നു അല്ലെ. ഫ്രം ദ ഫിഗർ വി ക്യാൻ റൈറ്റ് എന്ത് എഴുതാം? ബി എച്ച് ഇസ് ഈക്വൽ ടു ബി കോസ് തീറ്റ. ബി എച്ച് എന്ന് പറയുന്നത് ബി കോസ് തീറ്റ ആണ്. ബി വി ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ അല്ലെ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ബി വി ബൈ എച്ച് കിട്ടും. നമ്മൾ നേരത്തെ കണ്ട അതൊരു പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. റിസൾട്ടന്റ് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ. ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി. Who discovered the presence of electron in an atom? Who discovered the presence of electron in an atom? ആരാ? ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്. നീൽസ് ബോറിന്റെ ബോർ ആറ്റം മോഡൽ. അടുത്ത ഇലക്ട്രോമാഗ്നറ്റ്. ഇലക്ട്രോമാഗ്നറ്റ് നമുക്ക് ആർ മെറ്റീരിയൽസ് ദാറ്റ് ബിഹേവ് as magnet when current carrying wire is found on it. അല്ലെ, കറണ്ട് ക്യാരി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇലക്ട്രോമാഗ്നറ്റ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റ് ജനറലി ലോസ് their magnetic property once the current flow through the wires. അല്ലെ, കറണ്ട് ഫ്ലോ നിൽക്കുന്ന സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. They also acquire magnetic property quickly as soon as the current starts flowing without any time. പെട്ടെന്ന് തന്നെയാണ് എന്ത് ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് മാറുന്നത്. താമസിക്കും. റിട്ടൻറ്റിവിറ്റി നോക്കണം, ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണം. റിട്ടൻറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു റീറ്റെയിൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് എക്സ്റ്റേണലി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോഴും ആ മാഗ്നറ്റിക് ഫീൽഡ് നിലനിർത്താനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് റിട്ടൻറ്റിവിറ്റി. അടുത്തത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ് വിച്ച് ഷോസ് ഹൗ ഈസിലി എ സബ്സ്റ്റൻസ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് ഉദ്ദേശിച്ച് നമ്മൾ കണ്ടതാണത്. എങ്ങനെ നമുക്ക് അല്ലെ ഒരു മെറ്റീരിയൽ എത്രത്തോളം ഈസി ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യപ്പെടാം എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വാല്യൂ നമ്മൾ പഠിച്ചായിരുന്നു. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് നെഗറ്റീവ് ആണ്, പാരാമാഗ്നറ്റിന് പോസിറ്റീവ് ആൻഡ് സ്മോൾ ആണ്, ഫെറോമാഗ്നറ്റിന് പോസിറ്റീവ് ആൻഡ് ലാർജ് ആണ്. അപ്പൊ നമുക്കറിയാം മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കൂടിയ ആള്
ഫെറോ മാഗ്നറ്റ്സ് ആണ്. അതിനെയാണ് നമുക്ക് ഈസി ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യപ്പെടാൻ സാധിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? തന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ളത് ഏത്? മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന നാച്ചുറൽ മാഗ്നറ്റ് ആണ്, ശരിയാണ്. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് അലൈൻസ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ശരിയാണ്. ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തൊരു മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുന്നത്, അത് ശരിയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് ശരി, രണ്ടാമത്തത് ശരി, അതുകൊണ്ട് ഒന്നും രണ്ടും ശരിയാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് അലൈൻസ് ഇൻ ഏത് ഡയറക്ഷനാണ്? നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഇല്ലേ, തെക്ക് വടക്ക് ദിശയിൽ നിൽക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. അടുത്തത്, ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡ്യൂ ടു ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റ് കാരണമുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ്? ഇങ്ങനെ 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 അല്ലേ, ക്ലോസ്ഡ് ലൂപ്പുകളാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത്. ഇൻസൈഡ് മാഗ്നറ്റ് ഉണ്ട്, ഔട്ട് സൈഡ് മാഗ്നറ്റ് ഉണ്ട്. നമ്മൾ പുറമേ നോക്കുമ്പോൾ നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കുന്നതായിട്ട് തോന്നും, പക്ഷെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ, നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിൽ കൂടെ വന്ന് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഒരു ബാർ മാഗ്നറ്റ് കാരണമുള്ളത് എങ്ങനെയാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇന്റർസെക്ട് ചെയ്യുക എന്നാ പറഞ്ഞേക്കുന്നത്. ഇന്റർസെക്ട് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും. ഇന്റർസെക്ട് ചെയ്യും എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇന്റർസെക്ട് ചെയ്യില്ല, മനസ്സിലായി? ഇവർ ഒരിക്കലും കൂട്ടിമുട്ടാറില്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനും അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈനും തമ്മിൽ കൂട്ടിമുട്ടാറില്ല. ഞാൻ ഈ വരച്ച പടത്തിനകത്ത് കൂട്ടിമുട്ടുന്നുണ്ട്, അത് എനിക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, വൃത്തിയായിട്ട് വരയ്ക്കുമ്പോൾ അല്ലെ ഈ ഫീൽഡ് ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടില്ല. ഒരെണ്ണം പോകുന്നു, അതിനെ കൂട്ടിമുട്ടാതെയാണ് നമ്മൾ അടുത്ത വരയ്ക്കേണ്ടത്. അതിന്റെ അടുത്തുകൂടെ തന്നെ കൂട്ടിമുട്ടരുത്. ഒരെണ്ണം ഒരെണ്ണത്തിന് പുറത്തൂടെ കയറാത്ത രീതി വരയ്ക്കണം. അപ്പൊ എന്തായി? കൂട്ടിമുട്ടാത്ത യെസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ ഇവിടെ എന്താ പോയിന്റ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ബാർ മാഗ്നറ്റ് കാരണമുള്ളത് കനോട്ട് ഇന്റർസെക്ട് ആണ്, അവർ കൂട്ടിമുട്ടാറില്ല. ഓക്കെ, അടുത്ത നോക്ക്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഔട്ട്സൈഡ് എ മാഗ്നറ്റ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് എവിടെ? ഒരു മാഗ്നറ്റിന് പുറത്തായിട്ട് എങ്ങനെ എന്നുള്ളതാണ് പ്രശ്നം. മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് എങ്ങനെ? ഔട്ട്സൈഡ് മാഗ്നറ്റ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോന്നിട്ടില്ലേ? നോർത്ത് ടു സൗത്ത് ഫിഗർ നമ്മളിപ്പം വരച്ചപ്പം കണ്ടില്ലായിരുന്നോ? നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്ക് പോകും. ഇൻസൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിലോ സൗത്തിൽ നിന്ന് തുടങ്ങി നോർത്തിലേക്ക് വരുന്ന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മാഗ്നറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു 2 പീസസ്. 2 പീസായിട്ട് മുറിച്ചിടും. ഒരു മാഗ്നറ്റ് എടുത്തിട്ട് അതിനെ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ദീസ് 2 പീസസ് ആർ ബ്രോട്ട് ക്ലോസർ. എന്നിട്ട് ഈ 2 കഷ്ണത്തെ അടുത്തടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ക്വസ്റ്റ്യൻ. അട്രാക്ട് ഈച്ച് അതർ എന്ന് പറയുന്നുണ്ട്, റിപ്പൽ ഈച്ച് അതർ എന്ന് പറയുന്നുണ്ട്, മേ അട്രാക്ട് ഓർ റിപ്പൽ പറയുന്നുണ്ട്, മോർ ദാൻ വൺ ഓഫ് ദ എബോവ് എന്ന് പറയുന്നുണ്ട്. അട്രാക്ട് ചെയ്യുക. നോക്കുക, നോർത്തും സൗത്തും വരുന്നെങ്കിൽ ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്യും. നോക്കി തിരിച്ച് സൗത്തും ആണ് വരുന്നെങ്കിൽ ഇവർ തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പൊ സാധ്യതയാണ് അല്ലെ, അട്രാക്ട് ചെയ്യാൻ പറ്റും, റിപ്പൽ ചെയ്യാനും പറ്റും. അപ്പൊ ആൻസർ ഇതാ, അട്രാക്ട് ചെയ്യാനും പറ്റും, റിപ്പൽ ചെയ്യാനും പറ്റും. ആൻസർ എന്താണ്? അട്രാക്ട് ചെയ്യാനും പറ്റും, റിപ്പൽ ചെയ്യാനും പറ്റും, രണ്ടും വരും. അട്രാക്ട് ഓർ റിപ്പൽ രണ്ടും വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് എ നാച്ചുറൽ? അത് നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നേരത്തെ കണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട്, പിന്നെ കുഴപ്പമില്ല അല്ലെ. മാഗ്നറ്റൈറ്റ് ഓഫ് ലോഡ്സ്റ്റോൺ. മാഗ്നറ്റൈറ്റ് ഓഫ് ലോഡ്സ്റ്റോൺ, ഇതാണ് നാച്ചുറൽ മാഗ്നറ്റ് എന്ന് അറിയുന്നത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലാത്ത ആര്? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാ? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ആരൊക്കെയാ? അയൺ, നിക്കല്, കൊബാൾട്ട്. അയൺ, നിക്കല്, കൊബാൾട്ട് ശരിയല്ലേ? ആണ്, ഇതാണ് ഫെറോമാഗ്നറ്റിക്. അയൺ, നിക്കല്, കൊബാൾട്ട് ഫെറോമാഗ്നറ്റിക്. അപ്പൊ ഫെറോമാഗ്നറ്റിക് അല്ലാത്ത ആരാ? ഇന്നത്തെ ആരാ ഫെറോമാഗ്നറ്റിക് അല്ലാത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയൺ, നിക്കല്, കൊബാൾട്ട്, ഫെറോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് നോട്ട് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ? ഫെറോമാഗ്നറ്റിക് അല്ലാത്തത് അടുത്തത് ഏത്? വീണ്ടും അയൺ, നിക്കല്, കൊബാൾട്ട്. അയൺ, നിക്കല്, കൊബാൾട്ട് നമ്മുടെ കൈവശമുണ്ട്. അയൺ, നിക്കല്, കൊബാൾട്ട്, നിക്കല്, കൊബാൾട്ട്. അപ്പം അല്ലാത്തത് ആരാ?
ഫെറോമാഗ്നറ്റിക് അല്ലാത്തത് സിൽവർ. ഓൺ ഹീറ്റിംഗ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അബവ് പ്യൂരി ടെമ്പറേച്ചർ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഉത്തരം പറഞ്ഞു. എന്താ സംഭവിച്ചത്? പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. അപ്പൊ മാഗ്നറ്റിസം എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില MCQs ആണ് നമ്മൾ ചെയ്തത്. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ MCQ സീരീസിലെ അടുത്ത പാർട്ട് 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോബബിലിറ്റി, ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെട്രിക്സിലെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നാണ് സിലബസിൽ എടുത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഓൾറെഡി ഈ പറഞ്ഞ ടോപ്പിക്കിലെ എല്ലാ MCQ നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് തരികയാണ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് 2/11 is the probability of an event A എന്ന് പറയുന്ന ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി ആണ് 2/11. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഈവന്റ് നോട്ട് എ എന്നാണ് ചോദ്യം. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നതാണ് 2/11. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് എ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ആണ് അല്ലെ? എ കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ക്ലിയർലി നമുക്ക് എന്ത് പറയാം? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. സോ ദാറ്റ് ഈസ് 1 മൈനസ് 2/11 അല്ലെ? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുന്നു. സോ ക്രോസ് ചെയ്താൽ 11 മൈനസ് 2/11 9/11. സോ ഓപ്ഷൻ സി 9/11 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി 9/11. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഫെയർ കോയിൻ വിത്ത് 1 മാർക്ക്ഡ് ഓൺ 1 ഫേസ് ആൻഡ് 6 ഓൺ ദ അതർ. ഒരു കോയിൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ കോയിന്റെ ഒരു സൈഡിൽ ഒരു കോയിൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ കോയിന്റെ ഒരു സൈഡിൽ 1 മാർക്ക് ചെയ്തിരിക്കുന്നു, ബാക്ക് സൈഡിൽ എന്ത് മാർക്ക് ചെയ്യുന്നു? 6 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. 3 ഡയമെൻഷൻ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കോയിന്റെ ഒരു സൈഡിൽ 1 എഴുതിയിരിക്കുന്നു. സാധാരണ ഹെഡും ടെയിലും അല്ലേ പറയാറ്? ഹെഡും ടെയിലിന് പകരം ഒരു സൈഡിൽ 1, ഒരു സൈഡിൽ 6. ആൻഡ് നമ്മുടെ കയ്യിൽ ഒരു ഡൈ ഉണ്ട് അല്ലെ? ഒരു ഫെയർ ഡൈ ഉണ്ട്, അതും ടോസ് ചെയ്യുന്നു. ഫൈൻഡ് ദ പ്രോബബിലിറ്റീസ് ദാറ്റ് സം ഓഫ് ദ നമ്പേഴ്സ് ടേൺ അപ്പ് ടു ബി 3 എന്നാണ് ചോദ്യം. ഡൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈ എന്ന് പറയുമ്പോൾ 1 മുതൽ 6 വരെ ആൾക്കാരുണ്ട് അല്ലെ? ഇവിടെ കോയിൻ എന്ന് പറയുമ്പോൾ 1, 6 ആണ് ഉള്ളത്. ഡൈ എന്ന് പറയുമ്പോൾ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ടോട്ടലി ഇവിടെ 2 പേരുണ്ട്. ടോട്ടലി ഇവിടെ 6 പേരുണ്ട്. അപ്പൊ ടോട്ടൽ പോസിബിലിറ്റി എന്താണ്? 2 into 6 12 ആണ് പ്രോബബിലിറ്റിയുടെ ഡിനോമിനേറ്ററിൽ വരിക. കാരണം ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ്. ഇനി ഇതിനകത്ത് സം എടുക്കുമ്പോൾ 3 വരണം. സം 3 വരുന്ന ഒറ്റ ഒരെണ്ണമല്ലേ ഉള്ളൂ. ഇവിടുന്ന് 1 എടുക്കുമ്പോഴും ഇവിടുന്ന് 2 എടുക്കുമ്പോഴും മാത്രമല്ലേ സം 3 വരത്തുള്ളൂ അല്ലേ? അല്ലാതെ ഒന്നിന്റെ കൂടെ എന്ത് കൂട്ടിയാലാണോ ആൻസർ 3 വരിക? ഒന്നും പറ്റില്ലല്ലോ. 1ന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് ആൻസർ 3 വരിക? 2 കൂട്ടിയാൽ മാത്രം. പിന്നെ ഇവിടുന്ന് 6 തൊടാൻ പറ്റത്തില്ല. 6ന്റെ കൂടെ ഈ കാണുന്ന ആൾക്കാരെയൊക്കെ കൂട്ടിയാൽ എന്തായാലും 6നേക്കാൾ വലുതായിരിക്കും. പിന്നെ 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2, 1ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 3 വരിക. അപ്പൊ 1, 2 എന്നുള്ള ഒരു ഒറ്റ ഓർഡേർഡ് പേരെ ആൻസറിൽ വരുള്ളൂ. നമ്മുടെ റിക്വയർഡ് കേസിൽ വരുള്ളൂ. ടോട്ടലി പറയുകയാണെങ്കിൽ ഓർഡേർഡ് പേഴ്സ് കുറെ എഴുതാൻ പറ്റും അല്ലെ? 1, 1 എഴുതാം, 1, 2 എഴുതാം, അങ്ങനെ 12 എണ്ണം എഴുതാൻ പറ്റും. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ആൻസറിൽ വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. വേറെ ആരെ 1ന്റെ കൂടെ കൂട്ടിയാലും 3യേക്കാൾ വലുതായിരിക്കും. ശരിയല്ലേ? ഒരൊറ്റ ആള് മാത്രമേ ആൻസറിൽ വരുന്നുള്ളൂ. സോ 1/12 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി 1/12 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ കാർഡ് ഈസ് സെലക്ടഡ് ഫ്രം പാക്ക് ഓഫ് 52 കാർഡ്. കാർഡിന്റെ ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ കാർഡിന്റെ ചെയ്തിട്ടുണ്ട്. കാർഡിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ നിന്നും ധാരാളം കാർഡിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റിയിൽ നിന്നും കാർഡിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. കാർഡിന്റെ ഒരെണ്ണം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് കാർഡിന്റെ ക്വസ്റ്റ്യൻസ്. എ കാർഡ് ഈസ് സെലക്ടഡ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. കാർഡിന്റെ ക്വസ്റ്റ്യൻ 2 ടോപ്പിക്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബബിലിറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് ആൻ ഏസ് ഓഫ് സ്പേഡ് അല്ലെ? യെസ്. ക്ലബ്ബ്, സ്പേഡ്,
ഹാർട്ട്, ഡയമണ്ട്, അങ്ങനെയല്ലേ വരാ? ക്ലബ്ബ്, സ്പേഡ്, ഹാർട്ട്, ഡയമണ്ട്. ഇതാണ് നമ്മുടെ 4ആയിട്ട് തിരിച്ചിരിക്കുന്ന 52 കാർഡ്സിനെ ഇങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ഓരോത്തിലും 13 വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് സ്പേഡിനകത്ത് ആരൊക്കെ വരും? എന്തായാലും കിങ് ഉണ്ടാവും, ക്യൂൻ ഉണ്ടാവും, ജാക്ക് ഉണ്ടാവും. 10 മുതൽ 10, 9 അങ്ങനെ 2 വരെ പോകുന്ന നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ ഒരു ഏസും ഉണ്ടാവും അല്ലേ? അപ്പൊ അതിനകത്ത് ഒറ്റ ഏസ്, ഒരു സ്യൂട്ടിൽ ഒറ്റ ഏസേ വരുന്നുള്ളൂ. ഒരു സ്യൂട്ടിൽ ഒറ്റ ഏസ് അല്ലേ വരുന്നുള്ളൂ. ലാസ്റ്റ് വൺ, ഒരു സ്യൂട്ടിൽ ഒറ്റ ഏസ് അല്ലേടാ വരുന്നുള്ളൂ. സ്പേഡിനകത്ത് ഒരൊറ്റ ഏസേ ഉള്ളൂ, ശരിയല്ലേ? സ്പേഡിനകത്ത് ഒരൊറ്റ ഏസേ ഉള്ളൂ. സ്പേഡിനകത്ത് ഒരൊറ്റ ഏസേ ഉള്ളൂ. അപ്പം 1 ടോട്ടൽ എത്ര കാർഡ് ഉണ്ട്? 52 കാർഡ്. 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുക്കുമ്പോ അത് സ്പേഡിലുള്ള ഏസ് ആവാനുള്ള ഒറ്റ ചാൻസേ ഉള്ളൂ. സ്പേഡിലുള്ള ഏസ് ആവാൻ ഒറ്റ ചാൻസേ ഉള്ളൂ. 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുക്കുമ്പോൾ അത് സ്പേഡിനകത്തിലെ ഏസ് ആവാൻ ഒരു ചാൻസേ ഉള്ളൂ. ഓക്കെ, മൊത്തത്തില് ഏസ് കിട്ടാനുള്ള ചാൻസ് ആണ് 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുക്കുമ്പോൾ നോർമലി ഒരു ഏസ് കിട്ടാനുള്ള ചാൻസ് ചോദിച്ചാൽ എന്താണ്? ഓരോ സ്യൂട്ടിലും ഓരോ ഏസ് വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ 4/52 വന്നതിന് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഇവിടെ നിന്നൊന്നും മാർഗം മിസ് ചെയ്യരുത്. 4ാമത്തെ ക്വസ്റ്റ്യൻ. A die is thrown, then the probability that the number is less than 5 and a prime number will occur. And എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ ആണ്. ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരും? 1, 2, 3, 4 വരും അല്ലെ? ലെസ് ദാൻ 5. ആൻഡ് പ്രൈം നമ്പർ, ഇതിനകത്ത് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3 അല്ലേ ഉള്ളൂ പ്രൈം നമ്പേഴ്സ്. അപ്പം മൊത്തത്തിൽ ഡൈ ആണ് ടോസ് ചെയ്യുന്നത്. മൊത്തം 6 പോസിബിലിറ്റി ഉണ്ട്. അതിനകത്ത് 2 പോസിബിലിറ്റിയെ റിക്വയർഡിൽ വരുന്നുള്ളൂ, ശരിയല്ലേ? സോ 1/3 ആണ് ആൻസർ വരിക, ഓപ്ഷൻ സി. ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് PSC ക്ക് ചോദിക്കുക ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നൊക്കെ. പക്ഷെ അത് കൺസെപ്റ്റ് പക്കയായിരിക്കണം എന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ മെട്രിക്സിലേക്ക് കയറാണ്. സിംഗുലർ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെ, സിംഗുലർ ആവുന്നുണ്ടെങ്കിൽ ആൽഫ എന്താണെന്നാണ് ചോദ്യം. ഈ സിംഗുലർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചു സിംഗുലർ എന്ന് പറഞ്ഞിട്ട്. സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എന്ത് വരും? 1 × 40 - 8 × 5 40 -3 × 20 - 24 പ്ലസ് ആൽഫ പ്ലസ് 2 × 10 - 12 ഈക്വൽ ടു 0. ഇത് 0 ആയി. -3 × 20 നിന്ന് 4 പോയി കഴിഞ്ഞാൽ -4 പ്ലസ് ആൽഫ പ്ലസ് 2 × 10 നിന്ന് 2 പോയി കഴിഞ്ഞാൽ -2 ഈക്വൽ ടു 0. ഇത് പ്ലസ് 12 വരും. ഇവിടെ -2 ആൽഫ -4 ഈക്വൽ ടു 0. 2 ആൽഫ ഇപ്പുറം എടുക്കാം. ബാക്കി 12 - 4 8. ആൽഫ ഈസ് ഈക്വൽ ടു 8/2 4. സോ ഓപ്ഷൻ ബി 4 ആണ് ആൻസർ വരിക. ആൽഫ ഈസ് ഈക്വൽ ടു 8/2 4 ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റൻ ആണ് ഇതൊക്കെ. തെറ്റിക്കരുത്. ആ ഒരു ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ ഒക്കെ സ്പീഡപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇതാണ് ഏറ്റവും ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഒരു മെട്രിക്സ് വന്നിട്ട് മിക്കവാറും 2/2 തന്നെയായി. എന്നിട്ട് നേരിട്ട് അതിന്റെ ഇൻവേഴ്സ് അങ്ങ് ചോദിക്കും. ഓക്കെ, കാരണം സിലബസിൽ എടുത്തു പറയുന്ന സാധനമാണല്ലോ ഇത്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ adjoint of A divided by determinant of A. So determinant of A ഒന്ന് കണ്ടുപിടിക്കുക ആദ്യം. Determinant of A എന്ത് വരും? 1 × -5 -5 -3 × 2 6 -11 ആണ് ഡിറ്റർമിനന്റ്. അപ്പോ ഒരു 1/-11 മാറ്റി നിർത്താം. അഡ്ജോയിന്റ് എന്ത് വരും? അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ് ഇന്റർചേഞ്ച് ചെയ്യാം. -5 നേരെ മുകളിൽ കയറും, 1 താഴെ ഇറങ്ങും. ബാക്കി 2 എലമെന്റ് സൈൻ മാറ്റുക. +2 -2 ആവും, +3 -3 ആവും. ഓക്കെ, ഈ -1/11 ഉള്ളിലേക്ക് പോകുമ്പോൾ 5/11 വരും, 2/11 വരും. മൈനസ് കട്ടായി പോകുന്നതാണ് കേട്ടോ. ഇവിടെ 3/11 വരും.
ഇവിടെ മൈനസ് ഉണ്ടാവും, -1/11. ഓക്കെ, ഈ ആൻസർ ആണോ എല്ലാവരും കിട്ടുന്നത്? നോക്കൂ, 5/11, 5/11, 2/11, 3/11, -1/11. ശരിയല്ലേ? 5/11, 2/11, 3/11, -1/11. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. If a matrix A is equal to 3x, x minus x 2x is a solution of the matrix equation x square minus 5x plus 7 equal to 0. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പൊ PSC ക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് കെയ്ലി ഹാമിൽട്ടൺ തിയറം ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക, അല്ലെ? കെയ്ലി ഹാമിൽട്ടൺ തിയറം ആണ് നമ്മൾ യൂസ് ചെയ്യുക. എന്തായിരുന്നു കെയ്ലി ഹാമിൽട്ടൺ തിയറം? Every square matrices satisfy its own characteristic equation. Every square matrices satisfy its own characteristic equation. അല്ലെ? Every square matrices satisfy its own characteristic ഇക്വേഷൻ. ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും ആ സ്ക്വയർ മെട്രിക്സിന്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് എന്ത് പറയുന്നത്? കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത്. അതായത് 2/2ന്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, 3/3യും പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കാം. 2/2 ആണെങ്കിൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ലാംഡ സ്ക്വയർ മൈനസ് റേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. ആ ലാംഡയ്ക്ക് പകരം എ തന്നെ കൊടുക്കാം എന്നാണ് കെയ്ലി ഹാമിൽട്ടൺ പറയുന്നത്. കെയ്ലി ഹാമിൽട്ടൺ അനുസരിച്ച് എന്തുവരും? എ സ്ക്വയർ മൈനസ് റേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് 2/2ന്റെ കേസിൽ. എ സ്ക്വയർ മൈനസ് റേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. എടാ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് പറയുന്ന സൊല്യൂഷനിൽ വരുന്നുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എക്സിന് പകരം എ കൊടുക്കാം. ദിസ് ഈസ് ആക്ച്വലി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എക്സിന് പകരം എ കൊടുക്കുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7 ഐ എന്ന് കൊടുക്കണേ, ഐ ഈക്വൽ ടു 0. കാരണം 7 നമ്പർ അല്ലടാ, അത് മെട്രിക്സ് ആക്കാൻ വേണ്ടി കൂടുതൽ ഐ കൊടുക്കണം, ഐഡന്റിറ്റി മെട്രിക്. അപ്പൊ വിലയ്ക്ക് വ്യത്യാസം വരില്ല. ഇനി നിങ്ങൾ നോക്ക്, ഈ മൈനസ് ട്രേസ്, അതായത് എയുടെ കൂടെ നിൽക്കുന്ന ആളാണ് ട്രേസ് ഓഫ് എ, അല്ലെ? എയുടെ കൂടെ നിൽക്കുന്ന ആളാണ് ട്രേസ് ഓഫ് എ ജനറല്. അപ്പൊ ഇവിടെ എയുടെ കൂടെ നിൽക്കുന്ന ആള് 5. പലരും കാണിക്കുന്ന മിസ്റ്റേക്ക് ഈ മൈനസ് ഉൾപ്പെടെ എടുക്കും. മൈനസ് എടുക്കണ്ട, കാരണം ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. അത് രണ്ടും ബാലൻസ് ആയി പോകും. മൈനസ് നോക്കണ്ട, അപ്പൊ നമ്പർ മാത്രം നോക്കിയാൽ മതി. മൈനസ് ഉൾപ്പെടെ എടുക്കുന്ന സാധനം ഓപ്ഷനകത്ത് ഉണ്ടാവും. അതെല്ലാവരും തെറ്റിക്കുന്ന സാധനമാണ്. ഓക്കെ, പലരും ആ ഒരു ഫ്ലോയില് ഈ എയുടെ കൂടെ നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ പലരും തെറ്റിക്കുന്ന എങ്ങനെയാണെന്ന് പറയാം. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അവരെല്ലാരും എന്ത് ചെയ്യും? -5 ആണ് ഇവിടെ എയുടെ കൂടെ നിൽക്കുന്നത്. ട്രേസ് ഓഫ് എ അറിയാം, ഈ പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടുന്നതാണ് ട്രേസ് ഓഫ് എ, അല്ലെ? പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടുന്നതാണ് ട്രേസ് ഓഫ് എ. സം ഓഫ് ദ പ്രിൻസിപ്പൽ ഡയഗണൽ, അതായത് 3xും 2xും കൂട്ടുന്നതാണ് -5. 5x ഈക്വൽ ടു -5, x ഈക്വൽ ടു -1 എന്ന് എടുത്തിട്ട് ഓപ്ഷൻ സി മാർക്ക് ചെയ്യും. അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? ഇവിടെയും രണ്ടിടത്തും മൈനസ് ക്യാൻസൽ ആയി പോകത്തില്ലേ? രണ്ടിടത്തും മൈനസ് ഉണ്ടല്ലോ. പലരും ഇങ്ങനെയാണ് തെറ്റിക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. എടാ, ഇവിടെയും മൈനസ് ഉണ്ട്, ഇപ്പുറത്തും മൈനസ് ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ആക്ച്വലി ട്രേസ് എന്ന് പറയുന്നത് ആ നെഗറ്റീവ്, ഇപ്പൊ ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ അപ്പുറത്തെ മൈനസ് എനിക്ക് എടുക്കേണ്ടി വന്നേനെ. രണ്ടിടത്തും മൈനസ് ആയതുകൊണ്ട് അത് ബാലൻസ് ആയി പോയി, അത് ക്യാൻസൽ ആയി പോകും. ബട്ട് ആക്ച്വലി ഈ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നതാണ് എന്ത്? 5. -5 അല്ല, 5. കാരണം ഇപ്പുറത്തും മൈനസ് ഉണ്ട്, ഇപ്പുറത്തും മൈനസ് ഉണ്ട്. ആ ട്രേസിന്റെ പൊസിഷനിൽ ആര് മാത്രമേ വരുന്നുള്ളൂ? 5 മാത്രമേ വരുന്നുള്ളൂ. ട്രേസ് ഓഫ് എ എന്ന് പറയുന്ന ഡയഗണൽ കൂട്ടുക, 3xും 2xും കൂടെ കൂട്ടുക, ദാറ്റ്സ് 5. 5x ഈക്വൽ ടു 5, x ഈക്വൽ ടു 5/5, 1 വരും ആൻസർ. ഓക്കെ, അപ്പൊ ഒരു വാല്യൂ ഓഫ് എക്സ് ആണ് ചോദിച്ചേക്കുന്നത്, അത് 1 കിട്ടിയിട്ടുണ്ട്.
ഇനിയിപ്പോ 1 എന്നുള്ളത് ഇല്ലെന്ന് വിചാരിക്കൂ. അടുത്ത വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള പരിപാടി നോക്കണം. അടുത്ത വാല്യൂ എന്താണ്? ഈ ഡിറ്റർമിനന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് എന്ത് വരിക? 7i വരിക അല്ലെ. ഇപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിച്ചു നോക്കുക. ആക്ച്വലി ഇവിടെ നമ്മൾ 7 എടുത്താൽ മതി. മെട്രിക്സ് രൂപത്തിൽ എഴുതുമ്പോൾ ഐയും കൂടെ വരും. ഇവിടെ നമ്പർ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ എന്നാണ് കേട്ടോ. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ എന്നാണ് മെട്രിക്സിൽ എഴുതുമ്പോൾ. ഫോർമുലയിൽ ഉള്ളതാണ് കേട്ടോ ഐ. അതൊന്ന് എഴുതി ചേർത്തോണേ. ഫോർമുലയിൽ തന്നെ ഐ വരുന്നുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ നമ്പർ അല്ലേടാ. ഇപ്പൊ നമ്പർ മെട്രിക്സിനകത്ത് കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി ഒരു ഐ ചേർക്കുന്നതാണ്. ആക്ച്വലി ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് എന്ത് വരിക? 7 വരിക. അതായത് 2 ഇൻറ്റു 3 6x² പ്ലസ് x² ഈക്വൽ ടു 7. അവിടെ നിന്ന് 7x² ഈക്വൽ ടു 7, x² ഈക്വൽ ടു 1 എന്നൊക്കെ വരും. ഓക്കെ. സോ അപ്പം ആക്ച്വലി നമ്മുടെ ആൻസർ വരിക 1 എന്നുള്ള ആൻസർ ആണ്. എക്സിന്റെ വില ഇവിടെ രണ്ടിടത്തും രണ്ട് ഇക്വേഷനും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് അക്സെപ്റ്റബിൾ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് 1 ആണ് ആൻസർ വരിക. ഇനി 1 ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഈ ഡിറ്റർമിനന്റിന്റെ പരിപാടി നമുക്കൊരു ആൻസർ ട്രേസ് വെച്ചുകൊണ്ട് ഒരു ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഡിറ്റർമിനന്റ് വെച്ച് നോക്കിയാൽ മതി. ട്രേസ് വെച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഡിറ്റർമിനന്റിലേക്ക് പോയാൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. If A and B are symmetric matrices of same order, it's one of the most repeated one. PSCയുടെ മിക്ക പരീക്ഷയ്ക്കും ഉള്ള ഒരു സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. ഓക്കെ. എയും ബിയും സിമെട്രിക് മെട്രിസസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി മൈനസ് ബി എ എന്താണെന്നാണ് ചോദ്യം. എ ബി മൈനസ് ബി എ എന്താണെന്ന് അറിയണമെങ്കിൽ എ ബി മൈനസ് ബി എയുടെ ട്രാൻസ്പോസ് എടുക്കേണ്ടി വരും. ഓക്കെ. ഇവിടെ എന്താ അപ്ലൈ ചെയ്യുക? എ ട്രാൻസ്പോസ് എ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസ് അപ്ലൈ ചെയ്യുക അല്ലെ. എ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസിന്റെ തിയറി എന്താണ്? എ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് അല്ലെ. എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ്. ഇനി അടുത്ത തിയറി അപ്ലൈ ചെയ്യുക. എ ഇൻറ്റു ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് അല്ലെ. അത് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് ഇവിടെ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് വരും അല്ലെ. എയുടെ ട്രാൻസ്പോസ് രണ്ടാമത് നിൽക്കുന്ന ആളുടെ ട്രാൻസ്പോസ് ആദ്യം നിൽക്കുന്ന ആളുടെ ട്രാൻസ്പോസ് രണ്ടാമത്. ഇനി ഒരു കാര്യം ക്വസ്റ്റ്യനിൽ അവർ എടുത്തു പറയുന്നുണ്ട്. എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ് എന്ന് പറയുന്നുണ്ട്. സിമെട്രിക് എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അവിടുന്ന് ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടും. എന്താണ്? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും, ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി തന്നെയായിരിക്കും അല്ലെ. എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും, ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി തന്നെയായിരിക്കും. അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ട്രാൻസ്പോസിന് പകരം ബി കൊടുക്കുക, എ ട്രാൻസ്പോസിന് പകരം എ കൊടുക്കുക. മൈനസ് എ ബി എന്ന് വരും. ഓക്കെ. ഇനി ഒരു മൈനസ് പുറത്തെടുത്താൽ എ ബി മൈനസ് ബി എ തന്നെ തിരിച്ചു കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഒരു എ ബി മൈനസ് ബി എ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതേ എ ബി മൈനസ് ബി എയുടെ നെഗറ്റീവ് ആയിട്ട് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ബി മൈനസ് ബി എ എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും അല്ലെ. സ്ക്യൂ സിമെട്രിക് അല്ലെ. ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് എ കിട്ടുവാണെങ്കിൽ എ എന്താണെന്ന് പറയാം? സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാം അല്ലെ. സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാം. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. എ ബി മൈനസ് ബി എയുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എ ബി മൈനസ് ബി എയുടെ നെഗറ്റീവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ബി മൈനസ് ബി എ എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓപ്ഷൻ എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു 8ാമത്തെ ചോദ്യം. അടുത്ത നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. For a symmetric matrix A is equal to 2 x 4 5 3 8 4 y 9. Find the values of x and y respectively. ഇങ്ങനെ കമ്പയർ ചെയ്താൽ മതി. സിമെട്രിക് ആണെങ്കിൽ ഈ പൊസിഷൻ സെയിം ആയിരിക്കും. എക്സും ഫൈവും സെയിം ആയിരിക്കും. ഇവിടെ വൈയും 8ഉം സെയിം ആയിരിക്കും. എക്സ് ഈക്വൽ ടു 5, വൈ ഈക്വൽ ടു 8 എന്ന് വരും. അപ്പം 5 8 എന്നുള്ളതാണ് ആൻസർ വരും. ഓപ്ഷൻ സി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ് സിമെട്രിക്കിന്റെ കണ്ടീഷൻ. അപ്പൊ ആദ്യത്തെ തന്നിട്ടുള്ള മെട്രിക്സ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക 2x4, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക 5 3 8,
തേർഡ് റോ തേർഡ് കോളം ആക്കുക 4y9 ഈക്വൽ ടു അത് എയുമായിട്ട് തന്നെ ഇക്വേറ്റ് ചെയ്യുക 2x4 538 4y9. ഇനി രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ സെയിം ആയിരിക്കണം. ഇക്വേറ്റിംഗ് കറസ്പോണ്ടിങ് എലമെന്റ് എന്തുവരും? എക്സ് എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കണം, y എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കണം. എക്സ് ഇസ് ഈക്വൽ ടു 5 ആൻഡ് y ഇസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ചോദ്യം നോക്കിയോളൂ. എ പ്ലസ് ബി തന്നിട്ടുണ്ട്, എ മൈനസ് ബി തന്നിട്ടുണ്ട്. 2a ആണ് കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമല്ലേ, രണ്ടും കൂടെ കൂട്ടിയാൽ മതിയല്ലോ. എ പ്ലസ് ബിയും എ മൈനസ് ബിയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 2a. ആ മെട്രിക്സുകൾ പരസ്പരം കൂട്ടിക്കോളൂ. ശരിയല്ലേ? പ്ലസ് ബി മൈനസ് ബി ക്യാൻസൽ ആവും. 6ഉം 2ഉം കൂട്ടിയാൽ 8, 5ഉം 2ഉം കൂട്ടിയാൽ 7, 7ഉം 4ഉം കൂട്ടിയാൽ 11, 8ഉം 3ഉം കൂട്ടിയാൽ 11. സോ 2a ആണ് ചോദിച്ചേക്കുന്നത്. എന്തുവരും 2a? 8, 7, 11, 11. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. 8, 7, 11, 11. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് പല പല പരീക്ഷകൾക്കായിട്ട് വന്നിട്ടുള്ള കുറച്ച് ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. 6 ചോദ്യങ്ങളുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. ഇതെല്ലാം പല പല PSC എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള സാധനമാണ്. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നേരിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം അതിലെ ഫസ്റ്റ് 1 നോക്കാം. 2 into -1 എന്തുവരും? മൈനസ്, ഇപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ എന്നങ്ങ് വിളിക്കുകയാണ് കേട്ടോ, മെട്രിക്സിനെ എ എന്ന് വിളിക്കുകയാണ്. ഇപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ നോക്കാം. 2 into -1 -2 മൈനസ് -1 into 5 എന്താണ്? -1 into 5 -5 -2 +5. ആൻസർ എന്ത് വരും? 3 ആണ് ആൻസർ വരും. 3. ഓപ്ഷൻ എ 3 ആണ് ആൻസർ വരും. ശരിയല്ലേ? -2 -5 -2 +5 5 -2 3 വരും ആൻസർ. ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5 -4 1 √3. ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 5 into √3 എന്തുവരും? 5 into √3 എന്ന് പറഞ്ഞാൽ 5√3 മൈനസ് 1 into -4 എന്ന് പറഞ്ഞാൽ എന്താണ്? -4. 5√3 +4 അല്ലെ? 5√3 +4. 5√3 +4. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. ഓപ്ഷൻ സി 5√3 +4. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇവാലുവേറ്റ് ഇൻ ഡിറ്റർമിനന്റ് -sin θ -1 1 sin θ. ഓക്കെ, -sin θ into sin θ എന്തുവരും? -sin² θ വരും. -1 into -1 എന്തുവരും? -1. അതായത് -sin² θ +1 എന്ന് വരും. അതായത് 1 ആദ്യം എഴുതിയാൽ 1 - sin² θ. 1 - sin² θ ആണ് എന്ത്? cos² θ അല്ലെ? 1 - sin² θ ആണ് cos² θ. കാരണം എന്താണ്? നമുക്കറിയാം sin² θ പ്ലസ് cos² θ എന്ന് പറയുന്നത് 1 ആണ്. 1 - sin² θ എന്ത് വരും? cos² θ വരും. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് i -1 -1i. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. i into -i എന്ത് വരും? -i² മൈനസ് -1 into -1. ശ്രദ്ധിച്ചോണം, ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം. -1 into -1 +1 ആണ്. +1. അപ്പൊ ഞാൻ 1 മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. -1 into -1 +1. ഈ നടുക്കുള്ള മൈനസ് ഡിറ്റർമിനന്റ് ഇവാലുവേഷനിലെ മൈനസ് ആണ്. സോ മൈനസ് ഓഫ് അയോട്ട സ്ക്വയർ ചെയ്താൽ എന്താണ്? -1 അല്ലെ? -1. ഇത് ഏത് ചാപ്റ്ററിൽ വരുന്നതാണ്? കോംപ്ലക്സ് നമ്പേഴ്സിലെ ലോജിക് ആണ് കേട്ടോ. -1 -1 -1 -1 +1 വരും. -1 1 - 1 0. 1 - 1 0. ഓപ്ഷൻ ഡി 0 ആണ് ആൻസർ വരുന്നത്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എന്തുവരും? 1 into 4 - 10 -1 into
റോയും കോളം പോയാൽ 3 + 5 വരും. അടുത്തത് -2 ഇൻറ്റു -6 + 4 വരും. സോ 4 - 10 എന്ന് പറയുമ്പോൾ -6, 5 3 8, -8, -6 4 10, 10 × 2 -20, 28 28, 8 6 -34 കേട്ടോ. -34, ഓപ്ഷൻ ബി -34 ആൻസർ വരും. -34 വരും ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ, 6ാമത്തെ ചോദ്യം. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദ്യം. എന്തുവരും? 5 × 4 - 6 -4 × 4 ഉള്ള റോയും കോളവും പോയി 3 - 5 +3 × 3 ഉള്ള റോയും കോളവും പോയി 18 - 20 അല്ലെ? 18 - 20. 5 × 4 ൽ 6 പോയി കഴിഞ്ഞാൽ -2, -4 × 3 ൽ 5 പോയി കഴിഞ്ഞാൽ -2, +3 × 18 ൽ 2 പോയി 20 പോയി കഴിഞ്ഞാൽ -2. സോ -10 +8 -6. സോ 8 - 16 -8. ഓപ്ഷൻ സി -8 ആണ് ആൻസർ. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തോണേ. -8 ആണ് തോന്നുന്നു. ഓക്കെ, പറയാൻ പറ്റില്ല, എന്തായാലും പ്ലസും മൈനസും തെറ്റിയാലും കിട്ടുന്ന ആൻസർ ഓപ്ഷനിൽ ഉണ്ടാവും. യെസ്, എനിവേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത്? മറ്റേത് 10 കഴിഞ്ഞ ഒരു 6 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, അപ്പൊ 16 ആയി. അടുത്ത 17. 17ാമത്തെ ക്വസ്റ്റ്യൻ. Let A and B be two invertible matrices of order 3/3. 3/3 order ഉള്ള invertible matrices ആണ് എയും ബിയും. Determinant of A, B, A transpose is 8. Determinant of A, B, A transpose എന്ന് പറയുന്നത് 8 ആണ്. സോ ദിസ് ഇംപ്ലൈസ് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഡിറ്റർമിനന്റ് കൊടുക്കുക അല്ലെ? ഡിറ്റർമിനന്റ് എ, ഡിറ്റർമിനന്റ് ബി, ഡിറ്റർമിനന്റ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു 8. ദിസ് ഇംപ്ലൈസ് നമുക്കറിയാം ഡിറ്റർമിനന്റ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നതും സെയിം ആണ് അല്ലെ? ഡിറ്റർമിനന്റ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്, സെയിം ആണ്. എന്തുകൊണ്ടാണ് സെയിം ആയത്? ട്രാൻസ്പോസ് എടുത്തിട്ട് ഡിറ്റർമിനന്റ് എടുത്താൽ ഉത്തരത്തിൽ വിലയ്ക്ക് വ്യത്യാസം വരില്ല അല്ലെ? അറിയാവുന്ന സംഗതിയാണ്. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഡിസ്കഷൻ ക്ലാസ്സിലൊക്കെ ധാരാളം യൂസ് ചെയ്ത സാധനമാണ്. സോ ഇപ്പൊ ഈ ഡിറ്റർമിനന്റ് എ ട്രാൻസ്പോസിന് പകരം ഡിറ്റർമിനന്റ് എ തന്നെ കൊടുക്കാം. ഡിറ്റർമിനന്റ് എ, ഡിറ്റർമിനന്റ് ബി, ഡിറ്റർമിനന്റ് എ തന്നെ കൊടുക്കാം. എ ട്രാൻസ്പോസിന് പകരം എ കൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്തു. ഇത് 8. സോ അതായത് ഡിറ്റർമിനന്റ് ഡിറ്റർമിനന്റ് എയുടെ സ്ക്വയർ വരും ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ഇസ് ഈക്വൽ ടു 8. കൂടുതലൊന്നും ചെയ്യാനില്ല, ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് നിൽക്കട്ടെ. ഇനി അടുത്ത നോക്കാം. ഡിറ്റർമിനന്റ് എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഡിറ്റർമിനന്റ് എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 8. ബിക്ക് മാത്രമേ ഉള്ളൂ ഇൻവേഴ്സ് കേട്ടോ. അപ്പൊ രണ്ടുപേർക്കും സെപ്പറേറ്റ് ഡിറ്റർമിനന്റ് കൊടുത്താൽ ഡിറ്റർമിനന്റ് എ, ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് ഈക്വൽ ടു 8. സോ ഡിറ്റർമിനന്റ് എ, ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/ഡിറ്റർമിനന്റ് ബി ആണ് അല്ലെ? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ഈസ് 1/ഡിറ്റർമിനന്റ് എ. ഇപ്പൊ ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് എന്താണ്? 1/ഡിറ്റർമിനന്റ് ബി ആണ്, ഈക്വൽ ടു 8. അതായത് ഡിറ്റർമിനന്റ് എ ബൈ ഡിറ്റർമിനന്റ് ബി ഈക്വൽ ടു 8. ക്വസ്റ്റ്യൻ നമ്പർ 2. 1ഉം 2ഉം കൂടെ ഇൻറ്റു ചെയ്യാം. 1 × 2 ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് എയുടെ സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് എ ബൈ ഡിറ്റർമിനന്റ് ബി ഈക്വൽ ടു 8 × 8. ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടി കാണും. മോഡ് ബി, ഡിറ്റർമിനന്റ് ബി പോവും.
ഡിറ്റർമിൻ്റെ സ്ക്വയറും ഡിറ്റർമിൻ്റെയും കൂടെ ഡിറ്റർമിൻ്റെ ക്യൂബ് ഈക്വൽ ടു 8 64. ഡിറ്റർമിൻ്റെ എന്ത് വരും? ക്യൂബ് റൂട്ട് ഓഫ് 64. 64ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 4 ആണ്. അപ്പൊ ഡിറ്റർമിൻ്റെ എന്താണ്? 4 ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് ബിയും കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് എ ബൈ ഡിറ്റർമിനന്റ് ബി 8 ആണ്. അപ്പം നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് കൊടുക്കാം അല്ലെ? സെക്കൻഡ് ഇക്വേഷനിലോ ഫസ്റ്റ് ഇക്വേഷനിലോ കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. ഡിറ്റർമിൻ്റെ എയുടെ സ്ക്വയർ, ഡിറ്റർമിൻ്റെ 4 ആണ്. അപ്പൊ 4ന്റെ സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ആണ് 8. അപ്പൊ അവിടുന്ന് ഡിറ്റർമിനന്റ് ബി എന്ത് വരും? 8 ബൈ 16 1 ബൈ 2 1 ബൈ 2 വരും. ശരിയല്ലേ? ഇവിടെ ഇക്വേഷൻ നമ്പർ 2 കൊടുത്താലും മതി കേട്ടോ. 4 ബൈ മോഡ് ബി എന്ന് പറയുന്നത് 4 ബൈ ഡിറ്റർമിനന്റ് ബി 8 വരും. ഡിറ്റർമിനന്റ് ബി 4 ബൈ 8. 4 ബൈ 8 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ 1 ബൈ 2. അപ്പൊ ഡിറ്റർമിനന്റ് എയും ആയി, ഡിറ്റർമിനന്റ് ബിയും ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്ന സാധനം എന്താണ്? ഡിറ്റർമിനന്റ് ബി എ ഇൻവേഴ്സ് ബി ട്രാൻസ്പോസ്. സെപ്പറേറ്റ് ഡിറ്റർമിനന്റ് എടുക്കാം. ഡിറ്റർമിനന്റ് ബി, ഡിറ്റർമിനന്റ് എ ഇൻവേഴ്സ്, ഡിറ്റർമിനന്റ് ബി ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസിന്റെയും ബിയുടെയും ഡിറ്റർമിനന്റ് സെയിം ആണ് അല്ലെ? ഡിറ്റർമിനന്റ് ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നതും ഡിറ്റർമിനന്റ് ബി എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ അത് തമ്മിൽ ഗുണിച്ചാൽ എന്ത് വരും? ഡിറ്റർമിനന്റ് ബി ട്രാൻസ്പോസിന് പകരം ഡിറ്റർമിനന്റ് ബി തന്നെ കൊടുക്കാം. അപ്പൊ ഡിറ്റർമിനന്റ് ബി ട്രാൻസ്പോസും ഡിറ്റർമിനന്റ് ബിയും കൂടെ ഗുണിച്ചാൽ ഡിറ്റർമിനന്റ് ബിയുടെ സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് എ ഇൻവേഴ്സ് എന്താണ്? 1 ബൈ ഡിറ്റർമിനന്റ് എ ആണ്. 1 ബൈ ഡിറ്റർമിനന്റ് എ. അപ്പം ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ വരും അല്ലെ? ഡിവിഷൻ ബൈ ഡിറ്റർമിനന്റ് എ വരും. സോ ഡിറ്റർമിനന്റ് ബിയുടെ സ്ക്വയർ, ഡിറ്റർമിനന്റ് ബി എന്താണ്? 1 ബൈ 2. 1 ബൈ 2ന്റെ സ്ക്വയർ 1 ബൈ 4 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ എന്താണ്? 4. 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 1 ബൈ 16 വരും ആൻസർ. ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ ആണ് ആൻസർ വരും. 1 ബൈ 16. 1 ബൈ 4 ബൈ 4 എ ബൈ ബി ബൈ സി ശരിയല്ലേ? 1 ബൈ 4 ബൈ 4 എന്നാണ് വന്നേക്കുന്നത് അല്ലെ? ഏത് രൂപത്തിലാണ് നിൽക്കുന്നത്? ദിസ് ലുക്സ് ലൈക്ക് എ ബൈ ബി ബൈ സി. അതെന്താണ്? എ ബൈ ബി സി ആണ് അല്ലെ? അപ്പൊ ഇതെന്ത് വരും? 1 ബൈ 4 ഇൻറ്റു 4 1 ബൈ 16. അല്ലെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ, ഒരു ബൈ 1 കൊടുത്തുകൊണ്ട് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ. 1 ബൈ 4 ഇൻറ്റു 1 ബൈ 4 വരും. 1 ബൈ 16 വരും ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. A triangle has vertices 1, 6, 3, 0 and -3, -7. Its area in square units എന്നാണ് ചോദ്യം. അപ്പൊ ട്രയാങ്കിളിന്റെ വെർട്ടിസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ? ട്രയാങ്കിളിന്റെ വെർട്ടിസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഏരിയ ഇസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു ഡിറ്റർമിനന്റ് x1, x2, x3, y1, y2, y3, 1, 1, 1 equal to 1 by 2 into determinant 1, 3, -3, 6, 0, -7, 1, 1, 1 equal to 1 by 2 into ഡിറ്റർമിനന്റ് അങ്ങ് ഇവാലുവേറ്റ് ചെയ്താൽ മതി കേട്ടോ. 1 by 2 into 1 into 0 plus 7 minus 6 into 3 plus 3 plus 1 into minus 21. So this is equal to 1 by 2 into 7 minus 3 6 6 36 അല്ലെ? minus 21. So this is equal to 1 by 2 into 7 36 പോലെ എത്രയാണ്? 7 36 6 7 ബൈ 29 മൈനസ് 29 മൈനസ് 21. 1 by 2 ഇൻറ്റു 9 10 50 വരും. -50. -50ന്റെ പകുതി -25. ഓക്കെ, ഇപ്പൊ ഏരിയ ആണ്. ഏരിയ എന്തിൽ പറയില്ല? ഏരിയ ഈസ്
നെഗറ്റീവിൽ പറയില്ല അല്ലെ, നെഗറ്റീവിൽ പറയില്ല. അപ്പൊ അത് ലാസ്റ്റ് സ്റ്റെപ്പിൽ മോഡുലസ് എടുക്കണം. 25. സെക്കൻഡ് ഓപ്ഷൻ 25 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ആൻസർ വരും. 25 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ആൻസർ വരും. ആൻസർ വിൽ ബിക്കം 25 സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, ഇതാണ് 18ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 to xa. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 2x എന്താണെന്നാണ് ചോദ്യം. 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 2x. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഈ എഫ് ഓഫ് എക്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ മൈനസ് 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x. അപ്പം എ മൈനസ് 2x ആണ് എന്ത്? നമ്മുടെ എഫ് ഓഫ് എക്സ്. നമുക്ക് എഫ് ഓഫ് 2x കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചോളൂ. എ മൈനസ് 2 ഇൻറ്റു എക്സ് മാറ്റി 2x കൊടുക്കുക. സോ എ മൈനസ് 4x. അപ്പം ഇനി നമുക്ക് ഇവർ ചോദിക്കുന്ന സംഭവം ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 2x ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2 ഇൻറ്റു എഫ് ഓഫ് എക്സിന് പകരം എ മൈനസ് 2x മൈനസ് എഫ് ഓഫ് 2xന് പകരം എ മൈനസ് 4x അല്ലെ, എ മൈനസ് 4x. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2a മൈനസ് 4x മൈനസ് എ പ്ലസ് 4x അല്ലെ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് 4x. മൈനസ് 4x പ്ലസ് 4x ക്യാൻസൽ ആവും. സോ 2a മൈനസ് എ വരും. 2a എ പോയാൽ എ ആണ് ആൻസർ വരും. സോ ഫോർത്ത് ഓപ്ഷൻ എ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് 4ാമത്തെ ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ചോദ്യം, ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഡിറ്റർമിനന്റ് ഐ സ്ക്വയർ ഐ ക്യൂബ് ഐ റൈസ് ടു 4 ഐ റൈസ് ടു 6 ഐ റൈസ് ടു 8 ഐ റൈസ് ടു 9 ഐ റൈസ് ടു 12 ഐ റൈസ് ടു 15. അപ്പൊ ആദ്യമേ നമുക്ക് കോമൺ എടുക്കാം. ഫസ്റ്റ് റോയിൽ നിന്ന് ഐ പുറത്തെടുക്കാം. സെക്കൻഡ് റോയിൽ നിന്ന് ഐ റൈസ് ടു 4 തന്നെ പുറത്തെടുക്കാം. തേർഡ് റോയിൽ നിന്ന് ഐ റൈസ് ടു 9 പുറത്തെടുക്കാം. ഫസ്റ്റ് റോയിൽ നിന്ന് ഐ പോയാൽ എന്തൊക്കെ ഉണ്ടാവും ബാക്കി? 1 ഐ സ്ക്വയർ അല്ലെ. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഇവാലുവേഷന് റോ വൈസും കോളം വൈസും കോമൺ എടുക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സാധനമാണ്. സെക്കൻഡ് റോയിൽ നിന്ന് ഐ റൈസ് ടു 4 പോയാൽ 1 ഐ സ്ക്വയർ ഐ റൈസ് ടു 4 ഉണ്ടാവും ബാക്കി. ശരിയല്ലേ? ഇവിടുന്ന് ഐ റൈസ് ടു 9 പോയാൽ 1 ഐ ക്യൂബ് ഐ റൈസ് ടു 6 ഉണ്ടാവും ബാക്കി. ഓക്കെ, ഇനി സോ ഇതെല്ലാം കൂടെ ചേർന്ന് എന്താവും? ഐ റൈസ് ടു 9 4 9 1 10 4 14 വരും. ഇനിയും കോമൺ എടുക്കാം. ഇനി സെക്കൻഡ് കോളത്തിൽ നിന്ന് കോമൺ എടുക്കാം. സെക്കൻഡ് കോളത്തിൽ നിന്ന് ഐ പുറത്തെടുക്കാം. തേർഡ് കോളത്തിൽ നിന്ന് ഐ സ്ക്വയർ പുറത്തെടുക്കാം. 1 1 1. സെക്കൻഡ് കോളത്തിൽ നിന്ന് ഐ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 1 ഐ സ്ക്വയർ. തേർഡ് കോളത്തിൽ നിന്ന് ഐ സ്ക്വയർ പുറത്തുപോയി. ഐ സ്ക്വയർ പുറത്തു പോയാൽ ബാക്കി 1 ഐ സ്ക്വയർ ഐ റൈസ് ടു 4 അല്ലെ. 1 ഐ സ്ക്വയർ ഐ റൈസ് ടു 4. ഐഡന്റിക്കൽ ആയിട്ടൊന്നും വരുന്നില്ല. അപ്പൊ ആൻസർ ഒരു നോൺ സീറോ ഉത്തരം തന്നെ കിട്ടും കേട്ടോ. സീറോ ആൻസർ വരില്ല. കാരണം ഏതെങ്കിലും 2 റോയോ കോളമോ ഐഡന്റിക്കൽ ആയിട്ട് ഇവിടെ വരുന്നില്ലല്ലോ, ഒരേപോലെ വരുന്നില്ലല്ലോ. അപ്പോൾ ശരിയല്ലേ? ഐ സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ ഐ സ്ക്വയർ ഉള്ളിലേക്ക് വരുമ്പോൾ ഐ റൈസ് ടു 6 ഐ റൈസ് ടു 4 ഐ സ്ക്വയർ. സോ ഇനിയിപ്പോ ഇവിടെ എന്താവും? ഐ റൈസ് ടു 14 2 16 1 17 ഐ റൈസ് ടു 17 ഇൻറ്റു, ഇനി ഇത് കണ്ടുപിടിക്കേണ്ടി വരും. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. 1 ഇൻറ്റു എന്ത് വരും? ഐ ഇൻറ്റു ഐ റൈസ് ടു 4 ഐ റൈസ് ടു, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെയൊക്കെ വാല്യൂസ് കൊടുത്തിട്ട് അങ്ങ് പോവാം അല്ലെ. ഇതിന്റെയൊക്കെ നമുക്ക് അറിയാമല്ലോ. ഐ സ്ക്വയർ എന്താണെന്നറിയാം. ഐ സ്ക്വയർ -1 ആണെന്ന് അറിയാം. ഐ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയറിന്റെ സ്ക്വയറാ. -1ന്റെ സ്ക്വയർ 1 വരും അല്ലെ. ഓക്കെ, അതും കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഇത് സിമ്പിൾ ആക്കുമ്പോൾ ഐ റൈസ് ടു 17 ഇൻറ്റു ഡിറ്റർമിനന്റ് 1 1 1 1 ഐ സ്ക്വയർ -1 ആവും. 1 ഐ സ്ക്വയർ -1 ആവും. ഐ റൈസ് ടു 4 1 ആവും. ഓക്കെ, ഇനി ഇവാലുവേറ്റ് ചെയ്യും. 1 ഇൻറ്റു ഐ -1 ഇൻറ്റു -1 പ്ലസ് 1 -1 ഇൻറ്റു റോയും കോളവും കളയുക. 1 -1 ഇൻറ്റു -1 -1 പ്ലസ് 1 ഇൻറ്റു റോയും കോളവും കളയുക. -1
-1 മൈനസ് ഐ. ഓക്കെ, സോ i⁻17 ഇൻറ്റു i മൈനസ് 1. ഇവിടെ രണ്ട് മൈനസുകൾ ചേർത്തിട്ട് പ്ലസ് ആക്കാം. 1 + 1 2 വരും. 2 ഇൻറ്റു -1 -2 വരും. ഇവിടെ -1 മൈനസ് ഐ. സോ ഇവിടെ നമുക്ക് പ്ലസ് ഐയും മൈനസ് ഐയും വെട്ടാം. -1ഉം -2ഉം -1ഉം -4 വരും. -4 i⁻17. i⁻17 ചെറുതാക്കണം. -4 ഇൻറ്റു i⁻17 മുൻപ് 4ന്റെ മൾട്ടിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. i⁻4n എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. i⁻4n 1 ആണ്. നന്നാല് 16 വരുന്നുണ്ട്. അപ്പൊ i⁻16 1 ആവും. ഇൻറ്റു ഒരു ഐയും കൂടെ വരും അല്ലെ. ഈ i⁻16 എന്താക്കാം, നമുക്ക് 1 ആക്കാം. i⁻16 എന്ന് പറഞ്ഞാൽ 1 ആണ്. i⁻4 1 ആണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സോ ആൻസർ എന്ത് വരും? ബാക്കി ഒരു ഐ ഇവിടെ ഉണ്ട്. -4i വരും ആൻസർ. -4i. നാലാമത്തെ ഓപ്ഷൻ -4i ആണ് ആൻസർ വരിക. -4i. ഓക്കെ, ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ സിലബസിലുണ്ട്. അപ്പൊ അതിനകത്ത് ഡിറ്റർമിനന്റ് അകത്ത് അവർക്ക് ട്രിഗ്നോമെട്രി തരാം. ഡിറ്റർമിനന്റ് അകത്ത് അവർക്ക് കോംപ്ലക്സ് നമ്പർ തരാം. ഇഷ്ടമുള്ള രീതിയിൽ ചോദിക്കാം കേട്ടോ. ഇതൊക്കെ മുൻപ് പല പല പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കയ്യിൽ നിന്നിട്ട ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഇത്. സോ -4i ആണ് ആൻസർ വരിക കേട്ടോ. -4i. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. എനിവേ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. സിലബസിൽ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. യെസ്, അടുത്ത ചോദ്യം 21ാമത്തെ ക്വസ്റ്റ്യൻ. a is equal to x to 4x and determinant of a square is equal to 64. അങ്ങനെയാണെങ്കിൽ x കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് a സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിറ്റർമിനന്റ് a⁻n എന്ന് പറയുന്നതും ഡിറ്റർമിനന്റ് a⁻n എന്ന് പറയുന്നതും സെയിം ആണ്. ഡിറ്റർമിനന്റ് a⁻n എന്ന് പറയുന്നതും ഡിറ്റർമിനന്റ് a⁻n എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഇവിടെ ഡിറ്റർമിനന്റ് എയുടെ സ്ക്വയർ ആണ് ആക്ച്വലി 64 വരിക. ഡിറ്റർമിനന്റ് എന്താണ്? x² - 8 ഈക്വൽ ടു ഈ സ്ക്വയർ എപ്പോഴും എടുക്കാം, √64. x² - 8 is equal to 8. x² equal to 16. x is equal to, കാരണം ഇവിടെ +8 എഴുതാനുള്ള കാരണം എന്താണ്? ലെഫ്റ്റിൽ ഓൾറെഡി ഒരു സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. x is equal to കാരണം അല്ല വേണ്ട, റൂട്ടിന്റെ ആൻസർ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. +or- വരാം എന്നുള്ള പോസിബിലിറ്റി നമുക്ക് എടുക്കാം. ആദ്യമേ +8ന്റെ കേസ് എടുക്കാം. രണ്ട് കേസും ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല ഈ കാര്യമായതുകൊണ്ട്. x² - 8 എടുത്ത് നോക്കാം. x² - 8 -8 എടുത്തു. -8 എടുത്ത് അത് x 0 ആയി പോകും. അപ്പൊ അതില്ല, ഓപ്ഷനിലില്ല. അപ്പൊ അടുത്തതായിരിക്കും x² - 8 ഈക്വൽ ടു 8. അപ്പൊ x² ഈക്വൽ ടു 8 + 8 16. x ഈക്വൽ ടു √16 +or- 4. ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ +or- 4 ആണ് ഉത്തരം വരിക. x is equal to √16 +or- 4. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. അതൊന്നും സമയം അധികം എടുക്കാതിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് 3a ഫോർ ദ ഫോളോയിങ് മെട്രിക്സ്. താഴെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഡിറ്റർമിനന്റ് 3aയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിറ്റർമിനന്റ് k എന്ന് പറയുന്നത് k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a ആണ് അല്ലെ. ഡിറ്റർമിനന്റ് k എന്ന് പറയുന്നത് എന്താണ്? k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് 3a എന്ന് പറഞ്ഞാൽ 3⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a. n എന്ന് പറയുന്ന ഓർഡർ ആണ്. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഓർഡർ 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a, 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a കണ്ടുപിടിച്ചിട്ട് അതിനെ 27 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരവായി. അല്ലാണ്ട് ഇതിനെ 3 കൊണ്ട് ഗുണിച്ചിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വെരി ഡിഫിക്കൽട്ട്. ഡിറ്റർമിനന്റ് a കണ്ടുപിടിക്കുക, അതാണ് എളുപ്പം. അതിനെ 27 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ ഡിറ്റർമിനന്റ് a എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് a എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3 5 15 -0 -7 ഇൻറ്റു റോയും കോളവും പോയി -5 +4 വരും +1 ഇൻറ്റു റോയും കോളവും പോയി 0
മൈനസ് മൈനസ് 6, അപ്പോൾ അത് പ്ലസ് 6 വരും. സോ I4 20 0 ശിഷ്ടം 2 4 2 6 മൈനസ് 5 പ്ലസ് 4 മൈനസ് 1 2 മൈനസ് ചേർന്ന് പ്ലസ് 7 പ്ലസ് 6 66 പ്ലസ് 7 73 അല്ലെ. 7 7 14 7 6 13. സോ 73 ഇൻറ്റു 27 എന്ന് നോക്കാം. 73 ഇൻറ്റു 27 20 നമുക്ക് ഡിറ്റർമിനന്റ് 3a എന്ന് പറയുമ്പോൾ 27 ഇൻറ്റു ഡിറ്റർമിനന്റ് a ആണ്. സോ 27 ഇൻറ്റു 73 21 ഒന്നിൽ അവസാനിക്കുന്ന ഉത്തരം ഓപ്ഷൻ 4. 81 ഒന്നിലാണ് അവസാനിക്കുന്നത്. പക്ഷെ 73 27 ഗുണിച്ച 81 ആണോടെ? സിമ്പിളായിട്ട് ആലോചിച്ചോടെ. ഒരു 4 അക്ക സംഖ്യയല്ലേ വരുന്നത്. 4 അക്ക സംഖ്യ. അപ്പം ഒബ്വിയസ്ലി 1971 ആവും ഉത്തരം വരിക. ഒന്ന് ഗുണിച്ച് നോക്കിയേക്കാം, എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. 27 ഗുണം 73 7 21 1 ശിഷ്ടം 2 6 2 8 7 49 9 ശിഷ്ടം 4 7 14 4 18. ഓക്കെ, 1 9 8 17 7 ശിഷ്ടം 1 8 1 9 1971 കറക്റ്റാണ്. സോ 1971 ഒരു ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. 22 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്തത്. ഇഷ്ടംപോലെ MCQs നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ചെയ്യും. അപ്പം പരമാവധി MCQ ചെയ്തിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോവുക. ഒരു രീതിയിൽ അതിനകത്തൊരു കോംപ്രമൈസ് ചെയ്യരുത്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ നമ്മൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. മാസ്റ്റർ കീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിന്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇക്വിലിബ്രിയം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, pH ഓഫ് എ ബ്ലഡ് ഈസ് ഡാഷ്. ബ്ലഡിന്റെ pH എന്താണ്? pH എന്ന് നമുക്കറിയാം. pH ഈസ് ദ നെഗറ്റീവ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ, ദാറ്റ് ഈസ് കോൾഡ് pH. ബ്ലഡിന്റെ pH, ബ്ലഡ് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം, ബ്ലഡ് ഇച്ചിരി സ്ലൈറ്റ്ലി ബേസിക് ആണ്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലൈറ്റ്ലി ബേസിക് ആണ്. സോ pH ഓഫ് എ ബ്ലഡ് ഈസ് 7.4. പഠിച്ചു വെച്ചേക്കുക. ബ്ലഡിന്റെ pH എന്താണ്? 7.4 ആണ്. ബ്ലഡ് ഇച്ചിരി സ്ലൈറ്റ്ലി ബേസിക് ആണ് ബ്ലഡ്. ഓക്കെ, അടുത്ത pH ഓഫ് എ സലൈവ. pH of a saliva slightly acidic ആണ്. So pH of a saliva is 6.4 ആണ്. pH of a saliva is 6.4 ആണ്. അടുത്ത, according to Lewis concept an acid is dash. എന്ത് ലൂയിസ് കൺസെപ്റ്റ്? നമ്മൾ ആസിഡ് ബേസ് കൺസെപ്റ്റ് പഠിപ്പിച്ചാണ്. ആസിഡ് ബേസ് കൺസെപ്റ്റ് 3 കൺസെപ്റ്റ് ഉണ്ട്. അറീനിയസ് കൺസെപ്റ്റ്, ലൗറി ബ്രൗസർ കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ലൂയിസ് കൺസെപ്റ്റ് എന്താണ് ആസിഡ്? According to Lewis concept, acids are electron pair acceptors. Bases are electron pair donors. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ്, ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നവർ ലൂയിസ് ബേസും ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവർ ആരാണ്? ലൂയിസ് ആസിഡുമാണ്. നമ്മൾ ആരാ വെച്ചേക്കുന്നത്? ലൂയിസ് കൺസെപ്റ്റ് വെച്ച് ആസിഡ് ആരാണ്? ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ്. അങ്ങനെ സാധനം ഉണ്ടോ? പ്രോട്ടോൺ ഡോണേഴ്സ് അല്ല. അടുത്ത, ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് അല്ല. പ്രോട്ടോൺ അക്സെപ്റ്റർ അല്ല. ദാറ്റ് ഈസ് ആൻസർ സി, ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ്. അക്കോർഡിംഗ് ടു ലൂയിസ് കൺസെപ്റ്റ് ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ്. ഓക്കെ, അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ constitute a buffer. ഈ തന്നിരിക്കുന്നത് ആരാണ് ബഫർ? ബഫർ എന്താണ്? ബഫർ ഞാൻ പറഞ്ഞു, നമ്മൾ അവിടെ നമ്മളെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് പറഞ്ഞതാണ്. എന്താണ്? സൊല്യൂഷൻ വിച്ച് solution which resist change in pH while adding a small amount of acid and small amount of base. നമ്മുടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനകത്തോടെ നമ്മൾ ഇച്ചിരി ആസിഡോ ഇച്ചിരി ബേസോ ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷന്റെ
pH മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻ ആണെന്ത് ബഫർ സൊല്യൂഷൻ. രണ്ടെണ്ണം ഉണ്ട്, അസിഡിക് ബഫറും ബേസിക് ബഫറും. എന്തോ അസിഡിക് ബഫർ? അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. ബേസിക് ബഫർ ആണെങ്കിലോ വീക്ക് ബേസ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ആസിഡ്. അപ്പൊ രണ്ടുതരം ബഫർ ഉണ്ട്, അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. അസിഡിക് ബഫർ എന്താ? അസിഡിക് ബഫർ ആണ്, അസിഡിക്. സോ ആസിഡ് ആണ് വീക്ക്. വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. അങ്ങനെയുള്ള ആരിലും ഇതിനകത്തുണ്ടോ? വീക്ക് രണ്ടുതരം ബഫർ ആണ് നമുക്കറിയാം, അസിഡിക് ബഫറും ബേസിക് ബഫർ. രണ്ട് ഏത് വേണം തരാം. അപ്പൊ ഏതാ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ആദ്യം ആണ് നോക്കുക, അസിഡിക് ബഫർ ഉണ്ടെന്ന് നോക്കുക. എന്തോ അസിഡിക് ബഫർ? വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. ഇവിടെ വീക്ക് ആസിഡ് എവിടെയെങ്കിലും ഉണ്ടോ? താണ്ടേ ഇത് HCl ആസിഡ് ആണല്ലോ. വീക്ക് ആസിഡ് ആണോ? അല്ല, സ്ട്രോങ് ആസിഡ് ആ. സോ ഇതല്ല. HNO3 വീക്ക് ആസിഡ് ആണ്. ആൻഡ് NH4NO3 നമുക്കറിയാം വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ് ആണ്, സ്ട്രോങ് ബേസ്. ഈ NH4NO3 എന്ന് വെച്ചാൽ സ്ട്രോങ് ബേസ് ഉള്ള സാൾട്ട് ആണോ? NH4NO3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സാൾട്ട്, അതിന്റെ സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. ആ സാൾട്ടിനകത്ത് ആര് വേണം? സ്ട്രോങ് ബേസ് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് NH4NO3 ഉണ്ടാവുന്നത്? ദാറ്റ് ഈസ് NH4OH plus HNO3. NH4OH plus HNO3. That is NH4NO3. ഇത് H2 ആയിട്ട് പോത്തേ ഉള്ളൂ. ഈ NH4 എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക് ബേസ്, വീക്ക് ബേസ് ആണ്. സോ ഇവിടെ എന്തില്ല? സ്ട്രോങ് ബേസ് ഉണ്ടോ? വീക്ക് ആസിഡ് ആൻഡ് സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. NH4 സ്ട്രോങ് ബേസിന്റെ കണ്ടന്റ് അല്ല. സോ ഇത് ആൻസർ അല്ല. ഇനി അടുത്ത NaOH അതെന്തുവാ? അത് വീക്ക് ബേസും സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും. തെറ്റാണ്. പിന്നെ ഇതായിരിക്കും ഉത്തരം. എന്താണ്? HNO2 ആൻഡ് NaNO2. ശരിയല്ലേ? HNO2 എന്താണ്? വീക്ക് ആസിഡ്. HNO3 എനിക്ക് മിസ്റ്റേക്ക് പറ്റില്ല. HNO3 എന്താണ്? HNO3 സ്ട്രോങ് ആസിഡ് ആണ്. സോ ഓൾറെഡി തെറ്റാണ്. ഞാൻ HNO2 എന്ന് പറഞ്ഞ കേട്ടോ പറഞ്ഞ്. HNO3 ആണെങ്കിൽ അത് സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. HNO2 എന്താണ്? HNO2 വീക്ക് ആസിഡ് ആണ്, വീക്ക് ആസിഡ്. NaNO2 എന്തുവാ? That is NaOH plus HNO2. NaOH plus HNO2. സോ ഇവിടെ എന്തുണ്ട്? Na എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ബേസിന്റെ ഭാഗമല്ലേ? സോ വീക്ക് ആസിഡ് ആൻഡ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. ആൻസർ ഈസ് HNO2 ആൻഡ് NaNO2. അത് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് അസിഡിക് ബഫർ ആണ്. ബേസിക് ബഫർ ആണെങ്കിൽ എങ്ങനെ നോക്കിയാൽ മതി? വീക്ക് ബേസ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ആസിഡ്. അങ്ങനെ നോക്കിയാൽ മതി. അതിന് എക്സാമ്പിൾ ആണ് NH4OH plus NH4Cl. NH4OH plus NH4Cl. It is an example for basic buffer. A base according to Lowry-Bronsted concept is a substance which can എന്താണ്? ലോറി-ബ്രോൺസ്റ്റഡ് അല്ലെങ്കിൽ ബ്രോൺസ്റ്റഡ്-ലൗറി കൺസെപ്റ്റ് പ്രകാരം എന്താണ് ബേസ്? എന്താണ് ബ്രോൺസ്റ്റഡ്-ലൗറി കൺസെപ്റ്റ് അല്ലെങ്കിൽ ലൗറി-ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് എന്താണ്? അക്കോർഡിംഗ് ടു ലൗറി-ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്, ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ്, ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റർ. നമുക്ക് ആരാ വെച്ചേക്കുന്നേ? സബ്സ്റ്റൻസ് വിച്ച് ബേസ്. നമുക്കറിയാം ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ്, ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റർ. അങ്ങനെ സാധനം ഉണ്ട് ഇവിടെ. ലൂസ് പെയർ ഓഫ് ഇലക്ട്രോൺ തെറ്റാണ്. അടുത്ത ഡൊണേറ്റ് പ്രോട്ടോൺ തെറ്റാണ്. അടുത്ത ഗെയിൻ എ പെയർ ഓഫ് ഇലക്ട്രോൺ തെറ്റാണ്. അടുത്ത അക്സെപ്റ്റ് പ്രോട്ടോൺ. ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റർ. ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ്, ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റർ. ഡി ആണ് ആൻസർ. അടുത്ത when NH4Cl is added to NH4OH, the dissociation of ammonia hydroxide is reduced due to dash. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് കോമൺ അയോൺ എഫക്റ്റ്. പഠിപ്പിച്ചാണ് കോമൺ അയോൺ എഫക്റ്റ്. എന്താണ് കോമൺ അയോൺ എഫക്റ്റ്? The suppression of dissociation of weak electrolyte while adding a strong electrolyte contain its or ion common ion. നോക്കി നിങ്ങൾ NH4Cl ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് അല്ലേ?
അതിനകത്ത് ആരെ ആഡ് ചെയ്യുന്ന പറഞ്ഞേ NH4OH സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇറ്റ് ഈസ് എ ഡിസോസിയേഷൻ ഓഫ് സപ്രഷൻ ഓർ ഡിസോസിയേഷൻ ഓഫ് എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് വൈൽ ആഡിങ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റ് അതിൽ ആരെ ആഡ് ചെയ്യുക? സോറി NH4OH എന്ന് പറഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അതിനകത്ത് ആരെ ആഡ് ചെയ്യുന്നു? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയ NH4Cl. തിരിഞ്ഞു പോയി ഞാൻ പറഞ്ഞത് NH4OH ആണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അതിനകത്ത് ആരെ ആഡ് ചെയ്യുക? NH4Cl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നു. ഇതെന്ത് കൺസെപ്റ്റ് ആണ്? ദാറ്റ് ഈസ് കോമൺ അയോൺ എഫക്റ്റ്. Suppression or dissociation of weak electrolyte while adding a strong electrolyte contain its or ion common ion. That is either strong electrolyte, sorry, either weak electrolyte another R add ചെയ്യുക, strong electrolyte add ചെയ്യുന്നു. That is common ion effect. Which of the following is the weakest base? ഈ ചുവടെ തന്നിരിക്കുന്ന weakest base ആണ്. NaOH നമുക്കറിയാം സ്ട്രോങ് ബേസ് ആണ്, KOH സ്ട്രോങ് ബേസ് ആണ്, CaOH സ്ട്രോങ് ബേസ് ആണ്. പിന്നെ ആരാണ്? NH4. നേരത്തെ ഞാൻ കാണിച്ചാണ് NH4OH ആണെന്ത് വീക്ക് ബേസ്. NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസ് ആണ്. ഇത് ബാക്കി മൂന്നും സ്ട്രോങ് ബേസ് ആണ്. അടുത്ത വാട്ട് ഈസ് ദ pH ഓഫ് എ ലെമൺ ജ്യൂസ്? ലെമൺ എന്ന് പറഞ്ഞാൽ ആസിഡിക് ആണ്. ലെമൺ ജ്യൂസ് ഞാനൊരു ഇതിന്റെ ഈ PDF-ന്റെ അവസാനം ഒരു pH-ന്റെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. pH നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ലെമൺ ജ്യൂസിന്റെ pH 2.5 ആണ്. 2.5 ആണ് ലെമൺ ജ്യൂസിന്റെ pH. നിങ്ങൾ ഞാൻ ഇതിന് ഏറ്റവും അവസാനം ഒരു pH സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്കെയിലിൽ ഓരോരുത്തരുടെ pH ഉണ്ട്. നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, pH ഓഫ് എ ലെമൺ ജ്യൂസ് ഈസ് 2.5. An acid is a substance which dash. അങ്ങനെ ഇന്ന കൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല. 3 കൺസെപ്റ്റും വരാം. ലൂയിസ് കൺസെപ്റ്റ് വരാം, അതുപോലെ ലോറി ബ്രോഡ്സർ കൺസെപ്റ്റ് വരാം, അറീനിയസ് കൺസെപ്റ്റ് വരാം. ഏത് കൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല. ആസിഡ് എന്തോന്ന് വെച്ചേക്കുന്നത്. ഇതിൽ ഏതായിരിക്കും ആസിഡുമായിട്ട് ബന്ധപ്പെട്ടത്? ഒന്നാമത് ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ, അത് ആസിഡ് ആണ്. ലോറി ബ്രോഡ്സർ കൺസെപ്റ്റ് ആണ്. അക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ പെയർ, അതും ആസിഡ് ആണ്. എന്ത് വെച്ചാൽ അത് ലൂയിസ് കൺസെപ്റ്റ് ആണ്. ഗീവ് H+ ഇൻ വാട്ടർ, അതും എന്താണ്? H+നെ മേടിക്കുന്നത് എന്താണ്? ആസിഡ് ആണ്. സോ ഇത് 3 ആസിഡിന്റെ ആണ്. സോ ആൻസർ ഈസ് ആൾ ഓഫ് ദീസ്. ഇത് 3 ആസിഡിന്റെ ആണ്, ആൾ ഓഫ് ദീസ്. Which of the following contains citric acid? നിങ്ങൾക്ക് അറിയാം സിട്രിക് ആസിഡ് ഉള്ള ആൾ ആരാണ്? നാരങ്ങ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമാണ്. ദാറ്റ് ഈസ് ഓറഞ്ച്. ടൊമാറ്റോക്ക് അത് എന്താണ്? മാലിക് ആസിഡ് ആണ്. ടർമറിന്റെ ടാറ്റാറിക് ആസിഡ് ആണ്. മിൽക്ക് ആണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആണ്. സോ ഓറഞ്ച്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ഇക്വിലിബ്രിയം N2 എന്നാണ് കേട്ടോ. ഇത് N2 ഇങ്ങനെയായിരുന്നു. N2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് ഗീവ്സ് എന്നാണ് കേട്ടോ. ഗീവ്സ് 2NO ഗ്യാസ്. ഇത് എന്ത് ഇക്വിലിബ്രിയം ആണ്? ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് നമുക്കറിയാം. തന്നിരിക്കുന്ന എല്ലാവരും ഗ്യാസ് ആണ്. എല്ലാവരും ഗ്യാസ് മീൻസ് എല്ലാവരും റിയാക്റ്റന്റും പ്രോഡക്റ്റും എല്ലാവരും എന്താണ്? സെയിം ഫേസ് ആണ്. സെയിം ഫേസ് ആണ്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹോമോജീനിയസ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഹെട്രോജീനിയസ് ആണോ? നെയ്തർ ഹോമോജീനിയസ് അല്ല, ബോത്തും അല്ല. ദാറ്റ് ഈസ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. സിമ്പിൾ ആണ്. റിയാക്റ്റന്റും പ്രോഡക്റ്റും സെയിം ഫേസ് ആണ്. ഹോമോജീനിയസ് ഡിഫറെന്റ് ഫേസ് ആണ് ഹെട്രോജീനിയസ്. ഹെട്രോജീനിയസിന് എക്സാമ്പിൾ ആണോ? ഹെട്രോജീനിയസ് എക്സാമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ CaCO3 gives CaO plus CO2. കണ്ടോ? ഇത് സോളിഡ് CaCO3 കാൽസ്യം കാർബണേറ്റ്. നമുക്കറിയാം വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മാർബിൾ, അതുപോലെ തന്നെ നമ്മുടെ കക്കയുടെ തോട് കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം ഓക്സൈഡ് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ കുമ്മായം, അതും സോളിഡ് ആണ്. ഇത് ഗ്യാസ് ആണ്. So solid gas. So it is an example for heterogeneous equilibrium. Okay, which is not Lewis acid. Lewis acid അല്ലാത്ത ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇക്വിലിബ്രിയം പഠിപ്പിച്ചപ്പോൾ കുറച്ച് ലൂയിസ് ആസിഡും ലൂയിസ് ബേസിന് എക്സാമ്പിൾ പഠിപ്പിച്ച് ഞാൻ അന്ന് പറഞ്ഞാണ്. ലൂയിസ് ആസിഡും ലൂയിസ് ബേസിന് എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ലൂയിസ് ആസിഡ് ആരൊക്കെയാണ്? BF3 ലൂയിസ് ആസിഡ് ആണ്. BeCl ലൂയിസ് ആസിഡ് ആണ്. MgCl ലൂയിസ് ആസിഡ് ആണ്. AgCl is not a ലൂയിസ് ആസിഡ്. ലൂയിസ് ആസിഡ് ലൂയിസ് ബേസിന് എക്സാമ്പിൾ പഠിച്ചിരിക്കണം. അടുത്ത ലേഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ ടു. ലേഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ അറിയാമല്ലോ. എന്തോ ലേഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ? ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സിസ്റ്റത്തിനകത്തോട്ട് ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ സിസ്റ്റം എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചേഞ്ച് കൊണ്ടുവരുന്നോ ആ ചേഞ്ചിനെ റീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഈ ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ ടു എന്തിനൊക്കെയാണ് ആപ്ലിക്കബിൾ എന്ന്?
only homogeneous chemical reversible reaction, homogeneous reaction മാത്രമേ equilibrium ലേശാല്യ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അല്ല, അയാൾക്ക് മാത്രമല്ല ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അടുത്ത only heterogeneous, only heterogeneous അല്ല. only physical equilibrium, physical equilibrium മാത്രമല്ല chemical equilibrium ഉണ്ട്. സോ ഇത് മൂന്നും തെറ്റാണ്. all systems chemical or physical equilibrium ലേശാല്യ പ്രിൻസിപ്പിൾ is applicable. So final answer D ആണ് ആൻസർ. Which of the following is Lewis base? എന്താ ലൂയിസ് ബേസ് നിങ്ങൾക്ക് അറിയാലോ? ഇലക്ട്രോൺ ഡോണർ ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി മക്കളെ, ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആയിരിക്കും, ഇലക്ട്രോൺ ഇല്ലാത്തവരായിരിക്കും. കൂടുതലും പോസിറ്റീവ് ചാർജസ് ഉള്ളവരെല്ലാം ലൂയിസ് ആസിഡ്സ് ആണ്, കാറ്റയോൺസ് എല്ലാം ലൂയിസ് ആസിഡ്സ് ആണ് പൊതുവെ. അതുപോലെ ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്, ഇലക്ട്രോൺസ് ഉള്ളവർ, ആനയോൺസ് പൊതുവെ ലൂയിസ് ബേസ് ആണ്. അതുപോലെ തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരും ലൂയിസ് ബേസ് ആണ്. ഇവിടെ ആർക്ക് ലോൺ പെയർ ഉണ്ടെങ്കിൽ കൊടുത്തതിന് അത് ഉണ്ട്. അതാണ്ട് AlCl3 ലൂയിസ് ആസിഡ് ആണ്. ആണ്ട് NH3 ദാറ്റ് ഈസ് NH3, ഇതാണ്ട് ഇത് NH3. നിങ്ങൾക്ക് അറിയായിരിക്കും, പടമൊക്കെ അറിയായിരിക്കും. NH3 എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. സോ NH3 is a Lewis base or H2O Lewis base ആണ്. At equilibrium Kc is dash greater than reaction quotient. Reaction quotient is called QC. Greater than QC ആണോ? ഇക്വിലിബ്രിയത്തിൽ Kcയും QCയും അങ്ങനെയാണോ? അല്ല, ഇങ്ങനെ പഠിച്ചാൽ മതി. Kc greater than QC, Kc less than QC, Kc is equal to QC. Kc greater than QC ആണെങ്കിൽ that is forward reaction ആയിരിക്കും. Kc less than QC ആണെങ്കിൽ backward reaction ആയിരിക്കും. Kc is equal to QC ആണെങ്കിൽ that is equilibrium. So ഇവിടെ Kc is equal to QC ഉണ്ടോ? ഉണ്ട്. എന്താ? ഗ്രേറ്റർ ദാൻ റിയാക്ഷൻ ആണ്. ഗ്രേറ്റർ ദാൻ ആണെന്നെങ്കിൽ ദാറ്റ് ഈസ് ഫോർവേഡ് ആണ്. ഈക്വൽ ടു റിയാക്ഷൻ കോഷ്യന്റ് ആണ് QC. ഈക്വൽ ടു, സോ ദാറ്റ് ഈസ് Kc is equal to QC ആണ് ഇക്വിലിബ്രിയം. സോ ആൻസർ ഈസ് ബി ആണ്. ലെസ് ദാൻ ആണെങ്കിൽ അല്ല, ഇൻഡിപെൻഡന്റ് ഓഫ് റിയാക്ഷൻ കോഷ്യന്റ് ആണെങ്കിലും അല്ല. Which of the following option is an example of salt given as aqueous solution of pH is less than 7? pH 7 താഴെയുള്ള സാൾട്ട് ഏതാണ്? ഓക്കെ, അപ്പോൾ അത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡിഫിക്കൽട്ട് ഒന്നും അല്ല, നിങ്ങൾക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ pH സ്കെയിൽ തരാം. ആ സ്കെയിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാനത് പറയാം. ഇപ്പൊ സോഡിയം കാർബണേറ്റ് ആണ്, അതിന്റെ pH 10:11 ആണ്. അതല്ല. അടുത്ത സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ NaCl pH നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അത് 7 ആണ്. സോഡിയം ബൈകാർബണേറ്റിന്റെ pH 8.6 ആണ്, അല്ലെ 8.5 ആണ്. 8.5 8.6 ആണ്. അമോണിയം ക്ലോറൈഡിന്റെ pH ആണ് 4 to 6 ആണെന്ന് അമോണിയം ക്ലോറൈഡിന്റെ pH. സോ ആൻസർ ഈസ് ലെസ് ദാൻ 7 ആണ്. സോ അമോണിയം ക്ലോറൈഡ് 4 to 6 ആണ് അമോണിയം ക്ലോറൈഡിന്റെ pH. ഞാൻ പറഞ്ഞ pH സ്കെയിൽ ഞാൻ തരാം, നിങ്ങളത് പഠിച്ചാൽ മതി. പിന്നെ അമീൻ ബിഹേവാസ്, അമീൻ ആണെന്നറിയോ? അമീൻ NH3 സോറി RNH2 ദാറ്റ് ഈസ് അമീൻ. അത് പ്രൈമറി അമീൻ ആണ്. എന്റെ പ്രത്യേകത എന്താ? ഈ അമീനകത്ത് ആരുണ്ട്? നൈട്രജൻ ഉണ്ട്. നൈട്രജന്റെ ആരുണ്ട്? ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ ഉണ്ടെങ്കിൽ അയാൾ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കുമല്ലോ. ഇലക്ട്രോൺ റിച്ച് ആണ് അയാൾ ആരായിരിക്കും? അയാൾ ലൂയിസ് ബേസ് ആയിരിക്കും. അമീൻ ബിഹേവാസ് ലൂയിസ് ബേസ്. ലൂയിസ് ആസിഡ് അല്ല, പ്രോട്ടിക് ആസിഡ് അല്ല, ന്യൂട്രൽ കോമ്പൗണ്ട് അല്ല. If the initial concentration of reactant in a reaction increases, then the equilibrium constant is dash. എന്താണ്? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എങ്ങനെ ബാധിക്കും? നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ്. റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ കൂടിയാലും കുറഞ്ഞാലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എപ്പോഴും എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് ആയിരിക്കും. റിമൈൻസ് കോൺസ്റ്റന്റ്. ഇൻക്രീസ് ആവത്തില്ല, ഡിക്രീസ് ആവത്തില്ല. ഇതും മേ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ് ആവത്തില്ല. ആൻസർ ഈസ് റിമൈൻസ് കോൺസ്റ്റന്റ്.
Value of equilibrium constant is independent of initial concentration of reactant and product ആണ്. അതുപോലെ value of equilibrium constant is depends on temperature. Temperature അനുസരിച്ച് equilibrium constant മാറും. അതുപോലെ വേറൊരെണ്ണം പറഞ്ഞതാണ് എന്താണ് backward reaction equilibrium constant, forward reaction equilibrium constant reciprocal ആയിരിക്കും. അതുപോലെ തന്നെ A is equal to B എന്ന reaction equilibrium constant K ആണെങ്കിൽ NA is equal to NB എന്ന reaction equilibrium constant K raised to N ആയിരിക്കും. ഇതൊക്കെ equilibrium constantന്റെ ക്യാരക്ടറിസ്റ്റിക്സുകളാണ്. Okay, pH plus pOH is dash. pH plus pOH is 14. pH plus pOH is 14. അറിയായിരിക്കും റിലേഷൻ ബിറ്റ്വീൻ pH ആൻഡ് pOH ആണ്. pH plus pOH is 14. നിങ്ങൾക്ക് pH അറിയാം, pOH കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 14 മൈനസ് pOH ചെയ്താൽ മതി, pH കിട്ടും. ഡാഷ് പ്ലസ് എച്ച് പ്ലസ് ഗീസ് മക്കളെ കോൺജുഗേറ്റ് ബേസ് അല്ല, ദാറ്റ് ഈസ് കോൺജുഗേറ്റ് ആസിഡ് ആണ് കേട്ടോ. അത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഡാഷ് പ്ലസ് എച്ച് പ്ലസ് ഗീസ് കോൺജുഗേറ്റ് ആസിഡ്. എന്ത് ഉത്തരം? ഇത് തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഡാഷ് പ്ലസ് എച്ച് പ്ലസ് ഗീസ് കോൺജുഗേറ്റ് ആസിഡ്, ദാറ്റ് ഈസ് ബേസ് പ്ലസ് എച്ച് പ്ലസ് ഗീസ് കോൺജുഗേറ്റ് ആസിഡ്. നിങ്ങൾക്ക് ഡൗട്ട് കാണും, ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഇത് എന്ത് കൺസെപ്റ്റ് ആണെന്നറിയോ? ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് NH3 പ്ലസ് H2O ഈസ് NH4 പ്ലസ് NH4 പ്ലസ് പ്ലസ് OH മൈനസ്. സിമ്പിൾ ആണ്, നമുക്കറിയാം. അക്കോർഡിംഗ് ടു ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ്, ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. പ്രോട്ടോണിനെ കൊടുക്കുന്നവരാണ് ആസിഡ്, പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് എന്ത്? ബേസ്. നിങ്ങൾ നോക്കി, H2O എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരൊക്കെയാണ്? H പ്ലസും OH മൈനസും ആണ് H2O അല്ലെ? H പ്ലസ് OH മൈനസും. ഈ H2O ഒരു H പ്ലസിനെ ഡൊണേറ്റ് ചെയ്തല്ലേ OH മൈനസ് ആയത്? ഈ H2O ഒരു H പ്ലസിനെ ഡൊണേറ്റ് ചെയ്തല്ലേ OH മൈനസ് ആയത്? സോ ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ്. സോ പ്രോട്ടോൺ ഡോണർ, സോ H2 ആരാണ്? അക്കോർഡിംഗ് ടു ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ആസിഡ് ആണ്. NH3 ഒരു H പ്ലസിനെ മേടിച്ചല്ലേ NH4 പ്ലസ് ആയത്? NH3 ഒരു H പ്ലസിനെ മേടിച്ചല്ലേ NH4 പ്ലസ് ആയത്? ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റർ. ഇയാൾ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. സോ ഇയാൾ ആരാണ്? ബേസ്. ശരിയല്ലേ? ശരിയല്ലേ? ഇനി ആസിഡിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായ ആളാരാ? ആസിഡിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായ ആള് ദാണ്ടെ OH മൈനസ്. അയാളാണ് ദാറ്റ് ഈസ് കൊഞ്ച് ബേസ്. കൊഞ്ച് ബേസ്, കൊഞ്ചും ചെമ്മീനൊന്നുമല്ല. കൊഞ്ച് ബേസ് മീൻസ് കോൺജുഗേറ്റ് ബേസ്. എന്താണ്? ആസിഡിന്റെ ഓപ്പോസിറ്റ് ആളാരാണ്? OH മൈനസ്, ദാറ്റ് ഈസ് H2 ഓപ്പോസിറ്റ് OH മൈനസ്, ദാറ്റ് ഈസ് കോൺജുഗേറ്റ് ബേസ്. അതുപോലെ ബേസിന്റെ ഓപ്പോസിറ്റ് ആളാരാണ്? ബേസിന്റെ ഓപ്പോസിറ്റ് ആളാണ് കോൺജുഗേറ്റ് ആസിഡ്. കൊഞ്ചാസിഡ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, സിമ്പിൾ ആണ് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസ് ഐഡന്റിഫൈ ചെയ്യാൻ. ആസിഡ് അല്ലേ? ആസിഡീന്ന് ഒരു H പ്ലസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആളാണ് ആര്? കോൺജുഗേറ്റ് ബേസ്. നിങ്ങൾ നോക്കി, ആസിഡ് ആരാ? H2O. H2O എന്നൊരു H പ്ലസ് ഞാനും കുറച്ചു, എനിക്ക് ആരെ കിട്ടിയേ? OH മൈനസ്. അതാണെന്ത്? നമ്മുടെ കോൺജുഗേറ്റ് ബേസ്. ശരിയല്ലയോ? ആസിഡിന്ന് ഒരു H പ്ലസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആളാണ് ആര്? കോൺജുഗേറ്റ് ബേസ്. ആസിഡ് മൈനസ് H പ്ലസ് ആണെന്ത്? കോൺജുഗേറ്റ് ബേസ്. അതുപോലെ നിങ്ങൾ നോക്കിയേ, ബേസ് NH3. ബേസിന്റെ കൂടെ ആരെ കൂട്ടി? ഒരു H പ്ലസ് കൂട്ടി. അപ്പൊ നമുക്ക് ആരെ കിട്ടി? NH3 പ്ലസ് H പ്ലസ് NH4 പ്ലസ്. അതാരാ? കോൺജുഗേറ്റ് ആസിഡ്. ബേസിന്റെ കൂടെ H പ്ലസ് കൂട്ടുമ്പോൾ കിട്ടുന്ന ആളാണ് ആര്? കോൺജുഗേറ്റ് ആസിഡ്. അതാണ് ബേസ് പ്ലസ് H പ്ലസ് ഗീസ് കോൺജുഗേറ്റ് ആസിഡ്. ബേസിന്റെ കൂടെ H പ്ലസ് കൂട്ടുമ്പോൾ കിട്ടുന്ന ആളാണ് ആര്? കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, എളുപ്പമാണ്. അതുപോലെ pH ഓഫ് എ വാട്ടർ ഈസ്, അത് നിങ്ങൾക്ക് അറിയാതിരിക്കും. പ്യുവർ വാട്ടറിന്റെ pH ദാറ്റ് ഈസ് 7 ആണ്. എന്താ പ്യുവർ വാട്ടറിന്റെ pH 7 ആയെന്നറിയോ? നിങ്ങൾക്ക് ഞാൻ അവിടെ നമ്മൾ ഇക്വിലിബ്രിയം പറഞ്ഞ തന്നെയാണ്. pH എന്ന് പറഞ്ഞാൽ എന്താ? pH ഈസ്
pH is negative log of concentration of H plus ion ആണ് pH. Okay, നമുക്കറിയാം in the case of pure water at 298 Kelvin concentration of H plus ion എന്ന് പറഞ്ഞാൽ 10⁻⁻7 ആണ്. Concentration of H plus ion in the case of pure water ആണ്. In the case of pure water at 298 Kelvin concentration of H plus ion എന്ന് പറഞ്ഞാൽ 10⁻⁷ ആണ്. ഇവിടെ ഇട്ടോടെ നമുക്ക് എന്ത് കിട്ടും? -log 10⁻⁷. ഇത് എന്തൊരു ഫോർമുല? ഇതെന്തൊരു ഫോർമുല? log a raised to x ഫോം അല്ലേ? സോ ദാറ്റ് ഈസ് x log a എന്നാണ്. x log a ദാറ്റ് ഈസ് മൈനസ് ഓൾറെഡി ഉണ്ട് -7 log 10 എന്ന് വരും. മൈനസും മൈനസും അടിച്ചു പോയി. ഉത്തരം 7 log 10. മക്കളെ log 10 വാല്യൂ 1 ആണ്. സോ 7 into 1 ആൻസർ ഈസ് 7. സോ pH of a water is ആൻസർ ഈസ് 7. ഇങ്ങനെയാണ് 7 വന്നത്. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞേ എന്താണ് പി എച്ചിന്റെ ഒരു സ്കെയിലാണ്. നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി. HCl ഒക്കെയാണ് ഏറ്റവും ആദ്യം വരുന്നത്. അതിനുശേഷമാണ് ലെമൺ ജ്യൂസ്. രണ്ടൊക്കെ ലെമൺ ജ്യൂസ് ആണ്. അതുപോലെ നിങ്ങൾ നോക്കി ബ്ലാക്ക് കോഫി, അതുപോലെ ബ്ലഡ്, സലൈവ, സീ വാട്ടർ, ബേക്കിംഗ് സോഡ, അതിൻ്റെ ഒക്കെ ഇവിടെ പി എച്ചിന്റെ അളവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പി എച്ചിന് കുറച്ച് പേരെ ഒന്ന് പി എച്ചിന്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എപ്പോഴും അതിന് ആസിഡ് എപ്പോഴും ഈ സ്ട്രോങ് ആസിഡ് എല്ലാം എന്തുമായിരിക്കും? ഈ അറ്റത്തായിരിക്കും. 1ഉം 2ഒക്കെ വരുന്ന എന്തുമായിരിക്കും? സ്ട്രോങ് ആസിഡ് ആയിരിക്കും. അതുപോലെ 14ഉം 13ഒക്കെ വരുന്ന എപ്പോഴും എന്തുമായിരിക്കും? സ്ട്രോങ് ബേസ് ആയിരിക്കും. അത് നോക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട MCQ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽസ് ദാറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സയന്റിസ്റ്റ് അറ്റ് ദ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മൾ CDRI എന്ന് പറയും, ഇൻ ലക്നൗ. അപ്പൊ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു ഫീമെയിൽ ഓറൽ കോൺട്രാസെപ്റ്റീവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? CDRIയിലാണ്. CDRI മീൻസ് എന്താണ്? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? CDRI എന്ന് പറയുന്നത്. ഓക്കെ, ആ CDRIയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവിന്റെ ഫീമെയിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്. ഓക്കെ, കോൺട്രാസെപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭനിരോധന മാർഗങ്ങളാണ്. ഓറൽ കോൺട്രാസെപ്റ്റീവ് മീൻസ് എന്താണ്? നമ്മൾ ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്യണം, ത്രൂ മൗത്തിലൂടെ നമ്മൾ ഇൻടേക്ക് ചെയ്ത് അവിടെ എടുക്കുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. സഹേലി, സഹേരി, സഹേദി, നൺ ഓഫ് ദ എബോ. ഓക്കെ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? സഹേലിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓറൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഇത്? വൺസ് എ വീക്ക് ഇല്ല. ഇതൊരു ഓറൽ കോൺട്രാസെപ്റ്റീവ്, ഒരു ഗർഭനിരോധന മാർഗത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഗുളികയാണ്. പക്ഷെ ഇതെന്താണ്? വൺസ് എ വീക്ക് ഇല്ല. നമ്മൾ തുടർച്ചയായിട്ട് 21 ദിവസം കഴിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇത് ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി. ഇപ്പം 21 ഗുളിക കഴിക്കുന്നതിന് പകരം 3 ഗുളികയിൽ ഇത് എന്ത് ചെയ്യാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വിത്ത് ഫ്യൂ സൈഡ് എഫക്ട്സ് ഉള്ളി. സൈഡ് എഫക്ട് വളരെ കുറവാണ് ഇതിന് വരുന്നത്, സഹേലിക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് പറയാം. എന്താ നമ്മുടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആൻസർ. ഓപ്ഷൻ എന്താണ്? സഹേലിയാണ്. ഓക്കെ, then second question, name the surgical method in which a small part of the vas deferens is removed or tied up through a small incision on the scrotum. അപ്പൊ സർജിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഓടി വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് സർജിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ? അതിനകത്ത് വാസക്ടമിയും വരും, അതേപോലെ തന്നെ എന്തും വരുന്നുണ്ട്? ട്യൂബക്ടമിയും വരുന്നുണ്ട്. ഓക്കെ, വാസക്ടമി ഉണ്ട്, ട്യൂബക്ടമി ഉണ്ട്. ഫലോപ്പിയൻ ട്യൂബ് ഒക്കെയാ പറയുന്നെങ്കിൽ നമുക്ക് ഉടനെ പറയാം അതെന്താ? ഫീമെയിൽസിലെ സർജിക്കൽ മെത്തേഡാണ്. അപ്പൊ എന്ത് ചെയ്യണം? ട്യൂബക്ടമി എന്ന് പറയാം. മെയിൽസിലാണെങ്കിൽ വാസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പൊ എന്താണ്? വാസക്ടമിയാണ്. നമ്മൾ ട്യൂബക്ടമിയും പഠിച്ചിട്ടുണ്ട്, വാസക്ടമിയും പഠിച്ചിട്ടുണ്ട്. ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻ വിച്ച് സ്മാൾ പാർട്ട് ഓഫ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് ശരിക്കും എന്ത് വരുന്നത്? വാസ് ഡിഫറൻസ് വരുന്നത്. സ്ക്രോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആ സഞ്ചിയാണ്. ആ സഞ്ചിക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യും? വാസ് ഡിഫറൻസ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന, അത് കട്ട് ചെയ്ത് ടൈ ചെയ്ത് ഇടുന്ന രീതി. ഓക്കെ, അത് വാസക്ടമിയാണ് വരുന്നത്. അപ്പൊ ഇവിടെ പടത്തിന്റെ ഡയഗ്രത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വാസ് ഡിഫറൻസ് ഫസ്റ്റ് വൺ കട്ട് ചെയ്യുന്നു, സെക്കൻഡ് വൺ ടൈ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു സർജിക്കൽ മെത്തേഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വാസക്ടമി എന്ന് പറയും. അപ്പൊ ഇതേ സമയത്ത്
വാസക്ടമിയാണ് നമ്മുടെ ആൻസർ. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ട്യൂബക്ടമി ഓർത്ത് വെച്ചേക്കണം. ഫീമെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ട്യൂബക്ടമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ആൻ ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോ വരിയും ശ്രദ്ധിക്കണം. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരു ഡോണറിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഓവം കളക്ട് ചെയ്തിട്ടുണ്ട്. into the fallopian tube of the another female who cannot produce one. Okay, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോണറിനെ ഡിപ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉത്പാദിപ്പിക്കുവാനുള്ള എബിലിറ്റി ഇല്ല, കാപ്പബിലിറ്റി ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഓവം ഉത്പാദിപ്പിക്കാൻ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. അപ്പൊ നമ്മളൊരു ഡോണറിന്റെ സഹായം എന്ത് ചെയ്യും, തേടും. അവരുടെ ഓവം കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഓവം ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബിനകത്തേക്ക് എന്തോ ചെയ്യും, ഇത് ഓവത്തെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ബട്ട് ക്യാൻ പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ ഫെർട്ടിലൈസേഷൻ. പക്ഷെ സ്ത്രീക്ക് ഓവം ഉത്പാദിപ്പിക്കാനുള്ള കഴിവില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാം. എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് പ്രഗ്നൻസി അല്ലെങ്കിൽ ഗസ്റ്റേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യും, ഈ പറഞ്ഞ കണക്ക് സ്പേം ഓവം കൂടെ കണ്ടുമുട്ടുന്നു, ബാക്കി അങ്ങോട്ടുള്ള ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എല്ലാം നടക്കും. പക്ഷെ എന്ത് ചെയ്യും, ഈ ഓവം പറ്റുന്നില്ല. അപ്പൊ നമ്മൾ വേറൊരു സ്ത്രീയിൽ നിന്ന് ഓവം കളക്ട് ചെയ്ത് ഈ സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക് ഇട്ടു കൊടുക്കും. ബാക്കി അങ്ങോട്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രോസസ്സുകളെല്ലാം നന്നായിട്ട് നടക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡെവലപ്മെന്റിനെ നമ്മൾ എന്ത് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് പേര് വിളിക്കും നമ്മൾ? ആ ഡെവലപ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഗിഫ്റ്റ് എന്ന് വിളിക്കും. എന്ത് പേര് വിളിക്കും നമ്മൾ? ഗിഫ്റ്റ്. ഓക്കെ, എന്താണ് ഗിഫ്റ്റിന്റെ ഫുൾ ഫോം വരുന്നത്? ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഉത്തരം അതിനകത്ത് ഇരിപ്പുണ്ട്. ഗ്യാമേറ്റിനെ എന്തോ ചെയ്യും, ഫലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് ആൻ ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ. ഡോണറിന്റെ ഓവം കളക്ട് ചെയ്യും ഇൻ ടു ദ ഫലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ. വേറൊരു സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക് അത് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം but cannot provide suitable environmental for fertilization and further development. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യും, ഈ ഓവം ഉത്പാദിപ്പിക്കത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള തുടർച്ചയായിട്ടുള്ള പ്രോസസ്സുകൾ, ഇംപ്ലാന്റേഷനും പിന്നീട് അങ്ങോട്ടുള്ള ഗസ്റ്റേഷനും എല്ലാം കൃത്യമായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് എന്താണ്? സ്വിഫ്റ്റ്, ഗിഫ്റ്റ്, ICSI, ഓൾ ദ എബോവ്. നമുക്കറിയാം ഓപ്ഷൻ ബി ഗിഫ്റ്റ് ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ഇത് പഠിച്ചു വെച്ചേക്കുന്നത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡാണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് സ്പേം ഈസ് ഡയറക്ട്ലി ഇൻജെക്റ്റഡ് ഇൻ ടു ദ ഓവം ടു ഫോം ദ സൈഗോട്ട് ഇൻ ദ ലബോറട്ടറി. ഇത് നമ്മുടെ ഓവമാണ്. ഓക്കെ, ഓവത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സ്ഥലത്തെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഈ സൈറ്റോപ്ലാസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, സ്പേമിനെ എന്ത് ചെയ്യുകയാണ്, ഡയറക്റ്റ് ഇൻജെക്ട് ചെയ്ത് അങ്ങ് വിടും. ഓക്കെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡയഗ്രാം കണ്ടപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്, ഓവം എടുക്കുമ്പോൾ ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് നമ്മൾ സ്പേമിനെ എന്ത് ചെയ്യും, ഡയറക്റ്റ് അങ്ങ് ഇൻജെക്ട് ചെയ്ത് എന്ത് ചെയ്യുകയാണ്, വിടുകയാണ്. അങ്ങനെ ഡയറക്റ്റ് ഇൻജെക്ട് ചെയ്ത് വിടുന്ന ആ ഒരു ടെക്നിക്ക് ഉണ്ട്. അതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സ്വിഫ്റ്റ്, ഗിഫ്റ്റ്, ICSI, ഓൾ ദ എബോവ്. ഓക്കെ, നമുക്ക് ആൻസർ എന്ത് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ഏതാണ് ICSI അഥവാ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ക്ലിയർ കട്ടാണ്. എന്താണ്, ഈ പറയുന്ന ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ലാബ് കണ്ടീഷൻസിലുള്ള ലബോറട്ടറിയിൽ വെച്ച് ആ സ്പേമിനെ അങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ICSI അഥവാ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യും, പറയും. ഓക്കെ, അപ്പം ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ആൻസർ വരുന്നത്. ICSI. ഓക്കെ, ICSIയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഓക്കെ, അടുത്തത് ഇഫ് കറക്ഷൻസ് ഇൻ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് ആർ നോട്ട് പോസിബിൾ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുകയാണ്, 2 വർഷത്തെ സെക്ഷൽ കോഹാബിറ്റേഷൻ, ലൈംഗിക സഹവാസത്തിന് ശേഷം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലേക്ക് പോകും. ഓക്കെ, അപ്പൊ അത്തരം ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ പോയി നിങ്ങൾക്ക് പോസിബിൾ ആയില്ലെങ്കിൽ the couples could be assisted to have children through special techniques. അപ്പൊ എന്ത് ചെയ്യും, ആ ക്ലിനിക്കിൽ പോയി എന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ചില സ്പെഷ്യൽ ടെക്നിക്സ് നമ്മൾ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം അത് ആ ഇൻഫെർട്ടിലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ART, CSI, AI, ഓൾ ദ എബോവ്. നമുക്കറിയാം ഏതാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി,
അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി എന്ത് പേര് വിളിക്കും, ART എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണോ നമുക്ക് അവിടെ ആ പ്രശ്നമായിട്ടുള്ളത് അത് അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്ത് നമുക്ക് തരും. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ പോയി ഡയഗ്നോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ARTക്ക് വിധേയമാകും. എന്താണ് പ്രശ്നം, അത് നമ്മൾ കൃത്യമായിട്ട് ART ട്രീറ്റ്മെന്റിലൂടെ എന്തോ ചെയ്യും, അത് റെക്ടിഫൈ ചെയ്ത് നമ്മൾ ഫെർട്ടൈലായി മാറുകയാണ്. അവിടെ ഫെർട്ടൈലായിട്ട് മാറും. നമ്മുടെ ഇൻഫെർട്ടിലിറ്റിയുടെ എന്താണോ പോരായ്മ അത് അവർ കംപ്ലീറ്റ് എന്തോ ചെയ്യും, അച്ചീവ് ചെയ്ത്. ഇപ്പം സ്പേം കൗണ്ട് കുറവാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഓക്കെ, അല്ലെങ്കിൽ ഓവം കളക്ട് ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ ഓവത്തിന്റെ ഉൽപാദനത്തിൽ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഡോണറിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കാവുന്ന വിദ്യകൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ARTക്കകത്ത് പഠിക്കുന്നത്. നമ്മൾ ഈ പഠിച്ച ഗിഫ്റ്റും ICSയും AIയും എല്ലാം ഇതിനകത്ത് വരുന്നതാണ്, ARTക്കകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്, ART ആണ് നമ്മുടെ ആൻസർ. ഇത് ART എന്ന് വെച്ചാൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ഓക്കെ, ദെൻ നെയിം ദ മെത്തേഡ്. ഒരു മെത്തേഡിനെ പറ്റിയാണ് പറയുന്നത്. The male partner withdraws his penis from the vagina just before ejaculation so as to avoid insemination. അപ്പൊ ഇത്രയേ ഉള്ളൂ. സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ബാരിയർ മെത്തേഡ് അല്ല ഇവിടെ പറയുന്നത്, ഒരു നാച്ചുറൽ മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഇജാക്കുലേഷൻ വരാറാകുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെയില് തന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള പെനിസ് എന്ത് ചെയ്യും, ഫീമെയിലിന്റെ വജീനയുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്യുന്ന ആ മെത്തേഡിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A ലാക്ടേഷൻ അമിനേറിയ, ഓപ്ഷൻ B കോയിറ്റസ് ഇന്ററപ്റ്റസ്, ഓപ്ഷൻ C പീരിയോഡിക് അബ്സ്റ്റീനിയൻസ്, ഓപ്ഷൻ D ഓൾ ദ എബോവ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ച സമയത്ത് വിഡ്രോവൽ മെത്തേഡ് അഥവാ എന്ത് പേര് വിളിച്ചിട്ടുണ്ട്, കോയിറ്റസ് ഇന്ററപ്റ്റസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, എപ്പോഴാണോ ഇജാക്കുലേഷൻ വരുന്നത് അതിന്റെ തൊട്ട് മുന്നേ ഫീമെയിൽ പാർട്ട്ണർ എന്ത് ചെയ്യും, ഈ വജൈനയ്ക്കുള്ളിൽ നിന്ന് തന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള എന്തിനെ റിമൂവ് ചെയ്ത് മാറ്റും, ഈ പെനിസ് റിമൂവ് ചെയ്യും. ഇത് പെനിസ് റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഈ സ്പേം കംപ്ലീറ്റ് വജൈനയ്ക്കുള്ളിലൂടെ നമ്മുടെ സെർവിക്സ് റീജിയനിലൂടെ യൂട്രസിനകത്തൂടെ കടന്ന് ഫലോപ്പിൻ ട്യൂബിൽ വന്ന് ഓവറിൽ നിന്ന് ഓവർ റിലീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഓക്കെ, അപ്പം അത് എന്ത് ചെയ്യും, പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യും. നമ്മൾ ഇതിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് തടയുന്ന മാർഗങ്ങളിലാണ് ഈ പറയുന്ന കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവൽ മെത്തേഡ് പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് പെനിസ് റിമൂവ് ചെയ്യുന്ന ഈ ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, വിഡ്രോവൽ മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പേര് വിളിക്കും, കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് വിളിക്കും. ഓപ്ഷൻ B ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ആൻസർ. ഓക്കെ, then എക്സാമ്പിൾ ഫോർ കോപ്പർ റിലീസിങ് IUD ഈസ്. ഓക്കെ, അപ്പൊ IUD നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻട്രാൻഡ് യൂട്രൈൻ ഡിവൈസുകൾ പഠിച്ചപ്പോൾ നമ്മൾ പലതും പഠിച്ചിരുന്നു അല്ലെ. അതിനകത്ത് നോൺ മെഡിക്കേറ്റഡ് 3 കാറ്റഗറിയാണ്. നോൺ മെഡിക്കേറ്റഡ് ഉണ്ട്, പിന്നെ കോപ്പർ റിലീസിംഗ് ഉണ്ട്, ഹോർമോൺ റിലീസിംഗ് ഉണ്ട് അല്ലെ. അങ്ങനെ 3 കാറ്റഗറി ആക്കിയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, IUD പഠിച്ചത്. ഓക്കെ, അപ്പൊ IUD 3 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെയാണ് IUDയുടെ 3 കാറ്റഗറി, മെഡിക്കേറ്റഡ് ഉണ്ട്, കോപ്പർ റിലീസിംഗ് ഉണ്ട്, ഹോർമോൺ റിലീസിംഗ് ഉണ്ട്. അവര് ചോദിച്ചിരിക്കുന്ന ഇതിനകത്ത് കോപ്പർ റിലീസിങ്ങിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, CUT, CU7, മൾട്ടിലോഡ് 375 ഓൾ ദ എബോവ്. ഓക്കെ, നമുക്കപ്പം ആൻസറിലേക്ക് പോകാം. ഏതാണ്, ഇത് 3ഉം ആണ് നമ്മുടെ ആൻസർ വരുന്നത്. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ കോപ്പർ റിലീസിങ് IUDക്ക് എക്സാമ്പിൾ പഠിച്ചത് ഏതൊക്കെയാണ്, CUT, ഇതായി ഈ ആകൃതിയിൽ ഇരിക്കുന്നതാണ് CUT. CU7 ഡയഗ്രാം ആഡ് ചെയ്തിട്ടില്ല, ഇങ്ങനെ 7ന്റെ ആകൃതിയിൽ ഇരിക്കും. ഇതാണ് CU7. ഇതാണ് മൾട്ടിലോഡ് 375. ഓക്കെ, ഇത് 3ഉം എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്, കോപ്പർ റിലീസിങ് IUD. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എന്തോ ചെയ്യുന്നുണ്ട്, ഈ കോപ്പർ അവർ റിലീസ് ചെയ്യും. അപ്പം കോപ്പർ റിലീസിങ് IUDക്ക് 3 എക്സാമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടന്റ്. ഏതൊക്കെയാ, CUT ഉണ്ട്, CU7 ഉണ്ട്, മൾട്ടിലോഡ് 375. ഇത് 3ഉം എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്, നമ്മുടെ കോപ്പർ റിലീസിങ് IUDയുടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിനകത്ത് ഓപ്ഷൻസിലേക്ക് നോക്കാം. CUT ആൻസർ ആണ്, CU7 ആൻസർ ആണ്, മൾട്ടിലോഡ് 375. ഇത് 3ഉം കോപ്പർ റിലീസിങ് IUD ആണ്. അപ്പം ഓപ്ഷൻ D ഓൾ ദ എബോവ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഈ പറഞ്ഞതെല്ലാം എന്താണ്, കോപ്പർ റിലീസിങ് IUDക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, then infections or diseases which are transmitted through sexual intercourse. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ, അണുബാധകളെ നമ്മൾ വിളിക്കുന്ന പേര്. ഓപ്ഷൻസ് നോക്കാം.
sexually transmitted infections, venereal diseases, reproductive tract infection. നമുക്കറിയാം ഈ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അണുബാധ അല്ലെങ്കിൽ അസുഖങ്ങളെ ഈ പറയുന്ന 4 പേരുകളിലും എന്ത് ചെയ്യാറുണ്ട്, അറിയപ്പെടാറുണ്ട്. അതാ നോക്കിക്കോ, ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ് which are transmitted through sexual intercourse are collectively called. ഏതൊക്കെ പേരുണ്ട്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ട്, ഇവരെ തന്നെ എന്ത് പേരിൽ അറിയപ്പെടും? വെനറൽ ഡിസീസസ് എന്ന് അറിയപ്പെടും. ഇവരെ തന്നെ എന്ത് പേരിൽ അറിയപ്പെടും? റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്നും നമ്മൾ അറിയപ്പെടും. ഇവർക്ക് തന്നെ പല പേരുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇത് മൂന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഒറ്റ സാധനമാണ്. ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓക്കെ, ഓപ്ഷൻസിനകത്ത് നോക്കാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് കറക്റ്റ് ആണ്, വെനറൽ ഡിസീസ് കറക്റ്റ് ആണ്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 എന്താണ്? കറക്റ്റ് ഉത്തരമാണ്. അപ്പൊ ഓപ്ഷൻ ഡി ഓൾ ദ എബോ ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? ആൻസർ ഇവിടെ വരും. ഓക്കെ, ഇനി inability to conceive or produce children even after 2 years of sexual cohabitation is called. അപ്പം അവിടെ ചോദിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്തിട്ടുണ്ട്? 2 വർഷത്തെ ലൈംഗിക സഹവാസത്തിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ, നമുക്ക് കൺസീവ് ചെയ്യാൻ, ഗർഭം ധരിക്കുവാനോ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാനോ കഴിയുന്നില്ലെങ്കിൽ അതിന് എന്ത് പേര് വിളിക്കും? ഇൻഫെർട്ടിലിറ്റി, AI, ഫെർട്ടിലിറ്റി, ഓൾ ദ എബോ. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ആൻസർ? ഇൻഫെർട്ടിലിറ്റി ആണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? 2 വർഷത്തെ സെക്ഷൽ കോഹാബിറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കൺസീവ് ചെയ്യുവാനോ ഗർഭം ധരിക്കുവാനോ അല്ലെ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാനോ കഴിയുന്നില്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫെർട്ടിലിറ്റി എന്ന്. നമുക്ക് നമ്മുടെ ഓപ്ഷൻസിനകത്തേക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഇൻഫെർട്ടിലിറ്റി. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, infertility causes either due to inability of the male partner to inseminate the female or due to very low sperm counts in the ejaculates and it should be corrected by. അപ്പൊ ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് പറയുന്നത്. ഇവിടെ എന്ത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടോ? എങ്ങനെയാണ്? ഇന്നബിലിറ്റി ഓഫ് ദ മെയിൽ പാർട്ട്ണർ ടു ഇൻസെമിനേറ്റ്. അപ്പൊ എന്ത് ഇൻസെമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ മെയിൽ പാർട്ട്ണർക്ക് കഴിയുന്നില്ല. ഓക്കെ, ഇൻസെമിനേഷൻ നമുക്കറിയാം, ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിലേക്ക് സ്പേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസെമിനേഷൻ പറയുന്നത്. അപ്പം മെയിൽ പാർട്ട്ണർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയോ, ഓക്കെ, അല്ലെങ്കിൽ ഡ്യൂ ടു വെരി ലോ സ്പേം കൗണ്ട്, അല്ലെങ്കിൽ സ്പേം കൗണ്ട് മെയിൽസിന് എന്താണ്? കുറവാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ICSI, സ്വിഫ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അപ്പൊ നമുക്കറിയാം ഉത്തരം എന്താ വരുന്നത്? ഇൻസെമിനേഷൻ ഇവിടെ പറ്റുന്നില്ല, അപ്പൊ കൃത്രിമമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ് നമുക്ക് ഇവിടെ എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേം കൗണ്ട് കുറവാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? സ്പേം നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കളക്ട് ചെയ്ത് എടുക്കും. അതാണ് ടെസ്റ്റ് ട്യൂബിൽ. എന്നിട്ട് അത് ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്ത് എന്ത് ചെയ്യും? വിടും. അപ്പൊ സ്പേം കൗണ്ട് കുറവാണ് എന്നുള്ള പ്രശ്നം നമുക്ക് അവിടെ പരിഹരിക്കുന്നത്. ഇങ്ങനെ കൃത്രിമമായിട്ട് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ലോ സ്പേം കൗണ്ട് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൃത്രിമ മാർഗത്തിലൂടെ, അതാണ് ആർട്ടിഫിഷ്യൽ എന്ന് ഉപയോഗിച്ചിരിക്കും, കൃത്രിമ മാർഗത്തിലൂടെ നമ്മൾ ഇൻസെമിനേഷൻ നടത്തും. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയും. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? എംബ്രിയോസ് വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമേഴ്സ് ട്രാൻസ്ഫർഡ് ഇൻ ടു ദ യൂട്രസ് ഈസ് കാൾഡ്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് എംബ്രിയോ എന്ത് ചെയ്തിട്ടുണ്ട്? മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ, 8 ബ്ലാസ്റ്റോമിയറിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യൂട്രസിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന്റെ പേരെന്താണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. IUT, ഗിഫ്റ്റ്, അഗൈൻ ഗിഫ്റ്റ് എന്നാണ് കേട്ടോ. അത് വരുന്ന ഓപ്ഷൻ സ്വിഫ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഇസഡ് ആണ് വരുന്നത്. ഗിഫ്റ്റ്, സ്വിഫ്റ്റ്, നൺ ഓഫ് ദ എബോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം IUT എന്ന് പറയുമ്പോൾ തന്നെ എന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കണം. ഇൻട്രാ യൂട്രൈൻ എന്നാണ് വരുന്നത്. ഓക്കെ, യൂട്രൈൻ എന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് ഈ പറയുന്നത് പോലെ 8 ബ്ലാസ്റ്റോമിയറിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ യൂട്രസിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് IUT അഥവാ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കും. അപ്പം യൂട്രൈൻ എന്ന് പറയുമ്പോൾ യൂട്രസ് ആണ്, ഇൻട്രാ എന്ന് വെച്ചാൽ അകത്തേക്കാണ്, ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാൽ അറിയാം. അപ്പൊ യൂട്രസിനുള്ളിലേക്ക്
എന്ത് ചെയ്തിട്ടുണ്ട്, എംബ്രിയോ 8 ബ്ലാസ്റ്റോമിയറിന് മുകളിലേക്കാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ആ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഡയഗ്രം കാണുമ്പോൾ അത് മനസ്സിലാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, IUT, അഥവാ നമ്മൾ എന്ത് പേര് വിളിക്കും, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ദ സൈഗോട്ട് ഓർ early embryos up to 8 blastomeres is transformed into the fallopian tube. അപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞത് 8 ബ്ലാസ്റ്റോമിയറിന് മുകളിലോട്ടുള്ളവരുടെ കാര്യമായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 8 ബ്ലാസ്റ്റോമിയറിന് താഴോട്ടുള്ള ആൾക്കാരെ നമ്മൾ ഫലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക് എന്തോ ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അതിനെ എന്ത് പേര് വിളിക്കുമെന്നാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അവരെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിഫ്റ്റ് എന്നാണ് ആ ഒരു മെത്തേഡിന് പറയുന്നത്. അവിടെ എന്താ ശരിക്കും ചെയ്യുന്നത്, ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ സൈഗോട്ട് 8 ബ്ലാസ്റ്റോമിയറിന് മുന്നെയാണ്, early embryos up to 8 ബ്ലാസ്റ്റോമിയർസ്, 8 ബ്ലാസ്റ്റോമിയർ വരെ ആണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സിറിഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഫലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക്, അതായത് ഇങ്ങനെ വര പോലെ നോക്കാണ്ട, ഇത് ഇതിനകത്തൂടെ ഫലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കും, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ അഥവാ സ്വിഫ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ പേരിനകത്ത് ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ട്, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ അടുത്തത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യും, ഫെർട്ടിലൈസേഷൻ എവിടെ ആയിരിക്കും, ശരീരത്തിന് പുറത്തായിരിക്കും നടത്തുന്നത്. അപ്പോൾ ഒരു ലാബ് കണ്ടീഷൻ അവിടെ കാണും. ഒരു ലബോറട്ടറിയിൽ ഫെർട്ടിലൈസേഷൻ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിന് പുറത്തു വെച്ച് നടക്കും. അപ്പോൾ ശരീരത്തിന് ഉള്ളിലുള്ള അതേ ഒരു മീഡിയം നമ്മൾ ആ ലാബിൽ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഈസ് ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ is one of such methods. This method is popularly known as. ഓക്കെ, ഇവിടെ എംബ്രിയോ ട്രാൻസ്ഫർ വഴി ചെയ്യുന്ന ഈ ഒരു മെത്തേഡിന്റെ പേരാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം, ഓപ്ഷൻ ബി അൺഫെർട്ടിലൈസ്ഡ് ബേബി പ്രോഗ്രാം, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ IVF പഠിപ്പിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട്, അവിടെ ഒരു സെന്റൻസ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് മെത്തേഡ് ഈസ് പോപ്പുലർലി നോൺ ആസ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. അല്ലേ, IVF-ന്റെ നമ്മുടെ ഹെഡിങ് തന്നെ അന്ന് പഠിപ്പിച്ചത് അങ്ങനെയാണ്. IVF-ന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്നും എന്തിനെ അറിയപ്പെടാറുണ്ട്, IVF-നെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇവിടെ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നിക്കാണ്. അത് കൃത്യമായിട്ട് ലാബ് കണ്ടീഷൻസിൽ നമ്മൾ എന്തോ ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ ടെസ്റ്റ് ട്യൂബ് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് എന്തോ ചെയ്യും, സിമിലർ കണ്ടീഷൻസിലാണ് ആ ഗ്രോത്ത് മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തോ പേര് വിളിക്കുന്നത്, IVF അഥവാ എന്ത് പേര് വിളിക്കും, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഓക്കെ, അപ്പം നമുക്ക് ഉത്തരം വരുന്നത് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ആണ് IVF-ന്റെ മറ്റൊരു പേര്. ഓക്കെ, ഇതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ART എന്ന് വിളിക്കും. ഓക്കെ, അതുകൊണ്ട് ART-യിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഗിഫ്റ്റ്, ICSI, AI, ഓൾ ദ എബോവ്. നമുക്ക് നോക്കാം. നമ്മൾ ART പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഡയഗ്രാം പഠിക്കുന്നുണ്ട് അല്ലേ. ART-ക്കകത്ത് വരുന്നതാണ് ഏത്, നമ്മൾ ഇപ്പം അങ്ങോട്ട് പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം അതിനകത്ത് വരുന്നതാണ്. ഗിഫ്റ്റ് അതും അതിനകത്ത് വരുന്നതാണ്. ICSI ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഇതെല്ലാം ശരിക്കും ഇതിനകത്ത് വരുന്നതാണ് ART-യുടെ പല പല ടെക്നിക്സ് ആണ്, ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇതെല്ലാം വരുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ 4 നിങ്ങൾ നോക്കിയേക്കണം. ഇതെല്ലാം ART-ക്കകത്ത് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ART, ഇതെല്ലാം ART-ക്കകത്ത് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. ഓക്കെ, നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് വരാം. ഗിഫ്റ്റ് കറക്റ്റ് ആണ്, ICSI കറക്റ്റ് ആണ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കറക്റ്റ്, ഇതെല്ലാം ART-ക്കകത്ത് വരുന്നത്. ആൻസർ എന്താണ് വരുന്നത്, ഓൾ ദ എബോവ് ആണ്. ഓക്കെ, ദ റീസൺസ് ഫോർ ഇൻഫെർട്ടിലിറ്റീസ്. അപ്പൊ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ ഫിസിക്കൽ, കൺജനൈറ്റൽ, ഇമ്മ്യൂണോളജിക്കൽ, ഓൾ ദ എബോവ്. അപ്പം ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റീസൺസ് ഫോർ ഇൻഫെർട്ടിലിറ്റി കുഡ് ബി മെനി. അതിനകത്ത് ഏതൊക്കെ വരാം, ഫിസിക്കൽ ഉണ്ട്, ശാരീരികമായിട്ടുള്ളത്, കൺജനൈറ്റൽ ജന്മന, പിന്നെ കൺജനൈറ്റൽ ഡിസീസസ് അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ യൂസസ്, ഇമ്മ്യൂണോളജിക്കൽ പ്രതിരോധപരമായിട്ട്, ഈവൻ സൈക്കോളജിക്കൽ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം എന്താണ് നമ്മളെ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോകാം. നമ്മുടെ ഓപ്ഷൻസ് ഫിസിക്കൽ കറക്റ്റ് ആയിരുന്നു, കൺജനൈറ്റൽ ജന്മന,
ഇമ്മ്യൂണോളജിക്കൽ പ്രതിരോധ സംബന്ധമായിട്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ 3 നമ്മുടെ ആൻസർ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓൾ ദ എബോവ്. ഈ പറഞ്ഞതെല്ലാം എന്ത് ചെയ്യും? ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവും. ഇനി അടുത്തത്, വി ക്യാൻ പ്രിവെന്റ് STDs ത്രൂ. STD എന്ന് വെച്ചാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഓക്കെ, അപ്പം ഓപ്ഷൻസ്: അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ആൾവേസ് യൂസ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ്, ഇൻ കേസ് ഓഫ് ഡൗട്ട് ഗോ ടു എ ക്വാളിഫൈഡ് ഡോക്ടർ ഫോർ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ടേക്ക് ഇറ്റ്സ് ട്രീറ്റ്മെന്റ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ STD പഠിച്ച സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് STD എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ പങ്കാളികളുമായിട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടല്ലേ. കാരണം അവർക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ടെങ്കിൽ നമുക്കും അത് ബാധിക്കും. ഓക്കെ, നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് യൂസ് ചെയ്യണം? കോണ്ടംസ് യൂസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളെ നമുക്ക് തടയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ക്വാളിഫൈഡ് ഡോക്ടറിനെ പോയി കണ്ട് രോഗസംബന്ധമായിട്ടാണ് അതിന്റെ ഡിറ്റക്ഷൻ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻസ്: അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്ണർ ഓർ മൾട്ടിപ്പിൾ പാർട്ട്ണർ. കറക്റ്റ് ആണ്. അറിഞ്ഞൂടാത്ത ആൾക്കാരുമായിട്ടോ ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ടോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ. ഇപ്പൊ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്ത് യൂസ് ചെയ്യണം? കോണ്ടംസ് യൂസ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യണം. ഓൾ ദ എബോവ്. ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. ഇതെല്ലാം ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളെ. Okay, find the disease that can be completely curable among this. Okay, അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത അസുഖം ഏതാണ് ഇതിനകത്ത്? ജെനൈറ്റൽ ഹാർപ്പസ്, ട്രൈക്കോമോണിയാസിസ്, ക്ലാമിഡിയാസിസ്, ഗൊണേറിയ. ഈ 4 അസുഖങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 4ഉം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിന് എക്സാമ്പിൾ പഠിച്ചതാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഗൊണേറിയ, ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അവിടെ പഠിച്ചത്. ഏതൊക്കെയാണ്? ഗൊണേറിയ, സിഫിലിസ്, ജെനൈറ്റൽ ഹാർപ്പസ്, ക്ലാമിഡിയാസിസ്, ജെനൈറ്റൽ വാർട്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്. ഇത് പഠിച്ചപ്പം നമ്മൾ പറഞ്ഞു ഇതിനകത്ത് എന്ത് ചെയ്യും? 2 എക്സെപ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി, ജെനൈറ്റൽ ഹെർപ്പസ്, HIV ഇൻഫെക്ഷൻസ്, എയ്ഡ്സ് ആണ്. ഇത് 3 ഒഴിച്ച് ബാക്കി അസുഖങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ? ചികിത്സിച്ച് ഭേദമാക്കാം. അപ്പൊ ഇതിനകത്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തവന്മാർ ആരൊക്കെയാണുള്ളത്? ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി, ഇതാണ്ട കിടക്കുന്നു. ഓക്കെ, ദെൻ രണ്ടാമത്തത് HIV എന്ന് പറയുമ്പം എയ്ഡ്സ് ആണ്. പിന്നുള്ളത് ജെനൈറ്റൽ ഹെർപ്പസ് ആണ്. ഓക്കെ, ഈ 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുകയില്ല. ഓക്കെ, അപ്പൊ അവര് നമ്മുടെ ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ജെനൈറ്റൽ ഹെർപ്പസ് ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ എന്ത് വരുന്നത്? അടുത്ത നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ, MTP സ്റ്റാൻഡ്സ് ഫോർ. MTPയുടെ ഫുൾ ഫോം മെഡിക്കൽ ടെർമിനേഷൻ പോളിസി, മെഡിക്കൽ ടെർമിനേഷൻ പ്രിവെൻഷൻ, മെഡിക്കൽ ടെർമിനേഷൻ പ്രിക്വേഷൻ, നൺ ഓഫ് ദ അബോവ്. ഒക്കെ നമുക്കറിയാം, ഇത് പഠിച്ച ആൾക്കാർക്കറിയാം. ഇതൊന്നുമല്ല. MTP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ. നമ്മൾ MTPയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ അബോർഷൻ എന്നൊക്കെ പറയത്തില്ല, അതാണ് MTP എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻസിനകത്ത് ഉണ്ടോ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നൊരുന്നേ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ എന്ത് വരുന്നത്? ആൻസർ. ഒന്നും എന്തില്ല നമ്മുടെ ഈ പറയുന്ന എന്തിനകത്ത് വരുന്നതല്ല, നമ്മുടെ ഈ പറയുന്ന ഏത് കാറ്റഗറിയിൽ MTPയുടെ ഫുൾ ഫോമേ അല്ല. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന MTPയുടെ ഫുൾ ഫോം ആണ്. ഓക്കെ, അടുത്തത് എക്സാമ്പിൾ ഫോർ നോൺ മെഡിക്കേറ്റഡ് IUD. ഓക്കെ, നോൺ മെഡിക്കേറ്റഡ് IUD പഠിക്കുമ്പോൾ നമ്മൾ IUDക്കകത്ത് ഞാൻ പറഞ്ഞു IUD എത്ര കാറ്റഗറി ആക്കിയിട്ടുണ്ടായിരുന്നു? 3 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിങ്, ഹോർമോൺ റിലീസിങ്. ഇതിനകത്ത് അവർ നോൺ മെഡിക്കേറ്റഡിന് എക്സാമ്പിളാണ് ചോദിക്കുന്നത്. നോൺ മെഡിക്കേറ്റഡിന് ഒരൊറ്റ എക്സാമ്പിളെ നമ്മൾ പഠിച്ചിട്ടുള്ളായിരുന്നു. ഏതായിരുന്നു ആ എക്സാമ്പിള്? ഈ കാണുന്ന ലിപ്പീസ് ലൂപ്പ് ആയിരുന്നു നമ്മൾ പഠിച്ച ഒരേ ഒരു എക്സാമ്പിൾ. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ലിപ്പീസ് ലൂപ്പ് എന്ന് വിളിക്കുക. ഈ ലിപ്പീസ് ലൂപ്പ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്? നോൺ മെഡിക്കേറ്റഡിന് എക്സാമ്പിൾ ആണ്. അപ്പം ഓപ്ഷൻസ് നോക്കുക. എന്താണ്? LNG20, CU7, CUT, ലിപ്പീസ് ലൂപ്പ്. അപ്പൊ നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ലിപ്പീസ് ലൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ LNG20, CU7, CUT ഒക്കെ എന്തിന് എക്സാമ്പിൾ വരുന്നതാണ്?
കോപ്പർ റിലീസിങ് അല്ല CU10 CU7 കോപ്പർ റിലീസിങ്ങിനും LNG20 ഹോർമോൺ റിലീസിങ്ങിനും എക്സാമ്പിൾ ആക്കാം. അപ്പൊ അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കണം, പഠിക്കുമ്പോൾ മുഴുവൻ പഠിക്കണം. CU10 CU7 എന്താണ്? കോപ്പർ റിലീസിങ്ങും പിന്നെ LNG20 എന്താണ്? ഹോർമോൺ റിലീസിങ്ങിനും എക്സാമ്പിൾ. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നോൺ മെഡിക്കേറ്റഡ് ആണ്, അത് ലിപ്പീസ്യൂപ്പാണ് ആൻസർ വരുന്നത്. ഓക്കെ, നിരോധ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ് കോണ്ടം ഫോർ. നിരോധ് എന്ന് പറയുന്ന ഒരു കോണ്ടത്തിന്റെ ബ്രാൻഡാണ്, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അപ്പൊ അതിന്റെ ആ ബ്രാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഏത് പാർട്ട്ണറാണ്? മെയിൽ പാർട്ട്ണർ ആണോ ഫീമെയിൽ പാർട്ട്ണർ ആണോ അതോ രണ്ടുപേർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാറ്റഗറി ആണോ? ഓക്കെ, അപ്പം നമുക്കറിയാം ഫീമെയിൽ കോണ്ടംസും ഉണ്ട് മെയിൽ കോണ്ടംസും ഉണ്ട്. ചോദ്യം നിരോധം എന്ന് പറയുന്നത് മെയിൽ കോണ്ടം ആണോ ഫീമെയിൽ കോണ്ടം ആണോ എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ്? മെയിൽ കോണ്ടംസ് ആണ് എന്തെന്ന് പറയുന്നത്? നിരോധ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? മെയിൽസിൽ. ഓക്കെ, നിരോധ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ് കോണ്ടം ഫോർ ദ മെയിൽസ്. എന്താണ്? മെയിൽസിന് വേണ്ടിയുള്ള കോണ്ടം ആണ് ഏതെന്ന് പറയുന്നത്? നിരോധ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻസിലേക്ക് നമുക്ക് നോക്കാം. മെയിൽ, ഫീമെയിൽ ആണ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. മെയിൽസ് ആണ് നമ്മുടെ. ഓക്കെ, ദെൻ ART സ്റ്റാൻഡ്സ് ഫോർ. ARTയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ടെക്നിക്ക്, അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ടൂൾ, നൺ ഓഫ് ദ. നമുക്കറിയാം അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആണ് എന്തെന്ന് പറയുന്നത്? ART എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. അപ്പൊ ഇവിടെ നോക്കുക, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആദ്യം തന്നെ നടക്കുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ എന്ത് വരുന്നത്? ആൻസർ. ഓക്കെ, ഇത് ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതിനോടൊപ്പം എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും തൊട്ട് നെക്സ്റ്റ് പേജിൽ എക്സ്പ്ലനേഷനും ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷനും. ഓക്കെ, ഹായ് ഓൾ, എല്ലാവർക്കും ആസ്ട്രിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വൈഡ് സ്പ്രെഡ് ഡെത്ത് ഡ്യൂ ടു ലിക്കർ പോയിസണിങ് ഈസ് ഒക്വേർഡ് ഡ്യൂ ടു. നമുക്കറിയാം ലിക്കർ പോയിസൺ ആയിട്ട് നമ്മൾ വൈഡ് സ്പ്രെഡ് അല്ലെ, മറ്റേ കള്ളുഷാപ്പ് ദുരന്തം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലിക്കർ പോയിസണിങ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ: പ്രസൻസ് ഓഫ് carbonic acid in liquid, presence of ethyl alcohol in liquid, presence of methyl alcohol in liquor, presence of lead compound in liquor. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്, ദ പ്രസൻസ് ഓഫ് methyl alcohol in liquor. ലിക്കറിനകത്ത് methyl alcoholന്റെ കണ്ടന്റ് തരുമ്പോഴാണ് ഇതുണ്ടാകുന്നത്, പോയിസണിങ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ലിക്കർ പോയിസണിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്രയും ഡെത്ത് ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ methyl alcohol നമ്മുടെ ബ്ലഡുമായിട്ട് കലർന്നു കഴിഞ്ഞാൽ അവിടെ സൈനൈഡ് ഫോർമേഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡെത്ത് ഉണ്ടാകുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീനോൾ ഈസ് ലെസ് അസിഡിക് ദാൻ. ഫീനോള് ലെസ് അസിഡിക് ആണ് ആരേക്കാൾ? നോക്ക്, ഫീനോൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫീനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിനകത്ത് OH വരുന്ന ആളാണ്, ആണോ? പിന്നെ ആരൊക്കെ തന്നിട്ടുണ്ട്? എഥനോൾ. എഥനോൾ എന്ന് പറഞ്ഞാൽ CH3 CH2 OH ആണ്. പിന്നെ ഓർത്തോ നൈട്രോഫീനോൾ. ഓർത്തോ നൈട്രോഫീനോൾ എന്ന് പറഞ്ഞാൽ ആരാ? ഫീനോളിന്റെ കൂടെ ഓർത്തോ പൊസിഷനിൽ ഒരു NO2 വന്നാൽ ഇയാളെയാണ് ഓർത്തോ നൈട്രോഫീനോൾ എന്ന് പറയുന്നത്. പിന്നെന്താ? ഓർത്തോ മീഥൈൽ ഫീനോൾ. ഓർത്തോ മീഥൈൽ ഫീനോൾ എന്ന് പറഞ്ഞാൽ ഫീനോളിന്റെ ഓർത്തോ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. ഈ ഓർത്തോ മെത്തോക്സി ഫീനോൾ. ഓർത്തോ മെത്തോക്സി ഫീനോൾ എന്ന് പറയുന്നത് ഓർത്തോ പൊസിഷനിൽ ഒരു OCH3 ഗ്രൂപ്പ് വരും. അപ്പൊ അസിഡിറ്റി എന്ന് പറയുന്നത് എന്താ? H+ വിട്ടുകൊടുക്കാനുള്ള കഴിവാണ്. അപ്പോ ഇവിടെ എഥനോൾ എന്ന് പറയുമ്പോൾ ഇതിനകത്തെല്ലാം CH3 ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. ഇവരെന്ത് ചെയ്യും? ഇവര് CH3 എന്ന് പറയുന്ന ഒരു +I എഫക്റ്റ് കാണിക്കുന്ന ആളാണ്. +I എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവര് ഇലക്ട്രോണിനെ സിസ്റ്റത്തിനകത്ത് OHന്റെ അവിടേക്ക് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ആ H+ വിട്ടുകൊടുക്കാൻ ടെൻഡൻസി കുറവായിരിക്കും. അപ്പോൾ ഫീനോളിനേക്കാൾ കുറവായിരിക്കും ഇയാൾക്കൊക്കെ. ഇനി CH3 ആണെങ്കിലും ഇവിടുന്ന് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കും, റിങ്ങിൽ നിന്നും ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ ഇവിടുത്തെ ആസിഡിറ്റി കുറവായിരിക്കും. OCH3 ആവുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. എന്നാൽ NO2 ആവുന്ന സമയത്ത് NO2 എന്ന് പറയുന്ന ഒരു -I എഫക്റ്റ് കാണിക്കുന്ന ഒരാളാണ്. അപ്പോൾ OCH3ക്കാളിൽ NO2 എന്താ? -I എഫക്റ്റ് കൂടുതൽ.
അപ്പൊ ഈ NO2 എന്ത് ചെയ്യും? ഈ റിങ്ങിൽ നിന്ന് ഇലക്ട്രോണിനെ NO2 വലിച്ചുകൊണ്ട് പോകും. അപ്പൊ റിങ്ങിൽ നിന്ന് NO2 ഇലക്ട്രോണിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ റിങ് എന്ത് ചെയ്യും? ഈ OH നിന്ന് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഓക്സിജനകത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അപ്പോൾ ഹൈഡ്രജന് പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റും. സോ ഫീനോളിനേക്കാൾ ഫീനോളിനേക്കാൾ ലെസ് അസിഡിക് ആയിട്ടുള്ള ആളാകാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ NO2 ആണെങ്കിൽ എന്താണ്? ഫീനോളിനേക്കാൾ മോർ അസിഡിക് ആയിരിക്കും. അപ്പൊ ഫീനോളിനേക്കാൾ ലെസ് അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓർത്തോ മീഥൈൽ ഫീനോൾ പറയാം. മീഥൈലിന്റെ ഓർത്തോ പൊസിറ്റീവ് CH3 വന്നാൽ അവർ എന്ത് ചെയ്യും? നമ്മുടെ റിങ്ങിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പൊ ഫീനോളിനേക്കാൾ അസിഡിറ്റി കുറവായിരിക്കും ഓർത്തോ മെത്തോക്സി ഫീനോൾ. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് അസിഡിക്? ഈ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ അസിഡിക് നേച്ചർ ഉള്ളത് ആരൊക്കെയാണ്? ഒരു ബെൻസൈൽ ആൽക്കഹോൾ ഉണ്ട്. ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ബെൻസിൻ റിങ്ങിനകത്ത് CH2OH വരുന്നതാണ്. ഇത് സൈക്ലോഹെക്സനോൾ ആണ്, ഫീനോൾ ആണ്, മെറ്റാക്ലോറോഫീനോൾ. മെറ്റാക്ലോറോഫീനോളിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഇവിടെ OH ഉണ്ട്, മെറ്റാപ്പൊസിൽ ഒരു Cl ഉണ്ട്. അപ്പൊ ഈ ക്ലോറിൻ എന്ന് പറയുന്നത് എന്താ? ഒരു -I എഫക്റ്റ് ഉള്ള ആളാണ്. അപ്പൊ ഇവരിങ്ങോട്ട് റിങ്ങിന് ഇങ്ങോട്ട് വലിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഓക്സിജനിൽ നിന്ന് ഇങ്ങോട്ട് റിങ് വലിക്കും. സോ ഓക്സിജനകത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. സോ ഹൈഡ്രജനെ പെട്ടെന്ന് വിട്ടുകൊടുക്കും. അപ്പോൾ അസിഡിറ്റി ഏറ്റവും കൂടുതലുള്ള ആൾക്കാർക്ക് ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. മെറ്റാക്ലോറോഫീനോളിനായിരിക്കും മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് വിച്ച് എൻസൈം കൺവേർട്ട് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ബോത്ത് ഇൻടു എഥനോൾ? ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എഥനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഡയാസ്റ്റേസ്, ഇൻവെർട്ടേസ്, മാൾട്ടേസ്, സൈനേസ്. ഏതാണ്? യെസ്, ഓപ്ഷൻ സി, സൈനേസ് ആണ് നമ്മുടെ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എഥനോൾ. നമ്മൾ എഥനോളിന്റെ മാനുഫാക്ചർ പഠിക്കുന്നതാണ് അല്ലെ. എഥനോൾ എന്ന് പറയുന്നത് ആൽക്കഹോൾസിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് ആണ്. ഈ എഥനോളിന്റെ മാനുഫാക്ചറിനകത്ത് നമ്മൾ പറയുന്നതാണ് എന്താ? എഥനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആരെ? ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എഥനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ്. നെക്സ്റ്റ്, ദ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് മെഥനോൾ. മെഥനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചതാണ്. ഏതാണ് മെഥനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? കാർബൺ മോണോക്സൈഡുമായിട്ട് കാറ്റലിറ്റിക് റിഡക്ഷൻ നടക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് O ആൻഡ് Cr2O3 അല്ലെ. അപ്പോ കാർബൺ മോണോക്സൈഡിന്റെ കാറ്റലിറ്റിക് റിഡക്ഷൻ ആണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെഥനോൾ എന്ന് പറയുന്നത്. Next question, the ethyl alcohol is industrially prepared from ethylene by. അപ്പോൾ ethyl alcohol industrially prepare ചെയ്യുന്ന എഥിലീനിൽ നിന്നാണ്. എഥിലീനെ എന്ത് ചെയ്യുമ്പോഴാണ്? എഥിലീനെ ഹൈഡ്രോളിസിസ് നടത്തുകയാണ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ നടത്തുമ്പോഴാണ് ബൈ അബ്സോർബിങ് H2SO4. അപ്പൊ ആദ്യം എഥിലീനകത്ത് എന്ത് ചെയ്യും? H2SO4 അബ്സോർബ് ചെയ്തിട്ട് ശേഷം എഥിലീൻ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 അല്ലെ. അപ്പൊ ആദ്യം ഇതിനകത്ത് സൾഫ്യൂരിക് ആസിഡ് അബ്സോർബേഷൻ നടത്തിയിട്ട് അതിനെ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പൊ ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് ഇവിടെ വെച്ച് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരിടത്തേക്ക്, അപ്പൊ HOH ആണ്, ഒരിടത്തേക്ക് H മറ്റൊരിടത്തേക്ക് OH ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ എന്തുണ്ടാകുന്നത്? ഈഥൈൽ ആൽക്കഹോൾ CH3 CH2OH ആയിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the drinking alcohol is very harmful and it ruins the health. The drinking alcohol stands for. Drinking alcohol നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? മീഥൈൽ ആൽക്കഹോൾ, പ്രൊപ്പൈൽ ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രൊപ്പൈൽ. ഏതാണ്? യെസ്, നമ്മുടെ ഓപ്ഷൻ ബി, ഈഥൈൽ ആൽക്കഹോൾ ആണ് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഥനോൾ ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി ബൈ. എഥനോൾ നമുക്ക് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാ? ഓൾറെഡി നമ്മൾ പറഞ്ഞു, എഥിലീന്റെ ഹൈഡ്രേഷൻ വഴിയാണ് നമ്മൾ എഥനോളിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻഡസ്ട്രിയലി അല്ലെ. അപ്പോ എഥനോൾ ഈസ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർഡ് ബൈ ഹൈഡ്രേഷൻ ഓഫ് എഥിലീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീഥൈൽ ആൽക്കഹോൾ ഈസ് ടോക്സിക്. റീസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മീഥൈൽ ആൽക്കഹോൾ ടോക്സിക് ആണ്. അതിന്റെ റീസൺ, ഇറ്റ് സ്റ്റോപ്പ് റെസ്പിറേറ്ററി ട്രാക്ട്. It reacts with the nitrogen and forms cyanide in lungs. It increases CO2 content in blood. It is a reduction product of formaldehyde. ഏതാണ് ആൻസർ വരുന്നത്? പറഞ്ഞു, ഇറ്റ് റിയാക്ട്സ് വിത്ത് നൈട്രജൻ ആൻഡ് ഫോംസ് cyanide in lungs. നമ്മുടെ ബോഡിയിലുള്ള നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത്
നമ്മുടെ ബോഡിയിൽ ലങ്സിൽ സൈനൈഡിനെ പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? മീഥൈൽ ആൽക്കഹോളിനുണ്ട്. അതുകൊണ്ടാണ് മീഥൈൽ ആൽക്കഹോൾ ടോക്സിക് ആയിട്ട് മാറുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ്, in order to make alcohol undrinkable, pyridine and methanol are added to it, the resulting alcohol. അപ്പോൾ ആൽക്കഹോള് നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ അതിനകത്തേക്ക് നമുക്ക് മെഥനോളോ പിരിഡീനോ അല്ലെങ്കിൽ പിരിഡീനോ ഒക്കെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള ആൽക്കഹോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? പവർ ആൽക്കഹോൾ, പ്രൂഫ് സ്പിരിറ്റ്, പോയിസൺ ആൽക്കഹോൾ, ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ഏതാണ്? ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ്, വൈൻ ആൽക്കഹോളിക് ബിവറേജസ് കണ്ടെയ്നിങ്. ഏതാണ് ആൽക്കഹോളിക് ബിവറേജിനകത്തുള്ളത്? ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ആൽക്കഹോൾ എന്ന് പറയുന്നത് എഥനോൾ ആണ്. സോ C2H5OH ആയിരിക്കും വൈനിനകത്താണെങ്കിലും പ്രസന്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൂക്കാസ് റിയേജന്റ്. നമ്മൾ ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ലൂക്കാസ് റിയേജന്റ്. ഇപ്പൊ ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേറ്റഡ് HCl ആണ്, അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കോൺസെൻട്രേറ്റഡ് HCl ആണ്, അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the compound which reacts fastest with the Lucas reagent. ലൂക്കാസ് റിയേജന്റ് കോൺസെൻട്രേറ്റഡ് HCl and anhydrous സിങ്ക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ടെറിഷറി ആയിട്ടുള്ള ആൽക്കഹോൾ സഡൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ടെർബിലിറ്റി ഉണ്ടാക്കും. സെക്കൻഡറി ആയിട്ടുള്ള ആൽക്കഹോൾ ടെർബിലിറ്റി ആഫ്റ്റർ സം ടൈം, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് റിയാക്ഷൻ നടക്കും. പ്രൈമറി ആണെങ്കിൽ നോ റിയാക്ഷൻ, ഹീറ്റ് ചെയ്താൽ മാത്രമേ റിയാക്ഷൻ നടക്കത്തുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ട് ഫാസ്റ്റ് തന്നിരിക്കുന്നതിനകത്ത് വെരി ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഇത് ബ്യൂട്ടൻ 1 ആണ്, ഇതൊരു പ്രൈമറി ആണ്. ഇത് ബ്യൂട്ടൻ 2 ആണ്. ഇതെന്താണ്? ബ്യൂട്ടൻ 2 എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡറി ആണ്. അറിയാതെ ഇതൊക്കെ എഴുതാൻ ഇങ്ങനെ എഴുതുന്നത്. ബ്യൂട്ടൻ 1 എന്ന് പറയുമ്പോൾ CH3 CH2 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 OH. ഇതാണ് ബ്യൂട്ടൻ 1. ബ്യൂട്ടൻ 2 എന്ന് പറഞ്ഞാൽ CH3 CH2 CH CH3 OH അല്ലെ? അപ്പൊ ഇവിടുത്തെ കാർബൺ സെക്കൻഡറി കാർബൺ ആണ്, സെക്കൻഡറി ആൽക്കഹോൾ ആണ്. 2-മീഥൈൽ പ്രൊപ്പൻ 1 അപ്പൊ CH3 CH3 CH2 OH ഇതാണ് 2-മീഥൈൽ പ്രൊപ്പൻ. ഇവിടെയും ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആണ്. 2-മീഥൈൽ പ്രൊപ്പൻ 2 അപ്പൊ അവിടെ നോക്കിയ CH3 COH CH3 CH3. ഇവിടുത്തെ ഈ കാർബൺ എന്ന് പറയുന്നത് ടെറിഷറി കാർബൺ ആണ്. സോ ഇവിടെ എന്തായിരിക്കും? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. 2-മീഥൈൽ പ്രൊപ്പൻ 2 എന്ന് പറഞ്ഞ ടെറിഷറി ആൽക്കഹോൾ ആണ്. സോ അതായിരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ തരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. കാരണം എന്താണ്? ഫീനോള് ആൽക്കഹോളിനേക്കാൾ അസിഡിക് ആണ്. കാരണം എന്താ? ഫീനോളിനകത്ത് ഒരു OH- പോയി കഴിഞ്ഞാൽ, OH അവിടുത്തെ ഹൈഡ്രജൻ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ആളാണ് O- പ്ലസ് H+. അപ്പൊ ഈ O- അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ആളെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇലക്ട്രോൺ റിങ്ങിനകത്തേക്ക് പോയി റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആവും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫീനോള് ഇത് O- ആണ്, ഇവിടെ ഇത് ഇങ്ങോട്ട് വന്നു, ഇത് ഇങ്ങോട്ട് പോയി. അപ്പൊ ഇങ്ങനെ റിങ്ങിനകത്ത് തന്നെ എന്ത് ചെയ്യുക? ഇത് കറങ്ങി കളിക്കും. അപ്പൊ ഇങ്ങനെ കറങ്ങി കളിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ ഫീനോക്സൈഡ് അയോൺ, ഈ O- വരുന്ന ഈ അയോണിനെയാണ് ഫീനോക്സൈഡ് അയോൺ എന്ന് വിളിക്കുന്നത്. ഈ ഫീനോക്സൈഡ് അയോൺ എന്ന് പറയുന്നത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. എന്താ? റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഈ മോളിക്യൂൾ എന്ത് ചെയ്യുന്നത്? ആൽക്കഹോളിനേക്കാൾ കൂടുതൽ അസിഡിക് ആയിട്ട് കാണിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അസിഡിറ്റി ഓഫ് ഫീനോൾ ഈസ് ഡ്യൂ ടു. ഓൾറെഡി നമ്മൾ പറഞ്ഞു അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ ബോണ്ടിങ്, ഫീനോളിക് ഗ്രൂപ്പ്, ബെൻസീൻ റിംഗ്, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് ദ ആനയോൺ. നമ്മുടെ ഫീനോളിക് ആനയോണിന്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ മൂലമാണ് അസിഡിറ്റി ഓഫ് ഫീനോൾ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഹാസ് മോസ്റ്റ് അസിഡിക് നേച്ചർ. ഇതിനകത്ത് ഏറ്റവും അസിഡിറ്റി നേച്ചർ കൂടുതലുള്ളത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നോക്കിയേ,
അപ്പൊ ഇവിടെ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ റിങ് അങ്ങോട്ട് കൊടുക്കും തോറും അല്ലെ, റിങ്ങിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെന്തായിരിക്കും, അവരുടെ അസിഡിറ്റി നേച്ചർ കുറവായിരിക്കും. അപ്പൊ ഇവിടെ CH2 ആയിട്ടാണ് OH കണക്ട് ചെയ്തത്. അപ്പൊ CH2 ഈ റിങ്ങും ഒക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് OH മൈനസിനെ ഇലക്ട്രോണിനെ പ്രൊവൈഡ് ചെയ്യും. സോ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ OH പ്ലസിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കുറവായിരിക്കും. ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു സൈക്ലിക് റിംഗ് ആണ്, ഇവിടെയും റിംഗ് ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ഇവിടെ ഒരു CH ഉണ്ട്, അതും എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഇലക്ട്രോണിനെ കൊടുക്കും. എന്നാൽ ഇതിനകത്ത് എന്തല്ല, ഇത് ഡയറക്ട്ലി ബോണ്ടഡ് ടു ദി അരോമാറ്റിക് റിംഗ് ആണ്. സോ ഇത് ഫീനോളിനായിരിക്കും നമ്മുടെ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ടുള്ളത് ആരായിരിക്കും, ഫീനോൾ ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. എന്തായിരിക്കും IUPAC നെയിം? ഇതൊരു ഈഥർ ആണ്. അപ്പൊ എന്ത് വരും, ഇവിടുത്തെ ഇതാണ് നമ്മളുടെ ലോങ്സ്റ്റ് ചെയിൻ. ഈ ലോങ്സ്റ്റ് ചെയിന്റെ സെക്കൻഡ് പൊസിഷനിലാണ് ആര് വന്നിരിക്കുന്നത്, മെത്തോക്സി ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. സോ സെക്കൻഡ് പൊസിഷനിൽ ഒരു മെത്തോക്സി ഗ്രൂപ്പ് ഉണ്ട്, 2-മെത്തോക്സി പ്രൊപ്പെയിൻ. 2-മെത്തോക്സി പ്രൊപ്പെയിൻ, ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആണ്, 2-മെത്തോക്സി പ്രൊപ്പെയിൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ബെൻസിലിക് ആൽക്കഹോൾ? അപ്പൊ ബെൻസൈലിക് ആൽക്കഹോൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ബെൻസൈലിക് എന്ന് പറഞ്ഞാൽ എന്താ, the OH group is connected to a carbon which is connected to a benzene ring. ബെൻസീൻ റിങ്ങിനോട് കണക്ട് ചെയ്തിരിക്കുന്ന കാർബണിലാണ് നമ്മുടെ OH ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരെയാണ് നമ്മൾ ബെൻസൈലിക് ആൽക്കഹോൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഇതിനകത്ത് CH2 കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ആണെങ്കിൽ CH2 ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതല്ല. ഇവിടെയാണെങ്കിൽ ബെൻസീൻ റിംഗ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ വിച്ച് ഇസ് കണക്റ്റഡ് ടു CH2 അതിനകത്താണ്. അപ്പൊ ഇതെന്താ, ഒരു ബെൻസൈലിക് ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ OH കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ബെൻസീൻ റിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 2ഉം 3ഉം ആണ്, ഇവിടെ അല്ല. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ബെൻസൈലിക് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പ് ഈസ് കണക്റ്റഡ് ടു എ കാർബൺ വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ബെൻസീൻ റിംഗ് ആണ്. ഓക്കെ, ഓപ്ഷൻ 2 and 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്ട്രക്ചർ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു sp2 ഹൈബ്രൈസ്ഡ് കാർബൺ? ഇപ്പൊ sp2 ഹൈബ്രൈസ്ഡ് കാർബണിനകത്ത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ CH2നകത്താണ്, ഇത് sp3 ആണ്, ഇതും sp3 കാർബൺ ആണ്, ഇവിടുത്തെ OHും sp3 കാർബൺ ആണ്. എന്നാൽ ഇവിടെ OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ റിങ്ങിനകത്താണ്. റിങ്ങിനകത്തുള്ള കാർബൺ എല്ലാം sp2 ആണ്, ബാക്കി ഇതെല്ലാം sp3 ആണ് അല്ലെ. സാധാ നമ്മുടെ ഒരു കാർബൺ എന്ന് പറയുന്നത് sp3 ആണ്. ആൽക്കൈൽ നമ്മുടെ സാധാ ഒരു ഹൈഡ്രോ കാർബണിനകത്തുള്ള കാർബൺ എല്ലാം sp3 ആണ്, റിങ്ങിനകത്തുള്ള കാർബൺ sp2 ആണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അൺസിമെട്രിക്കൽ ഈഥർ? ഈഥർ എന്ന് പറഞ്ഞാൽ ROR ആണ്. അപ്പൊ ഇവിടുത്തെ 2 ആറും ഒരേപോലെയാണെങ്കിൽ, 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഒരേപോലെയാണെങ്കിൽ നമുക്ക് സിമെട്രിക്കൽ ഈഥർ എന്ന് വിളിക്കാം. ഈ 2 ആറും ഒരേപോലെ അല്ലെങ്കിൽ അതിനെ അൺസിമെട്രിക്കൽ എന്ന് പറയും. ഇവിടെ നോക്കി, ഇവിടെ C2H5, ഇവിടെ C2H5 സിമെട്രിക്കൽ ആണ്. C6H5 C6H5 സിമെട്രിക്കൽ ആണ്. CH5 CH5 സിമെട്രിക്കൽ ആണ്. ഇവിടെ C6H5, ഇവിടെ C2H5. ഇതെന്തല്ല, സിമെട്രിക്കൽ അല്ല, രണ്ടും ഒരേപോലെ അല്ല. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക് ഗ്രൂപ്പിംഗ് ഓഫ് സെക്കൻഡറി ആൽക്കഹോൾ? സെക്കൻഡറി ആൽക്കഹോളിന്റെ ഗ്രൂപ്പിംഗ്. സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുന്നത് OH ഗ്രൂപ്പ് ഈസ് കണക്റ്റഡ് ടു എ കാർബൺ വിച്ച് ഈസ് കണക്റ്റഡ് ടു അനദർ 2 കാർബൺ. അപ്പോൾ ഒരു OH ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ, OH ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ മറ്റ് 2 കാർബണുമായി കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ കാർബണിന്റെ ബാലൻസ് 3 തീർന്നു, ബാക്കി 1 കൂടെ ഉള്ളൂ. സോ CHOH ഇതാണ് നമ്മുടെ സെക്കൻഡറി ആൽക്കഹോളിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ CHOH എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി ആണ്, ഇത് ടെർഷ്യറി ആണ്. ഓക്കെ, ഇതും സെക്കൻഡറി ആണ്, ഇവിടെ ഡൈഓൾ ആണ് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് ഹാവിംഗ് ഫങ്ഷണൽ ഗ്രൂപ്പ് O ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് ആർക്കാണ്? ഈഥറിനാണ്. ഏതിനാണ്? ഈഥർ. ഈഥറിന് നമ്മൾ ഈഥർ എന്ന് പറയും, അല്ലെങ്കിൽ മെത്തോക്സി മീഥേൻ, ആൽക്കോക്സി ആൽക്കേൻ എന്ന് പറയും.
ഇതൊരു ആസിഡ് ആണ്, ഇതൊരു ആൽക്കഹോൾ ആണ്, ഇതൊരു കീറ്റോൺ ആണ്. അപ്പോൾ ഈഥർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഡൈ ഈഥൈൽ ഈഥർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്യൂട്ടെയിൻ 2-ol ഈസ് ബ്യൂട്ടെയിൻ 2-ol. ബ്യൂട്ടെയിൻ 2-ol എന്ന് പറയുമ്പോൾ CH3 CH2 CHOH CH2. ബ്യൂട്ടെയിൻ 2-ol എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ CHOH. CHOH എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? സെക്കൻഡറി ആണ് അല്ലെ. ഇത് രണ്ട് സിയു ആയിട്ട് കണക്റ്റഡ് ആണ്. സോ സെക്കൻഡറി ആണ്. സോ സെക്കൻഡറി ആൽക്കഹോൾ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് ആരോമാറ്റിക് ആൽക്കഹോൾ? തന്നിരിക്കുന്നതിനകത്ത് ആരോമാറ്റിക് ആൽക്കഹോൾ. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? OH ഗ്രൂപ്പ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ആൻ ആരോമാറ്റിക് റിംഗ്. ഇവിടെ OH ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന CH2-നകത്തോട്ടാണ്, ഇവിടെ CH-നകത്താണ്, ഇവിടെ ഇതല്ല. ഇവിടെ OH ഗ്രൂപ്പ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദിസ് കാർബൺ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതാണ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഗിവൻ ബിലോ. തന്നിരിക്കുന്നതിനകത്ത് IUPAC നെയിം എഴുതേണ്ടതാണ്. ഇവിടെ നോക്ക്, ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിനകത്ത് നമുക്ക് OH ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി കൂടുതൽ. സോ നമ്പറിംഗ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദിസ് കാർബൺ. സോ 1 2 3 4 5 and 6. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? 5-ൽ ഒരു ക്ലോറിൻ. സോ 5 ഫ്ലോറോ, പിന്നെ വേറൊന്നുമില്ല അല്ലെ, ആൽക്കഹോൾ ആണ്. സോ 5 ക്ലോറോ ഹെക്സേൻ 2-ol എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹെക്സൻ 2-ol എന്ന് എഴുതാം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഹെക്സെയിൻ 2-ol എന്നോ അല്ലെങ്കിൽ ഹെക്സൻ 2-ol എന്നോ നമുക്ക് എഴുതാം. ഹെക്സൻ 2-ol. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IUPAC നെയിം ഓഫ് മെറ്റാക്രിസോൾ. മെറ്റാക്രിസോൾ. ക്രിസോൾ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ബെൻസീൻ റിങ്ങിനകത്ത് ഒരു OH ഗ്രൂപ്പും ഒരു CH3 ഗ്രൂപ്പും കൂടെ വന്നാൽ അവരെ വിളിക്കുന്ന പേരാണ് മെറ്റാക്രിസോൾ എന്ന് വിളിക്കുന്നത്. മെറ്റാക്രിസോൾ എന്ന് പറഞ്ഞാല് മെറ്റാ പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പും OH വരുന്നത്. അപ്പൊ ഇവിടെ 1 2 3 ആണ് കേട്ടോ. 3 ആണ്. മെറ്റാക്രിസോൾ എന്ന് പറഞ്ഞാല് തേർഡ് പൊസിഷനിൽ, മെറ്റാ പൊസിഷനിൽ ഒരു CH3യും OH കൂടെ വന്നാൽ ഇവരെ വിളിക്കുന്ന പേരാണ് മെറ്റാക്രിസോൾ എന്ന് പറയുന്നത്. 2 എന്ന് പറഞ്ഞാൽ ഓർത്തോക്രിസോൾ. ഓർത്തോ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ ഓർത്തോക്രിസോൾ എന്ന് പറയും. മെറ്റാ പൊസിഷനിലാണെങ്കിൽ മെറ്റാക്രിസോൾ, പാരാ പൊസിഷനിലാണെങ്കിൽ പാരാക്രിസോൾ. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. മീഥൈൽ ഫിനോൾ. അത് എന്തായിരിക്കും? 3 മീഥൈൽ ഫിനോൾ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഏവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈ ലെസണിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്ലാന്റ് എംബ്രിയോ ഡെവലപ്പ് ഫ്രം. പ്ലാന്റിന്റെ എംബ്രിയോ എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സീഡ്, ഫ്രൂട്ട്, സൈഗോട്ട്, ഫ്ലവർ. അപ്പോൾ പ്ലാന്റിന്റെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സൈഗോട്ടിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സൈഗോട്ട് എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് സൈഗോട്ട്. എന്താ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ടല്ല മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് സൈഗോട്ട്. ഈ സൈഗോട്ടാണ് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഓക്കെ. Embryo of flowering plant is always. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ എംബ്രിയോ എപ്പോഴും എന്തായിരിക്കും? മീൻസ് അതിന്റെ ക്രോമസോം നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് എ പ്ലോയിഡി. ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ്, ടെട്രപ്ലോയിഡ്. ഹാപ്ലോയിഡ് മീൻസ് ഓൺലി വൺ സെറ്റ് ഓഫ് ക്രോമസോം, ഒരു സെറ്റ് ക്രോമസോം, അതാണ് N എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഡിപ്ലോയിഡ് എന്ന് വെച്ചാൽ ഡബിൾ സെറ്റ് ഓഫ് ക്രോമസോം, അതാണ് 2N എന്ന് പറയുന്നത്. ട്രിപ്ലോയിഡ് എന്ന് വെച്ചാൽ ട്രിപ്പിൾ സെറ്റ് മീൻസ് 3 സെറ്റ് ക്രോമസോം. ടെട്രപ്ലോയിഡ് എന്ന് വെച്ചാൽ 4 സെറ്റ് ക്രോമസോം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എംബ്രിയോ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് ഈസ് ഓൾവേസ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ എംബ്രിയോ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആർ കോമൺലി കോൾഡ് ആൻജിയോസ്പോംസ്. അപ്പൊ ആൻജിയോസ്പോംസിന്റെ എംബ്രിയോ എന്ന് പറയുന്നത് അതിന്റെ അകത്ത് കാണപ്പെടുന്ന ക്രോമസോമിന്റെ നമ്പർ ഹാപ്ലോയിഡ് ആണോ, ഡിപ്ലോയിഡ് ആണോ, ട്രിപ്ലോയിഡ് ആണോ, ടെട്രപ്ലോയിഡ് ആണോ? ഏതാണ്? ഡിപ്ലോയിഡ് ആണ്. ഇതാണ് ഡിപ്ലോയിഡ് ആണ്. എന്ന് വെച്ചാല് മെയിൽ ഗ്യാമീറ്റുകൾ എപ്പോഴും എന്തായിരിക്കും?
ഗ്യാമീറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് ഗ്യാമീറ്റുകൾ ചേർന്നുണ്ടാകുന്ന സൈഗോട്ട് എപ്പോഴും എന്താണ്? ഡിപ്ലോയിഡ് ആണ്. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുണ്ടാകുന്ന എംബ്രിയോയും എന്ത് തന്നെയായിരിക്കും? ഡിപ്ലോയിഡ് തന്നെയായിരിക്കും. Then third question, plant embryo is a mass of cells, uncertain tissue, collection of plant tissue, miniature plant. പ്ലാന്റിന്റെ എംബ്രിയോ എന്ന് വെച്ചാൽ പ്ലാന്റിന്റെ എംബ്രിയോ പിന്നെ എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പൊ പ്ലാന്റിന്റെ എംബ്രിയോയ്ക്കകത്ത് എന്താണ് കാണുന്നത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പ്ലാന്റിന്റെ എംബ്രിയോ വളർന്നിട്ട് പ്ലാന്റ് ആയിട്ടല്ലേ മാറുന്നത്? അപ്പൊ എന്തായിരിക്കും? മിനിയേച്ചർ പ്ലാന്റ്, ബേബി പ്ലാന്റ് ആണ് അതിനകത്ത് കാണുന്നത്. The next question, stamen is a modification of leaf, microsporophyll, megasporophyll, shoot. സ്റ്റേമൻ എന്ന് പറയുന്നത് എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ്? സ്റ്റേമൻ എന്ന് വെച്ചാൽ ഒരു ഫ്ലവറിലെ മെയിൽ സെക്സ് ഓർഗനായ ആൻഡ്രീഷ്യത്തിന്റെ മെമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേമൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സ്റ്റേമൻസ് എന്ന് വെച്ചാൽ എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ്? മൈക്രോസ്പോറോഫില്ലിന്റെ മോഡിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റേമൻ എന്ന് പറയുന്നത്. ഇതിന്റെയാണ് മൈക്രോസ്പോറോഫില്ലിന്റെ മോഡിഫിക്കേഷൻ ആണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. Then next, zygote is formed inside the സൈഗോട്ട് എവിടെയാണ് ഉണ്ടാകുന്നത്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്, സീഡ്. എവിടെയാണ്? ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ അകത്താണ് ആരുണ്ടാകുന്നത്? സൈഗോട്ട് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ അകത്താണ് ഫീമെയിൽ ഗാമിറ്റായ എഗ്ഗ് കാണുന്നത്. അപ്പൊ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണല്ലോ സൈഗോട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിലാണ് ആര് കാണുന്നത്? സൈഗോട്ട് കാണുന്നത്. The next question, a microspore is a male gamete, first cell of the male gametophyte, last cell of the male gametophyte, diploid cell. മൈക്രോസ്പോർ എന്ന് വെച്ചാൽ മെയിൽ ഗാമീറ്റ് എന്ന് വെച്ചാൽ ഏതാണ്? എപ്പോഴും പോളൻ ഗ്രെയിൻ ആണ് കേട്ടോ. മെയിൽ ഗാമീറ്റ്, ഒരു ഫ്ലവറിന്റെ മെയിൽ ഗാമീറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കാര്യമാണ്. അപ്പോൾ ഒരു ഫ്ലവറിന്റെ മെയിൽ ഗാമീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരായിരിക്കും? പോളൻ ഗ്രെയിൻ ആയിരിക്കും. ആരാണ്? പോളൻ ഗ്രെയിൻ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്ന് വെച്ചാൽ പോളൻഗ്രെയിൻ എന്ന് മൈക്രോസ്പോർ എന്ന് പറയുന്നത് എന്താണ്? മെയിൽ ഗാമീറ്റ് ആണോ? ഫസ്റ്റ് സെൽ ഓഫ് ദ ഗാമിറ്റോഫൈറ്റ് ആണോ? ലാസ്റ്റ് സെൽ ഓഫ് ദ മെയിൽ ഗാമിറ്റോഫൈറ്റ് ആണോ? ഡിപ്ലോയിഡ് സെൽ ആണോ? ഏതാണ്? ഫസ്റ്റ് സെൽ ഓഫ് ദി മെയിൽ ഗാമിറ്റോഫൈറ്റ്. ഈ മൈക്രോസ്പോർ ആണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? മെയിൽ ഗാമീറ്റ് ആയിട്ട്. അത് വളർന്നിട്ടാണ് മെയിൽ ഗാമീറ്റ് ആയിട്ട് മാറുന്നത്. ആൻ ആന്തർ കൺസിസ്റ്റ് ഓഫ്, ആന്തറിന്റെ അകത്ത് ആരൊക്കെയുണ്ട്? ആന്തർ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേമന്റെ പാർട്ടാണ്. ആന്തർ എന്ന് വെച്ചാൽ ആൻഡ്രീഷ്യത്തിന്റെ മെമ്പേഴ്സ് ആണ്. ആൻഡ്രീഷ്യം എന്ന് വെച്ചാൽ മെയിൽ സെക്സ് ഓർഗൻ ഓഫ് ദി ഫ്ലവർ ആണ് എന്ന് പറയുന്നത്. ആൻഡ്രീഷ്യം മെയിൽ സെക്സ് ഓർഗൻ ഓഫ് ദി ഫ്ലവർ ആണ്. ആൻഡ്രീഷ്യത്തിന്റെ മെമ്പേഴ്സ് ആണ് എന്ന് പറയുന്നത് സ്റ്റേമൻസ്. ഇനി സ്റ്റേമന്റെ അകത്ത് രണ്ട് പാർട്സ് ഉണ്ട്, ആന്തർ ആൻഡ് ഫിലമെന്റ്. ആന്തറും ഉണ്ട്, ഫിലമെന്റും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആന്തറിന്റെ അകത്ത് എന്തുണ്ട്? 1 മൈക്രോസ്പൊറാഞ്ചിയ, 4 മൈക്രോസ്പൊറാഞ്ചിയ, 2 മൈക്രോസ്പൊറാഞ്ചിയ, മെനി മൈക്രോസ്പൊറാഞ്ചിയ. ഒരു ആന്തറിന്റെ അകത്ത് 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടായിരിക്കാൻ നമ്മൾ ടെട്രാഡ് എന്നാണ് പറയുന്നത്. എന്ത് പറയുന്നു? ടെട്രാഡ്. സെൽസ് ഓഫ് ന്യൂസെല്ലസ് ആർ ഓൾവേസ്, ന്യൂസെല്ലസിന്റെ സെൽസ് എപ്പോഴും എന്തായിരിക്കും? ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ്, യൂന്യൂക്ലിയേറ്റഡ്. ന്യൂസെല്ലസ് എപ്പോഴും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. എന്താ ന്യൂസെല്ലസ് എന്ന് വെച്ചാൽ? ന്യൂട്രിറ്റീവ് ലെയർ ആണ്. ഓവ്യൂളിന്റെ ന്യൂട്രിറ്റീവ് ലെയർ ആണ് എന്ന് പറയുന്നത് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂസെല്ലസ് എപ്പോഴും എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ദെൻ നെക്സ്റ്റ്, the embryo sac is produced from, embryo sac എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൈക്രോസ്പോർ, സൈഗോട്ട്, എഗ് സെൽ, മെഗാസ്പോർ. എംബ്രിയോ സാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും എവിടെ നിന്നായിരിക്കും? മെഗാസ്പോറിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. An egg apparatus contains an egg plus 2 antipodals, an egg plus secondary nucleus, an egg plus 2 synergids, antipodal cells plus synergid. എഗ് അപ്പാറ്റസ് എന്ന് വെച്ചാൽ ഒരു ഓവ്യൂളില് മൈക്രോപൈലാർ റീജിയന്റെ താഴെ കാണുന്ന മൈക്രോപൈലാർ റീജിയന്റെ താഴെ കാണപ്പെടുന്ന സെല്ലാണ്, 3 സെല്ലാണ് എന്ന് പറയുന്ന എഗ് അപ്പാറ്റസ്. അതെവിടെ കാണുന്നത്? ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിൽ അല്ലെങ്കിൽ എംബ്രിയോ സാക്കിൽ കാണുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് എഗ് അപ്പാറ്റസിന്റെ അകത്ത് 3 സെല്ലുണ്ട്. ആ 3 സെൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഒരു എഗ്ഗും അതുപോലെ തന്നെ 2 സൈനർജിഡ്സും ആയിരിക്കും എവിടെ കാണുന്നത്? എഗ് അപ്പാറ്റസിൽ കാണുന്നത്.
Then next, in angiosperm, the endosperm nucleus is triploid, diploid, tetraploid, haploid. Angiospermile endosperm nucleus. എന്താ endosperm എന്ന് വെച്ചാൽ? Endosperm എന്ന് വെച്ചാൽ primary endosperm nucleus. അതിനെയാണ് ഇവിടെ പി എന്നെയാണ് നമ്മൾ എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ട്രിപ്പിൾ ഫ്യൂഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് പെൻ എന്ന് പറയുന്നത്. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വെച്ചാൽ ഡബിൾ ഫെർട്ടിലൈസേഷനിലെ ഒരു ഫ്യൂഷൻ ആണ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പെൻ എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും? ട്രിപ്ലോയിഡ് ആയിരിക്കും. എന്താണ്? ട്രിപ്ലോയിഡ് ആണ്. എൻഡോസ്പേം എപ്പോഴും എന്തായിരിക്കും? എൻഡോസ്പേം എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കുമേ. എൻഡോസ്പേം എപ്പോഴും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആൻജിയോസ്പേമിലെ എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ്? സോറി ആൻജിയോസ്പേമിലെ എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ ട്രിപ്ലോയിഡ് ആണ്. ട്രിപ്ലോയിഡ് എന്ന് വെച്ചാൽ 3N ആയിരിക്കും. എന്താണ്? 3N ആണ്. എന്ന് വെച്ചാൽ ട്രിപ്പിൾ ഫ്യൂഷന്റെ ഫലമായിട്ടാണ് ആരുണ്ടാകുന്നത്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അല്ലെങ്കിൽ എൻഡോസ്പേം ഉണ്ടാകുന്നത്. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വെച്ചാൽ സെക്കൻഡറി ന്യൂക്ലിയസും അല്ലെങ്കിൽ സെക്കൻഡറി സെല്ലിൽ കാണപ്പെടുന്ന സെൻട്രൽ സെല്ലിൽ കാണപ്പെടുന്ന പോളാർ ന്യൂക്ലിയയും അതുപോലെ തന്നെ മെയിൽ ഗ്യാമീറ്റും കൂടെ ഫ്യൂസ് ചെയ്യുന്ന ഫ്യൂഷനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. മെയിൽ ഗ്യാമീറ്റിനകത്ത് 2 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ 1 ന്യൂക്ലിയസ് മെയിൽ ഗ്യാമീറ്റിന്റെ അകത്ത് ഒരു ന്യൂക്ലിയസ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു? സെൻട്രൽ സെല്ലിന്റെ അകത്ത് കാണപ്പെടുന്ന പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് PM ആണ് എന്തായിട്ട് മാറുന്നത്? എൻഡോസ്പേം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം ഈ മെയിൽ ഗ്യാമീറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആണ്. പോളാർ ന്യൂക്ലിയ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. അപ്പൊ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴത്തേനും എന്തായിട്ട് മാറുന്നു? ട്രിപ്ലോയിഡ് ആയിട്ട് മാറും. എന്തായിട്ട് മാറുന്നു? ട്രിപ്ലോയിഡ്. The next question. The female gametophyte is also known as. Female gametനെ പറയുന്ന വേറൊരു പേരാണ് ഓവ്യൂൾ, എഗപാറ്റസ്, ന്യൂസെല്ലസ്, എംബ്രിയോ സാക്ക്. ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ആണ് എന്ന് പറയുന്നത് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. ഏതാണ്? എംബ്രിയോ സാക്ക്. Then carpel is formed of. കാർപ്പൽ ഉണ്ടായിരിക്കുന്നത് എന്തെല്ലാം ചേർന്നിട്ടാണ് കാർപ്പൽ ഉണ്ടായിരിക്കുന്നത്? കാർപ്പൽ എന്ന് വെച്ചാല് ഗൈനീഷ്യത്തിന്റെ പാർട്ടാണ് ഏത്? കാർപ്പൽ. എന്താ ഇപ്പൊ ഗൈനീഷ്യം എന്ന് വെച്ചാല് ഫീമെയിൽ സെക്സ് ഓർഗൻ ഓഫ് ദി ഫ്ലവർ ആണ് എന്ന് പറയുന്നത് ഗൈനീഷ്യം. അപ്പൊ കാർപ്പലിന്റെ അകത്ത് 3 പാർട്സ് ഉണ്ട്. ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. സ്റ്റിഗ്മ ഏറ്റവും ടോപ്പിൽ കാണുന്നു. സ്റ്റൈല് ഓവറിക്കും സ്റ്റിഗ്മയ്ക്കും ഇടയ്ക്ക് കാണുന്നു. ഓവറി എന്ന് വെച്ചാൽ ബേസൽ പോർഷനിൽ കാണുന്നു. ഓക്കെ, അപ്പൊ ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ അല്ലെങ്കിൽ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി എന്ന് വേണേലും പറയാം. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്? കാർപ്പൽ ഈസ് ഫോംഡ് ഓഫ്. കാർപ്പലിന്റെ അകത്ത് എത്ര പാർട്സ് ഉണ്ട്? 2 പാർട്സ്, 3 പാർട്സ്, 4 പാർട്സ്, 7 പാർട്സ്. എത്ര ഉണ്ട്? 1, 2, 3. ഏതാണ്? 3 പാർട്സ് ആണ്. The arrangement of flowers on the floral axis is known as. ഫ്ലവറിനെ ഫ്ലോറൽ ആക്സിസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വീനേഷൻ, ഫിലോടാക്സി, ആന്തോളജി, എസ്റ്റിവേഷൻ. ഏതാണ്? ആന്തോളജി. വീനേഷൻ എന്ന് വെച്ചാല് വെയിൻസിനെ, വെയിൻലെറ്റ്സിനെ ലീഫിന്റെ ലാമിനയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന മെത്തേഡാണ് വീനേഷൻ എന്ന് പറയുന്നത്. ഇനി ഫിലോടാക്സി എന്ന് വെച്ചാല് ലീഫിനെ സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന മെത്തേഡാണ് ഏത്? ഫിലോടാക്സി. എസ്റ്റിവേഷൻ എന്ന് വെച്ചാല് കാലിക്സും കൊറോളയും
ബഡ് സ്റ്റേജിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ഏസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. The next question, the unit of the female reproductive body in flower is carpel, megasporangium, ovule, ovary. ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ബോഡി ഓഫ് ദ ഫ്ലവറിന്റെ യൂണിറ്റ് ഏതാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് എ ഗൈനീഷ്യം. ഗൈനീഷ്യത്തിന്റെ പാർട്ട് അല്ലെ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് കാർപ്പൽ. ആ കാർപ്പലിന് 3 പാർട്സ് ഉണ്ട്. After fertilization, the ovule develops into endosperm, seed, embryo sac, fruit. ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഓവ്യൂൾ എന്തായിട്ട് മാറുന്നു? ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറുന്നു. ഓവ്യൂള് സീഡായിട്ട് മാറും. എന്തായിട്ടാണ് മാറുന്നത്? സീഡായിട്ട് മാറുന്നത്. ആൻസർ ഈസ് ബി. ഫ്രൂട്ട് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്, ഓവറി, കാർപ്പൽ, ന്യൂസെല്ലസ്. ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഓവറിയാണ് എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ദ സീഡ് കോട്ട് ഡെവലപ്സ് ഫ്രം. സീഡ് കോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്നർ ഇന്റഗ്മെന്റ്, ഔട്ടർ ഇന്റഗ്മെന്റ്, ന്യൂസെല്ലസ്, എംബ്രിയോ സാക്ക്. ഇന്റഗ്മെന്റ് എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദി ഓവ്യൂൾ ആണ്. ഓവ്യൂളിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് എന്ന് പറയുന്നത് ഇന്റഗ്മെന്റ്. ഇന്റഗ്മെന്റിന് 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ഇന്റഗ്മെന്റും ഉണ്ട്, ഇന്നർ ഇന്റഗ്മെന്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സീഡ് കോട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഔട്ടർ ഇന്റഗ്മെന്റ് ആണ് എന്തായിട്ട് മാറിയിരിക്കുന്നത്? സീഡ് കോട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂസെല്ലസ് ഇൻ ദ സീഡ് ഈസ് റെപ്രസെന്റഡ് ബൈ. സീഡിലെ ന്യൂസെല്ലസ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്? ടെസ്റ്റ, പെരികാർപ്പ്, ടെക്മെൻ, സീഡ് കോട്ട്. ഏതാണ്? പെരികാർപ്പ്. പെരികാർപ്പ് എന്ന് വെച്ചാൽ ഫ്രൂട്ടിന്റെ ഔട്ടർ കവറിങ്ങിനെയാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ടെസ്റ്റയും ടെക്മെനും ഒക്കെ സീഡ് കോട്ടിന്റെ പാർട്ടാണ്. സീഡ് കോട്ടിന്റെ ഔട്ടർ പാർട്ടിനെ ടെസ്റ്റ് എന്നും ഇന്നർ പാർട്ടിനെ ടെക്മെൻ എന്ന് പറയുന്നു. സീഡ് കോട്ട് എന്ന് വെച്ചാൽ സീഡിന്റെ ഔട്ടർ കവറിംഗ് ആണ് എന്ന് പറയുന്നത് സീഡ് കോട്ട് എന്ന് പറയുന്നത്. The next, pollen grain is produced in nucellus, stigma, anther, chalasa. Pollen grain produce ചെയ്തത് എവിടെയാണ്? ആന്തറിലാണ്. എവിടെയാണ്? ആന്തറിൽ. ഇത്രയും ഫീമെയിൽ സെക്സ് ഓർഗന്റെ പാർട്സുകളാണ്. Ovule is attached to the placenta by pedicel, hilum, funicle, PTO. Ovule attach ചെയ്തിരിക്കുന്നത് പ്ലാസന്റയുമായിട്ട് ഓവ്യൂൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ എന്ന് പറയും. എന്താണ്? ഫ്യൂണിക്കിൾ. സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂൾ ഈസ് കോൾഡ് ഫ്യൂണിക്കിൾ. The next question, pollen tube enters the embryo sac through integument, micropyle, chalasa, funicle. Pollen tube എന്ത് വഴിയാണ്? എംബ്രിയോ സാക്കിന്റെ അകത്തേക്ക് കയറുന്നത്. ഏത് വഴിയാണ്? മൈക്രോപൈൽ വഴി. മൈക്രോപൈൽ എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ഓഫ് ദ ഓവ്യൂൾ ആണ്. ഓവ്യൂളിന്റെ ഓപ്പണിങ്ങിനെയാണ് ഇതെന്ന് പറയുന്നത് മൈക്രോപൈൽ. അപ്പൊ ആ ഓപ്പണിംഗ് വഴിയാണ് പോളൻ ട്യൂബ് എവിടേക്ക് വരുന്നത്? എംബ്രിയോ സാക്കിലേക്ക് വരുന്നത്. ചലാസ എന്ന് വെച്ചാൽ ബേസൽ പോർഷൻ ആണ്, അല്ലെങ്കിൽ മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് പോർഷൻ ആണ് ചലാസ. The next question, pollen tube entering in embryo sac has 3 male gamete, 1 male gamete, 2 male gamete, 4 male gamete. pollen tube എൻ്റർ ചെയ്യുന്നു. ഈ എൻ്റർ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് എത്ര മെയിൽ ഗ്യാമീറ്റ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മെയിൽ ഗ്യാമീറ്റ് ആണ്? 2 മെയിൽ ഗ്യാമീറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. എത്രയാണ്? 2 മെയിൽ ഗ്യാമീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു വെജിറ്റേറ്റീവ് ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. 2 മെയിൽ ഗ്യാമീറ്റ്. In flowering plants, fertilization occurs in. Fertilization നടക്കുന്നത് ഓവറി, എംബ്രിയോ സാക്, ന്യൂസെല്ലസ്, ഓവ്യൂൾ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? എംബ്രിയോ സാക്കിന്റെ അകത്താണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയ എഗ് ഇരിക്കുന്നത്. അപ്പം എംബ്രിയോ സാക്കിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. The formation of zygote without the act of syngamy is called polyembryony, parthenogenesis, budding, apospory. അപ്പോൾ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് വിത്തൗട്ട് ദ ആക്ട് ഓഫ് സിംഗമി എന്ന് വെച്ചാൽ സിംഗമി എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പാർത്തനോജനസിസ്. എന്താണ്?
പാർത്തനോജനസിസ് എന്നാണ് പറയുന്നത്. Which phase of the life cycle is dominant in the individuals of angiosperm? ആൻജിയോസ്പേമിന്റെ ലൈഫ് സൈക്കിളിൽ ഏതാണ് ഡോമിനന്റ് ആയിട്ടുള്ളത്? ഗ്യാമിറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ്, ഗ്രോത്ത് ഫേസ്, ഡെവലപ്മെന്റ് ഫേസ്. ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ളത് സ്പോറോഫൈറ്റ് ആണ്, മീൻസ് സ്പോർ ബിയറിംഗ് സൈറ്റ് ആണ്. The process by which seedless fruits are produced are known as parthenocarpy, apogamy, parthenogenesis, apospory. Seedless fruitനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് പാർത്തനോകാർപ്പി. ഒരു എക്സാമ്പിൾ ആണ് ബനാന. ആ ഫ്രൂട്ടിനെ പറയുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. A flower is modified stem, modified leaf, modified branch, modified shoot. ഫ്ലവർ എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് ഷൂട്ട് ആണ്. A flower is specially formed for decoration, photosynthesis, reproduction, fragrance. ഒരു ഫ്ലവറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഒരു പ്ലാന്റിലെ ഫ്ലവറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ഫോർ റീപ്രൊഡക്ഷൻ. ഇതിനു വേണ്ടിയിട്ടാണ് ഇറ്റ് ഈസ് എ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് എന്നാണ് ഫ്ലവറിനെ അറിയപ്പെടുന്നത്. Pollen tube enters the micropyle into through female gamete, female gametophyte, ovary, nucellus. ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് വഴിയാണ് ആര് കയറുന്നത്? മൈക്രോപൈലിൽ കൂടി പോളൻ ട്യൂബ് എവിടേക്കാണ് വരുന്നത്? ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിലേക്കാണ് വരുന്നത്. The next question, embryo develops from, embryo എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? That is developed from the zygote. Fertilized secondary nucleus develops into, fertilization നടന്ന സെക്കൻഡറി ന്യൂക്ലിയസ് എന്തായിട്ട് മാറുന്നു? ഇറ്റ് ഡെവലപ്സ് ഇൻറ്റു എൻഡോസ്പോം. എന്തായിട്ടാണ് മാറുന്നത്? എൻഡോസ്പോം ആയിട്ടാണ് മാറുന്നത്. Transfer of pollen to the stigma is called fertilization, germination, pollination, gametogenesis. Transfer of pollen to the stigma of flower is called pollination. In ficus, pollination occurs through water, air, bat, insects. ഫൈക്കസിന്റെ അകത്ത് പോളിനേഷൻ നടക്കുന്നത് എന്ത് വഴിയാണ്? ഇൻസെക്ട്സ് വഴിയാണ്. After fertilization, the seed is developed from, seed ഡെവലപ്പ് ചെയ്യുന്നത് ഓവ്യൂളിൽ നിന്നാണ്. തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണത്. Cross pollination is normally not beneficial, harmful, more beneficial, rarely seen. Cross pollination എന്ന് വെച്ചാൽ കൂടുതലും പ്ലാന്റ്സിന് എന്തായിരിക്കും? ബെനഫിഷ്യൽ ആയിട്ടുള്ളതാണ്. പോളിനേഷൻ തന്നെ നമുക്ക് 3 തരത്തിലുണ്ട്. അല്ല, മെയിനായിട്ട് നമുക്ക് 2 തരത്തിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിൽ തന്നെ നടക്കുന്ന പോളിനേഷൻ ആണ് സെൽഫ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ എന്ന് വെച്ചാൽ 2 ഫ്ലവേഴ്സ് തമ്മിൽ നടക്കുന്നതാണ്. ക്രോസ് പോളിനേഷൻ തന്നെ 2 തരത്തിലുണ്ട്. ജെയ്റ്റിനോഗമിയും ഉണ്ട്, സീനോഗമിയും ഉണ്ട്. ജെയ്റ്റിനോഗമി ആൻഡ് സീനോഗമി. ജെയ്റ്റിനോഗമി എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിന്റെ ഡിഫറെന്റ് ഫ്ലവേഴ്സിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നടക്കുന്ന പോളിനേഷൻ ആണ് ജെയ്റ്റിനോഗമി. അതേസമയം 2 പ്ലാന്റിന്റെ ഡിഫറെന്റ് ഫ്ലവേഴ്സിൽ നടക്കുന്നതാണ് എന്ന് പറയുന്നത് സീനോഗമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്രോസ് പോളിനേഷൻ ആണ് കൂടുതലും പ്ലാന്റ്സിന് എന്താണ് ബെനഫിഷ്യൽ ആയിട്ടുള്ളത്. നെക്സ്റ്റ്, പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ഓൺ എനി സർഫസ്, സ്റ്റിഗ്മ, സോയിൽ, ഓവ്യൂൾ. എവിടെയാണ് പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യുന്ന എപ്പോഴും സ്റ്റിഗ്മയിലാണ്. പോളൻ ഗ്രെയിൻസിന്റെ ലാൻഡിംഗ് പ്ലേസ് ആണ് എന്ന് പറയുന്നത് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തിട്ട് സ്റ്റിഗ്മ വഴി സ്റ്റൈല് വഴി ഓവറിക്കകത്ത് എത്തുന്നത്.
An anther is also called sporangium, megasporangium, microsporangium, stamen. എന്താണ് മൈക്രോസ്പൊറാഞ്ചിയം ആണ് എന്ന് പറയുന്നത്, ആന്തർ എന്ന് പറയുന്നത്. The source of food for developing embryo is nucellus, ovule, endosperm, anther. എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഴ്സ് ഓഫ് ഫുഡ് ആണ് എന്ന് പറയുന്നത് എൻഡോസ്പേം എന്ന് പറയുന്നത്. ഈ എൻഡോസ്പേം ഉണ്ടാകുന്നത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്നാണ് എൻഡോസ്പേം ഉണ്ടാകുന്നത്. ഇനി പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അല്ലെങ്കിൽ PEN ഉണ്ടാകുന്നത്. ഈ എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരും, ന്യൂസെല്ലസ് അല്ലെ? ന്യൂസെല്ലസ് എന്ന് വെച്ചാൽ എന്താണ്? ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്ന ഓവ്യൂളിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Out of 4 tetrad, the functional megaspore is any megaspore, middle megaspore, micropylar megaspore, chalazel megaspore. Megaspore മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ടാവുന്നുണ്ട്? 4 മെഗാസ്പോർ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ അകത്ത് 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് ഒരെണ്ണം മാത്രമാണ് ഫംഗ്ഷണൽ ആവുന്നത്. ഈ ഫംഗ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ ആണ് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. ആ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ചലാസൽ മെഗാസ്പോർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈക്രോപൈലാർ എൻഡ് ലാഗ്സ്. മൈക്രോപൈലാർ എൻഡിന് ഇല്ലാത്ത എന്താണ്? എഗ് സെൽ, സൈനർജിഡ്സ്, എഗ് അപ്പാറ്റസ്, ഇന്റഗുമെന്റ്. മൈക്രോപൈൽ എന്ന് വെച്ചാൽ ഓവ്യൂളിന്റെ ഓപ്പണിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോപൈൽ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോപൈൽ ഇല്ലാത്ത എന്തൊക്കെയാണ്? എഗ് സെല്ല്, സൈനർജിഡ്, എഗ് അപ്പാറ്റസ്, ഇന്റഗുമെന്റ്. എന്താ ഇല്ലാത്തത്? ഇന്റഗുമെന്റ് ആണ് ഇല്ലാത്തത്. ഇന്റഗുമെന്റ് എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. അപ്പൊ അവിടെ മൈക്രോപൈൽ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ടെങ്കിൽ ആ മൈക്രോപൈല് അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോളൻ ട്യൂബിനകത്തേക്ക് കയറി വരാൻ പറ്റുകയില്ല അല്ലെ? അപ്പൊ അതെപ്പോഴും എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. അപ്പൊ ഓപ്പൺ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഏത് ലെയർ അവിടെ കാണരുത്? ഇന്റഗുമെന്റ് കാണരുത്. The largest cell of a pollen grain with an irregular shaped nucleus is apical cell, generative cell, vegetative cell, basal cell. Pollen grain അകത്തെ ലാർജർ സെല്ല്, പോളൻ ഗ്രെയിൻ്റെ അകത്ത് 2 സെല്ലാണ് ശരിക്കും ഉള്ളത്, ജനറേറ്റീവ് സെൽ ആൻഡ് വെജിറ്റേറ്റീവ് സെൽ. ജനറേറ്റീവ് സെൽ ആൻഡ് വെജിറ്റേറ്റീവ് സെൽ. ജനറേറ്റീവ് സെൽ എപ്പോഴും സ്മോൾ ആയിരിക്കും, സ്പിൻഡിൽ ഷേപ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും. അതേസമയം വെജിറ്റേറ്റീവ് സെൽ എന്ന് വെച്ചാൽ ലാർജ് വിത്ത് ഇറഗുലർ ന്യൂക്ലിയസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ? പോളൻ ഗ്രെയിൻസ് വിത്ത് ആൻ ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ്, ലാർജ് സെൽ വിത്ത് ഏതാണ്? വെജിറ്റേറ്റീവ് സെല്ല്. ഹൗ മെനി മെഗാസ്പോർ മദർ സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ന്യൂസെല്ലസ്? ഒരു ന്യൂസെല്ലസിന്റെ അകത്ത് എത്ര മെഗാസ്പോർ മദർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? എത്രയാണ്? ഒരെണ്ണം. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? മോണോസ്പോറിക്. ആ 4 എണ്ണത്തിന്റെ അകത്ത് 3 എണ്ണം പോയിട്ട് പിന്നെ ഒരെണ്ണം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അതാണ് ഫംഗ്ഷണലായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അതിന് മോണോസ്പോറിക് എംബ്രിയോ സാക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many cells are formed in a mature female gametophyte? ഒരു മെച്ചുവർ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിന്റെ അകത്ത് എത്ര സെല്ലുകൾ ഉണ്ടാവുന്നുണ്ട്? ഒരു ആൻജിയോസ്പേമിന്റെ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എംബ്രിയോസാക്ക് എന്ന് വെച്ചാൽ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആയിരിക്കും. 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ എത്രയാണ് ആൻസർ? 7 ആണ്. The next question. Transfer of a pollen grain to the stigma of the same plant is called autogamy, jeitinogamy, allogamy, homogamy. Autogamy ആണ്, AU ആണ്. Autogamy, jeitinogamy, allogamy and homogamy. ഒരേ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു? സ്റ്റിഗ്മയിൽ നിന്ന് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ഒരേ സെയിം പ്ലാന്റിൽ തന്നെ പോകുന്നതിനെ പറയുന്ന പേരാണ് ഏത്? ഓട്ടോഗമി, ജെയ്റ്റിനോഗമി, അലോഗമി, ഹോമോഗമി. ഏതാണ്? ഒരേ പ്ലാന്റ്. നേരത്തെ പറഞ്ഞതാണ് എന്താണ്? ജെയ്റ്റിനോഗമി. ഒരു പ്ലാന്റിന്റെ തന്നെ ഡിഫറെന്റ് ഫ്ലവേഴ്സ്, അതാണ് എന്ന് പറയുന്നത് ജെയ്റ്റിനോഗമി. ഓട്ടോഗമി എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിന്റെ തന്നെ ആ ഫ്ലവറിൽ തന്നെ പോകുന്നത്.
The uppermost and the largest cell of the suspenser which remains in contact with the apical cell is called hypocotyl, basal cell, hypophysis, terminal cell. Uppermost and the largest cell of the suspenser. Suspensorന്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെല്ല്, അതുപോലെ തന്നെ which remains in contact with the apical cell. Apical സെല്ലുമായിട്ട് അത് കോണ്ടാക്ട് ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് എന്താണ്? ഹൈപ്പോഫൈസിസ് എന്നാ പറയുന്നത്. എന്താ പറയാ? ഹൈപ്പോഫൈസിസ്. The adaptation for self-pollination is hercogamy, cleistogamy, dicrogamy, homogamy. Adaptation for self-pollination. Self-pollinationന്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലീസ്റ്റോഗമി ആണ്. ക്ലീസ്റ്റോഗമി എന്ന് വെച്ചാൽ സെൽഫ് പോളിനേഷൻ. നമ്മൾ പറഞ്ഞു ഒരു ഫ്ലവറിൽ തന്നെ അതിന്റെ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു? സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഫ്ലവേഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം, വെൽ ഓപ്പൺഡ് ഫ്ലവേഴ്സും അൺഓപ്പൺഡ് ഫ്ലവേഴ്സും. ക്ലീസ്റ്റോ ഗ്യാമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്യാസ്മോ ഗ്യാമസ് ഫ്ലവേഴ്സ്. ക്ലീസ്റ്റോ ഗ്യാമസ് എന്ന് വെച്ചാൽ ക്ലോസ് ചെയ്യുന്ന ഫ്ലവർ, നന്നായിട്ട് ഓപ്പൺ ചെയ്യാത്ത ഫ്ലവേഴ്സ് ആണ് എന്ന് പറയുന്നത് ക്ലീസ്റ്റോ ഗ്യാമസ് എന്ന് പറയുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൽ ഈസ് ഡിപ്ലോയിഡ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല്? സൈനർജിഡ്, ആന്റിപോഡൽ സെൽ, എഗ് സെല്ല്, സെക്കൻഡറി ന്യൂക്ലിയസ്. ഏതാണ്? സെക്കൻഡറി ന്യൂക്ലിയസ് ആണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ളത്. സെക്കൻഡറി ന്യൂക്ലിയസ് കാണുന്ന സെൻട്രൽ സെല്ലിൽ കാണപ്പെടുന്നതാണ് കേട്ടോ. സസ്പെൻസർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എപ്പിക്കൽ സെൽ, സ്മോൾ അപ്പർ ബേസൽ സെൽ, ലാർജ് ലോവർ ബേസൽ സെൽ, ഹൈപ്പോഫൈസിസ്. സസ്പെൻസർ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സസ്പെൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്മോൾ അപ്പർ ബേസൽ സെല്ലിൽ നിന്നാണ്. സ്മോൾ അപ്പർ ബേസൽ സെല്ലിൽ നിന്നാണ് സസ്പെൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, which structure pushes the developing embryo towards endosperm to get nutrition? ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് സ്ട്രക്ചർ ആണ് എംബ്രിയെ മുകളിലേക്ക് അല്ലെങ്കിൽ എൻഡോസ്പേമിന്റെ അകത്തേക്ക് പുഷ് ചെയ്യുന്നത്? ഹൈപ്പോഫൈസിസ്, ടെർമിനൽ ഒക്ടന്റ്, പ്രോ എംബ്രിയോ, സസ്പെൻസർ. ഏതാണ്? സസ്പെൻസർ ആണ് അതിനെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമിറ്റോഫൈറ്റ് ബിഗിൻസ് ആഫ്റ്റർ പോളിനേഷൻ, ബിഫോർ പോളിനേഷൻ, ഓൺ ദ സ്റ്റിഗ്മ, ഇൻ ദ എംബ്രിയോ സാക്ക്. ഡെവലപ്മെന്റ് തുടങ്ങുന്നത് എവിടെയാണ്? പോളിനേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൽ ഗാമിറ്റിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷെ അത് മെച്ചുറായിട്ട് റിലീസ് ചെയ്യുന്ന കാര്യമാണ് പിന്നെ നമ്മൾ പറയുന്നത്. അപ്പൊ ബിഫോർ പോളിനേഷൻ മുന്നേ എന്ത് നടക്കുന്നുണ്ട്? മെയിൽ ഗാമിറ്റിന്റെ അല്ലെങ്കിൽ മെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് തുടങ്ങുന്നുണ്ട്. 2 to 3 celled male gametophyte start its further development after pollination in the style, in the ovary, on the stigma, in the ovule. 2 to 3 celled male gametophyte starts its further development after pollination. അപ്പോൾ പോളിനേഷൻ നടന്നതിന് ശേഷം മെയിൽ ഗാമിറ്റോഫൈറ്റിലെ 2 മുതൽ 3 വരെയുള്ള സെല്ലുകൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓൺ ദ സ്റ്റിഗ്മയിലാണ്. പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഡിവിഷൻ നടന്നിട്ട് പോകുന്നത്. അപ്പൊ സ്റ്റിഗ്മയിൽ. Which part of the male gametophyte disintegrate before fertilization? ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുന്നേ മെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ ഏത് പാർട്ടാണ് ഡിസിന്റഗ്രേറ്റ് ചെയ്തു പോകുന്നത്? ദാറ്റ് ഈസ് ദ ജനറേറ്റീവ് ന്യൂക്ലിയസ്, ട്യൂബ് ന്യൂക്ലിയസ്, മെയിൽ ഗാമീറ്റ്, ജേംപോർ. ഏതാണ്? ട്യൂബ് ന്യൂക്ലിയസ് ആണ് ഡീജനറേറ്റ് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ ഡിസിന്റഗ്രേറ്റ് ചെയ്തു പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബേസൽ പാർട്ട് ഓഫ് ദി ഓവ്യൂൾ? ഓവ്യൂളിന്റെ ബേസൽ പാർട്ടാണ് എന്ന് പറയുന്നത് ചെലാസ എന്ന് പറയുന്നത്. ഏതാണ്? ചെലാസ. ഓപ്പണിംഗ് ആണ് മൈക്രോപൈൽ. In dicot embryogenesis, the first division in the zygote is generally oblique, longitudinal, transverse, uncertain. ഡൈക്കോട്ടിന്റെ എംബ്രിയോജനസിസ് എന്ന് വെച്ചാൽ എംബ്രിയോ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? എംബ്രിയോജനസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡൈക്കോട്ട് എംബ്രിയോജനസിന്റെ ഫസ്റ്റ് ഡിവിഷൻ, സൈഗോട്ടിന്റെ ഫസ്റ്റ് നടക്കുന്ന ഡിവിഷനാണ് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ. 2 male gametes are produced before pollination, haploid, diploid at the time of pollination. അപ്പം 2 മെയിൽ ഗാമീറ്റ് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 2 മെയിൽ ഗാമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 മെയിൽ ഗാമീറ്റ് എന്താണ്? പ്രൊഡ്യൂസ്ഡ് ബിഫോർ പോളിനേഷൻ, ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് അറ്റ് ദ ടൈം ഓഫ് പോളിനേഷൻ. മെയിൽ ഗാമീറ്റ് എപ്പോഴും എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഗാമീറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. The innermost layer of the wall of microsporangium is called
മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് എന്ന് പറയുന്നത് ടപ്പീറ്റം. അതിന്റെ ഫംഗ്ഷൻ ആണ് നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഡെവലപ്പിംഗ് ആന്തറിന് ആവശ്യമായ നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ. Pollen grains represent the future sporophyte, the sporophyte, the gametophyte, the male gametophyte. Pollen grains എന്ന് വെച്ചാൽ എന്തായിരിക്കും? മെയിൽ gametophyte ആണ് എന്ന് പറയുന്നത് pollen grains എന്ന് പറയുന്നത്. Tapetum provides protection to the embryo, nourishment to the pollen grains, nourishment to the embryo, protection to the എൻഡോസ്പോം. അപ്പൊ ടപ്പീറ്റം പ്രൊവൈഡ് ചെയ്യുന്നത് നറിഷ്മെന്റ് ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് നറിഷ്മെന്റ് ഉണ്ട്. ഏതായിരിക്കും? നറിഷ്മെന്റ് ടു ദ പോളൻ ഗ്രെയിൻ. അങ്ങനെയാണെങ്കിൽ നറിഷ്മെന്റ് ടു ദ എംബ്രിയോ ഏതാണ്? ന്യൂസെല്ലസ് ആണ്. In triple fusion, how many male gametes participated? Triple fusion അകത്ത് എത്ര മെയിൽ ഗാമീറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? ട്രിപ്പിൾ ഫ്യൂഷൻ്റെ അകത്ത് ഒരു മെയിൽ ഗാമീറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. മൊത്തത്തിൽ 2 മെയിൽ ഗാമീറ്റ് ഉണ്ട്. ഒരു മെയിൽ ഗാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഒരു മെയിൽ ഗാമീറ്റ് ആരുമായിട്ടാണ്? ട്രിപ്പിൾ ഫ്യൂഷനിൽ വന്നിട്ട് പോളാർ ന്യൂക്ലിയമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. Germ pores are actually aperture in intestine, thick area in intestine, aperture in exine, thin area in the intestine. Germ pores എന്ന് വെച്ചാൽ പോളൻ ഗ്രെയിൻസിന്റെ കാണപ്പെടുന്ന ചെറിയ ഹോളുകളാണ് എന്ന് പറയുന്നത് ജേം പോർ എന്ന് പറയുന്നത്. ഈ ജേം പോർ വഴിയാണ് പുറത്തേക്ക് മെച്ചുറാവുന്ന സമയത്ത് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത്. അപ്പം എക്സൈനിൽ കാണപ്പെടുന്ന ഏറ്റവും പുറമേയുള്ള ലെയർ ആണ് ഏത്? എക്സൈൻ. പോളൻ ഗ്രെയിൻസിന് 2 ലെയർ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് കോൾഡ് എക്സൈൻ ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയർ ഈസ് കോൾഡ് ഇന്റൈൻ. അപ്പൊ എക്സൈനിൽ കാണപ്പെടുന്ന അപ്പർച്ചർ ആണ് എന്ന് പറയുന്നത് ജേംപോർ എന്ന് പറയുന്നത്. റാഡിക്കൽ ടിപ്പ് ഈസ് ഡിറൈവ്ഡ് ഫ്രം. റാഡിക്കൽ എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്? It is developed from the suspensor, proembryo, basal cell, hypophysis. എവിടെ നിന്നാണ്? റാഡിക്കൽ ടിപ്പ് ഈസ് derived from the proembryo, suspensor cell, then hypophysis and basal cell. അതിന്റെ ആൻസർ എന്ന് വെച്ചാൽ ഹൈപ്പോഫൈസിസിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. The next, how many haploid nuclei are involved in double fertilization? Double fertilization അകത്ത് എത്ര ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? എത്ര എണ്ണം ഉണ്ട്? 5 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. ഏതൊക്കെയായിരിക്കും? എഗ്ഗിൻ്റെ അകത്ത് ഒരെണ്ണം ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ മെയിൽ ഗാമീറ്റിന്റെ അകത്ത് 2 എണ്ണം ഉണ്ട്. പിന്നെ പോളാർ ന്യൂക്ലിയ 2 എണ്ണം. അപ്പൊ മൊത്തം കൂടി എത്ര എണ്ണം ഉണ്ട്? 5 ഉണ്ട്. Endothelium is in anther, help in dehiscence of anther, nutrition to pollen, germination of pollen, formation of male gamete. Endothelium എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? എൻഡോത്തീസിയം എന്ന് വെച്ചാൽ പോളൻ ഗ്രെയിന് 4 വോൾസ് ഉണ്ട്. ആ പോളൻ ഗ്രെയിൻസ് ഏറ്റവും പുറമേ കാണുന്നതാണ് എപ്പിഡർമിസ്. എപ്പിഡർമിസ് കഴിഞ്ഞിട്ട് എൻഡോത്തീസിയം, അത് കഴിഞ്ഞിട്ട് മിഡിൽ ലെയേഴ്സ്, അത് കഴിഞ്ഞിട്ടാണ് ടപ്പീറ്റം. അപ്പം ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ബാക്കി 3 എണ്ണം ഡെഹിസൻസ് ഓഫ് ആന്തറിനും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എൻഡോത്തീസിയത്തിന്റെ ഫംഗ്ഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ടു ഹെൽപ്പ് ഇൻ ദ ഡെഹിസൻസ് ഓഫ് ആന്തർ. The intestine of pollen grain is made up of. Intestine നിർമ്മിച്ചിരിക്കുന്ന സബ്സ്റ്റൻസ് എന്തൊക്കെയാണ്? ലിഗ്നിൻ ആൻഡ് സ്യൂബറിൻ, പെക്റ്റിൻ ആൻഡ് സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് കാലസ്, ലിഗ്നിൻ ആൻഡ് ഹെമിസെല്ലുലോസ്. ഇന്റൈൻ എന്ന് വെച്ചാൽ പോളൻ ഗ്രെയിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് എന്ന് പറയുന്നത് ഇന്റൈൻ. ഔട്ടർ ലെയറിനെയാണ് എക്സൈൻ എന്ന് പറയുന്നത്. ഔട്ടർ ലെയർ നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എക്സൈൻ നിർമ്മിച്ചിരിക്കുന്ന സ്പെഷ്യൽ സബ്സ്റ്റൻസ് ആണ് സ്പോറോപൊളിനിൻ. ഓക്കെ, ഇനി ഇന്റൈൻ നിർമ്മിച്ചിരിക്കുന്നത് പെക്റ്റിൻ ആൻഡ് സെല്ലുലോസ് കൊണ്ടാണ്. അത് തിൻ ലെയർ ആണ്, അതുകൊണ്ടാണ് അത് പെക്റ്റിൻ ആൻഡ് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് എ മോസ്റ്റ് റെസിസ്റ്റന്റ് നാച്ചുറൽ ഓർഗാനിക് മാറ്റർ? സെല്ലുലോസ്, പെക്റ്റിൻ, സ്യൂബറിൻ ആൻഡ് സ്പോറോപൊളിനിൻ. സ്പോറോപൊളിനിൻ ആണ് ഏറ്റവും എന്താണ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള നാച്ചുറൽ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത്. The next style is a delicate hollow tube, a tough hollow tube, a delicate filament called pollen tube. Style എന്ന് വെച്ചാൽ എന്താണ്? ഡെലിക്കേറ്റ് ഫിലമെന്റ് ആണ്. Nucellus is a mass of parenchymatous tissue, sclerenchymatous tissue, meristematic tissue and collenchymatous tissue. Nucellus എന്ന് വെച്ചാൽ ന്യൂസെല്ലസ് നമുക്കറിയാം അത് ന്യൂട്രിറ്റീവ് ലെയർ ആണ് അല്ലെ. അപ്പൊ അതെന്തായിരിക്കും? പാരൻകൈമാറ്റസ് ടിഷ്യൂ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് മൈറ്റോസിസ്? മൈറ്റോസിന് എക്സാമ്പിൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? മെഗാസ്പോറോജനസിസ്, മൈക്രോസ്പോറോജനസിസ്, പോളൻ ഫോർമേഷൻ, ഡിവിഷൻ ഓഫ് ദ ജനറേറ്റീവ് സെൽ. മൈറ്റോസിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ മൈക്രോസ്പോറോജനസിസ് ആണ്. മൈക്രോസ്പോറോജനസിസ് എന്ന് വെച്ചാൽ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോറുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നത്. ടിപ്പിക്കൽ ആന്തർ നോർമലി കൺസിസ്റ്റ് ഓഫ് 1 ലോബ് 4 സ്പൊറാഞ്ചിയ, 2 ലോബ് 2 സ്പൊറാഞ്ചിയ, 2 ലോബ് 4 സ്പൊറാഞ്ചിയ, 1 ലോബ് 2 സ്പൊറാഞ്ചിയ. ഒരു ആന്തറിന്റെ അകത്ത് ആരൊക്കെയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ട്യൂബ് ലോബും പിന്നെന്തുണ്ടായിരിക്കും? 4 സ്പൊറാഞ്ചിയമാണ് കാണുന്നത്. ബൈലോബ്ഡ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഓരോ ലോബിന്റെ അകത്തും 2 സ്പൊറാഞ്ചിയ, 2 മൈക്രോ സ്പൊറാഞ്ചിയ വീതമുണ്ട്. അപ്പൊ 2 ലോബ് 4 sporangia. During the development of monosporic development of embryo sac, the nucleus of the functional megaspore divides 2 times, 3 times, 1 time and repeatedly. മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ എത്ര ടൈം ഡിവൈഡ് ചെയ്യുന്ന വെച്ചാൽ 3 ടൈമിൽ അല്ലെങ്കിൽ 3 ടൈംസ് ആണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. Cross pollination has the advantage of mutation, polyploidy formation, genetic recombination, crossing over. Cross pollination എന്ന് വെച്ചാൽ 2 ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ നടക്കുന്ന, അല്ലെ ഒരു പ്ലാന്റിൽ തന്നെയുള്ള ഡിഫറെന്റ് ഫ്ലവേഴ്സും അതുപോലെ 2 ഡിഫറെന്റ് ഫ്ലവേഴ്സും തമ്മിൽ നടക്കുന്നതാണ് എന്ന് പറയുന്നത് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ജീനുകൾ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അപ്പൊ ജനറ്റിക് റീകോമ്പിനേഷൻ. The next, unisexual flowers prevent pollination, breeding, self-pollination, cross-fertilization. Unisexual flower, unisexual എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സെക്സ് ഓർഗൻ മാത്രമേ കാണത്തുള്ളൂ. അതിനെയാണെന്ന് പറയുന്നത് യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൻ്റെ അകത്ത് എന്ത് കാണത്തില്ല? സെൽഫ് പോളിനേഷൻ നടക്കത്തില്ല. സെൽഫ് പോളിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ 2 സെക്സ് ഓർഗനും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ദ ഫംഗ്ഷൻ ഓഫ് ദി ഫിലിഫോം അപ്പാറ്റസ് ഈസ് ടു നറിഷ് ദ പോളൻ ഗ്രെയിൻ, ടു ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്, ടു ഡെവലപ്പ് പോളൻ ട്യൂബ്, ടു ക്യാരി പോളൻ ട്യൂബ് ത്രൂ സ്റ്റൈൽ. ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാറ്റസ്. ഫിലിഫോം അപ്പാറ്റസ് എന്ന് വെച്ചാൽ സൈനർജിഡിനിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് ആണ് എന്ന് പറയുന്നത് ഫിലിഫോം അപ്പാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടു ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്. പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്ത് ഓവ്യൂളിലേക്ക് കൊണ്ടുവരികയാണ് അതിന്റെ ഫംഗ്ഷൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോമിനും എക്സാമ്പിൾ ഏതാണ്? കോക്കനട്ട് വാട്ടർ, കാസ്റ്റർ, ഷുഗർ കെയിൻ ജ്യൂസ്, ഗ്രൗണ്ട് നട്ട്. കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ തേങ്ങാ വെള്ളമാണ് എന്ന് പറയുന്ന ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം എന്ന് പറയുന്നത്. The protective cover of the radicle in maize seed is called scutellum, mycorrhiza, coleoptile, coleorhiza. മെയ്സ് സീഡ് അല്ലെങ്കിൽ മോണോകോട്ടിന്റെ റാഡിക്കലിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന കോട്ടിലിടനെ പറയുന്ന പേരാണ് സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത്. എന്താണ് സ്ക്യൂട്ടല്ലം? In angiosperm, the endosperm is formed in the nucellus, in the embryo sac, in the seed, in the anther. Endosperm ഉണ്ടാകുന്നത്, angiospermൽ endosperm ഉണ്ടാകുന്നത് എവിടെയാണ്? In the embryo sac-ലാണ് endosperm ഉണ്ടാകുന്നത്. Stamens show homology with gametophyte, male cone, മൈക്രോസ്പോറോഫിൽ, സ്പൊറാഞ്ചിയം. സ്റ്റേമൻസ് ഹോമോലോഗി, ഹോമോലോഗി എന്ന് വെച്ചാൽ ഒരേപോലെ കാണിക്കുന്നത്, ദാറ്റ് ഈസ് മൈക്രോസ്പോറോഫിലാണ് സ്റ്റേമൻ ഹോമോലോഗി കാണിക്കുന്നത്. ദ പെഡിസൽ ഓഫ് ദി ഫീമെയിൽ ഫ്ലവർ കോയിൽസ് ആഫ്റ്റർ പോളിനേഷൻ ഇൻ ലോട്ടസ്, ഹൈഡ്രില്ല, വാലിസ്നേറിയ, ട്രാപ്പ. പെഡിസൽ എന്ന് വെച്ചാൽ ഫ്ലവറിന്റെ സ്റ്റോക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? പെഡിസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫീമെയിൽ ഫ്ലവറിന്റെ പെഡിസില് പോളിനേഷൻ കഴിഞ്ഞിട്ട് കോയിൽ ചെയ്ത് കാണുന്നത് എവിടെയാണ്? വാലിസ്നേറിയയിലാണ്. വാലിസ്നേറിയ എന്ന് വെച്ചാൽ ഒരു വാട്ടർ പോളിനേറ്റർ പ്ലാന്റ് ആണ് വാലിസ്നേറിയ. ദ അറേഞ്ച്മെന്റ് ഓഫ് ദ ഹാപ്ലോയിഡ് ന്യൂക്ലിയ ഇൻ ദ നോർമൽ ഡൈക്കോട്ട് എംബ്രിയോ സാക്കീസ്. ഹാപ്ലോയിഡ് ന്യൂക്ലിയസിന്റെ എംബ്രിയോ സാക്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 2+3+3, 2+3+2, 3+3+2, 3+2+2. അപ്പം ഹാപ്ലോയിഡ് ന്യൂക്ലിയ നോർമൽ ഡൈക്കോട്ട് എംബ്രിയോ, ഒരു ഡൈക്കോട്ട് എംബ്രിയോയ്ക്കകത്ത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 2+3+2.
Then next, in the flowering plants, male and female gametes both are motile, non-motile, diploid, very large. In flowering plants, the male, female gametes motile ആണോ, non-motile ആണോ, diploid ആണോ, അതോ ലാർജ് ആണോ? മോട്ടൈൽ എന്ന് വെച്ചാൽ എന്താണ്? അതിന് ചലനശേഷി ഉള്ളതിനെയാണ് മോട്ടൈൽ എന്ന് പറയുന്നത്. നോൺ മോട്ടൈൽ എന്ന് വെച്ചാൽ ചലനശേഷി ഇല്ലാത്തതാണ്. ഡിപ്ലോയിഡ് എന്ന് വെച്ചാൽ ഡബിൾ സെറ്റ് ഓഫ് ക്രോമസോം ഉള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ചലനശേഷി ഇല്ലാതൊക്കെ മോട്ടയിലൊക്കെ വരുന്നത് എവിടെ ആയിരിക്കും? ലോവർ പ്ലാന്റ്സിലാണ് വരുന്നത്. വിൻഡ് പോളിനേഷൻ റിക്വയർസ് ദാറ്റ് ദ പോളൻ ഗ്രെയിൻസ് ആർ ഹെവി ആൻഡ് നോൺ സ്റ്റിക്കി, ലൈറ്റ് ആൻഡ് ഡ്രൈ, ഹെവി ആൻഡ് വെറ്റ്, ഹെവി ആൻഡ് സ്റ്റിക്കി. വിൻഡ് പോളിനേഷന് ഫ്ലവേഴ്സിന്റെ പോളൻ ഗ്രെയിൻസിന്റെ ഫീച്ചർ എന്തായിരിക്കും? ലൈറ്റ് ആൻഡ് ഡ്രൈ ആയിരിക്കണം, എങ്കിൽ മാത്രമേ കാറ്റത്ത് അത് പറന്നു പോകത്തുള്ളൂ. അപ്പൊ വിൻഡ് പോളിനേഷന് പറയുന്ന പേരാണ് അനിമോഫിലി എന്ന് പറയും. വിൻഡ് പോളിനേഷൻ ഈസ് കോൾഡ് anemophily. Then water pollination is called hydrophily. Insect pollination is called entomophily. Animal pollination is called zoophily. ഓക്കെ. അപ്പൊ വിൻഡ് പോളിനേഷൻ്റെ അകത്ത് ഫ്ലവേഴ്സിന്റെ പോളൻ ഗ്രെയിൻസ് എങ്ങനെയായിരിക്കണം? ലൈറ്റും അതുപോലെ ഡ്രൈയും ആയിരിക്കണം. ഫ്യൂച്ചർ സ്പോറോഫൈറ്റിക് ജനറേഷൻ ഇൻ എ സീഡ് ഈസ് കോട്ടിലിഡൻ, എൻഡോസ്പോം, ഹൈപ്പോകോട്ടൈൽ, എംബ്രിയോ. സ്പോറോഫൈറ്റിക് ജനറേഷൻ സീഡിന്റെ അകത്ത് ഫ്യൂച്ചർ സ്പോറോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? അതൊരു എംബ്രിയോ ആണോ, കോട്ടിലിഡൻ ആണോ, എൻഡോസ്പോം ആണോ, ഹൈപ്പോകോട്ടൈൽ ആണോ? എംബ്രിയോ ആണ് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും? എംബ്രിയോ ആയിരിക്കും. സ്ക്യൂട്ടല്ലം ഈസ് an endosperm, a seed coat, an embryo, a cotyledon. സ്ക്യൂട്ടല്ലം എന്ന് വെച്ചാൽ മോണോകോട്ടിന്റെ കോട്ടിലിഡനെ പറയുന്ന പേരാണ് എന്ത്? മോണോകോട്ട് എംബ്രിയോയുടെ കോട്ടിലിഡനെ പറയുന്ന പേരാണ് സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത്. അപ്പൊ സ്ക്യൂട്ടല്ലം എന്ന് വെച്ചാൽ കോട്ടിലിഡൻ ആണ്. Which one of the following float in the cytoplasm of the vegetative cell? Cytoplasm vegetative cell float ചെയ്ത മീൻസ് പൊന്തിക്കിടക്കുന്നത് ആരാണ്? മെയിൽ ഗ്യാമീറ്റ്, ജനറേറ്റീവ് സെല്ല്, ഫീമെയിൽ ഗ്യാമീറ്റ്, മൈക്രോസ്പോർ. നേരത്തെ നമ്മൾ പറഞ്ഞു വെജിറ്റേറ്റീവ് സെല്ല് വലുതായിരിക്കും, ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു. ജനറേറ്റീവ് സെല്ല് സ്മോൾ ആണെന്ന് പറഞ്ഞു, സ്പിൻഡിൽ ഷേപ്ഡ് ന്യൂക്ലിയസ്. അപ്പം ഈ ലാർജ് സെല്ലിന്റെ സൈറ്റോപ്ലാസ്മിനകത്ത് സ്മോൾ സെല്ല് എന്ത് ചെയ്യുന്നു? പൊന്തിക്കിടക്കുന്നത്. ദാറ്റ് ഈസ് ജനറേറ്റീവ് സെൽ. The mature pollen grains contain, mature pollen grains in the എത്ര സെല്ലുകളുണ്ട്? 3 സെല്ല്, 2 സെല്ല്, 7 സെല്ല്, 1 സെല്ല്. 2 സെല്ലുടെ കണ്ടീഷനിലാണ് അതിൻ്റെ അകത്ത് മെച്ചർ പോളൻ ഗ്രെയിൻ്റെ അകത്ത് ഉള്ളത്. 2 ന്യൂക്ലിയസ്, ഒരു മെയിൽ ഗ്യാമേറ്റിനകത്ത് 2 ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. The pollen tube is formed by ജേംബോർ, എക്സൈൻ, സ്റ്റൈൽ, ഇൻറ്റൈൻ. പോളൻ ട്യൂബ് എവിടെ നിന്നാണ് ഉണ്ടായി വരുന്നത്? ജേംബോർ, എക്സൈൻ, then the style and India. Pollen tube അകത്ത് ആണ് സ്റ്റിഗ്മയും വന്നിട്ട് പോളൻ ഗ്രെയിൻസ് ലാൻഡ് ചെയ്യുമ്പോഴാണ് എന്താ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്? പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നത്. ആ പോളൻ ട്യൂബ് എന്ത് ചെയ്യണം? സ്റ്റൈലിൽ കൂടി പോകണം അല്ലേ. അപ്പൊ പോളൻ ട്യൂബ് ഇന്ത്യയിലാണ്. A single ovule produces 3 female gamete, 1 female gamete, 2 female gamete, 4 female gamete. ഒരു സിംഗിൾ ഓവ്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഫീമെയിൽ ഗ്യാമീറ്റിനെ ആയിരിക്കും. എംബ്രിയോ സാക്ക് ഈസ് ഫോംഡ് ഇൻസൈഡ് സീഡ്, എൻഡോസ്പോം, എംബ്രിയോ, ഓവ്യൂൾ. എംബ്രിയോ സാക്ക് എവിടെയാണ് കാണുന്നത്? ഇതിന്റെ അകത്തായിട്ടാണ് കാണുന്നത്. ഓവ്യൂളിന്റെ അകത്തായിട്ടാണ് എംബ്രിയോ സാക്ക് കാണുന്നത്. Pro embryo is a 8-celled structure, 4-celled structure, 2-celled structure and 16-celled structure. Pro embryo എന്ന് വെച്ചാൽ എംബ്രിയോ മെച്ചർ ആകുന്നതിന് മുന്നേ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് പ്രോ എംബ്രിയോ. അതെന്ന് വെച്ചാൽ ഒരു 4-celled structure ആയിരിക്കും. സസ്പെൻസർ ഈസ് മെയ്ഡ് അപ്പ്. സസ്പെൻസർ എത്ര സെല്ലുണ്ട്? 2 to 4, 4 to 8, 8 to 16, 20 to 25 cells. സസ്പെൻസറിൻ്റെ അകത്ത് 20 തൊട്ട് 25 സെൽസ് വരെയാണ് കാണുന്നത്. റൂട്ട് ക്യാപ്പ് ഓഫ് ദ എംബ്രിയോ ഡെവലപ്പ് ഫ്രം
ബേസൽ സെൽ, എപ്പിക്കൽ സെൽ, ഹൈപ്പോഫൈസിസ്, ഹൈപ്പോകോട്ടൈൽ. റൂട്ട് ക്യാപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് ഹൈപ്പോഫൈസിസിൽ നിന്നാണ്. റൂട്ട് ക്യാപ്പ് എന്ന് വെച്ചാൽ റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ആണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ദ ഹൈലം ഓഫ് ദ ഓവ്യൂൾ റെപ്രസെന്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂസെല്ലസ് ആൻഡ് എംബ്രിയോ, ന്യൂസെല്ലസ് ആൻഡ് ഇന്റഗുമെന്റ്, ഫ്യൂണിക്കിൾ ആൻഡ് ഇന്റഗുമെന്റ്, ഫ്യൂണിക്കിൾ ആൻഡ് ഓവ്യൂൾ. ഹൈലോ എന്ന് വെച്ചാൽ ഫ്യൂണിക്കിളും ബോഡി ഓഫ് ദ ഓവ്യൂളും കൂടെ ചേരുന്ന ജംഗ്ഷനെയാണ് ഹൈലോ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ആൻസർ ഫ്യൂണിക്കിൾ ആൻഡ് ഓവ്യൂൾ. വിച്ച് ലെയർ ഓഫ് ദി wall of microsporangium is made up of a fibrous layer? മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഏത് ലെയർ ആണ് ഫൈബ്രസ് ലെയർ എന്ന് പറയുന്നത്? മിഡിൽ ലെയർ, എൻഡോതീസിയം, ടപ്പീറ്റം, എപ്പിഡെർമിസ്. ഏതാണ് ഇത്? 4 ലെയേഴ്സ് അതിൻ്റെ അകത്ത് കാണുന്നതാണ്. അതിൻ്റെ അകത്ത് എൻഡോതീസിയം ആണ് ഫൈബ്രസ് ലെയർ എന്ന് പറയുന്നത്. Out of the 4 sets of appendages of a typical flower, the outer 2 sets are fertile, reproductive, sterile, filamentous. ഒരു ഫ്ലവറിന് 4 പാർട്സ് ഉണ്ട്. ആ 4 പാർട്സിൻ്റെ അകത്ത് നമുക്ക് അതിനെ 2ആയിട്ട് തരംതിരിക്കാം. 2 എണ്ണത്തിൽ നമ്മൾ കാലിക്സ് ആൻഡ് കൊറോള, മറ്റേ എന്താണ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഇപ്പൊ കാലിക്സും കൊറോളയും നമ്മൾ പറയുന്നത് നോൺ എസെൻഷ്യൽ പാർട്ട് എന്നാണ് പറയുന്നത്. എന്താ പറയാ? നോൺ എസെൻഷ്യൽ പാർട്ട് എന്നാണ് പറയുന്നത്. അപ്പം എസെൻഷ്യൽ പാർട്ടാണ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം എസെൻഷ്യൽ പാർട്ട് എന്ന് വെച്ചാൽ ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദി 4 സെറ്റ്സ് ഓഫ് അപ്പൻഡേജസ് ഓഫ് എ ടിപ്പിക്കൽ ഫ്ലവർ ദ ഔട്ടർ 2 സെറ്റ്സ് എന്തായിരിക്കും? കാലിക്സ് ആൻഡ് കൊറോളയാണ് ഔട്ടർ 2 സെറ്റ്സ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? സ്റ്റെറൈൽ ആയിരിക്കും. അത് റീപ്രൊഡക്ഷനുമായിട്ട് യാതൊരു പങ്കുമില്ല. A proximal sterile part of the stamen is called style, connective, anther, filament. സ്റ്റൈലിന്റെ പ്രോക്സിമൽ സ്റ്റെറൈൽ പാർട്ടിന് പറയുന്ന പേരാണ് സ്റ്റൈൽ, കണക്റ്റീവ്, ആന്തർ ആൻഡ് ഫിലമെന്റ്. സ്റ്റേമൻ എന്ന് വെച്ചാൽ ആൻഡ്രീഷ്യത്തിന്റെ പാർട്സ് ആണ് എന്ന് പറയുന്നത് സ്റ്റേമൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു സ്റ്റേമന് 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? ആന്തർ ആൻഡ് ഫിലമെന്റ്. അപ്പൊ അതിന്റെ പ്രോക്സിമൽ സ്റ്റെറൈൽ പോർഷൻ ആണ് എന്ന് പറയുന്നത് ഫിലമെന്റ് എന്ന് പറയുന്നത്. A sterile region present between stigma and ovary is called pollen tube, style, filament, suspensor. ഇപ്പൊ സ്റ്റിഗ്മയും ഓവറി സ്റ്റൈലും കൂടെ ചേരുന്നതാണ് എന്ന് പറയുന്നത് ഒരു കാർപ്പൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? സ്റ്റെറൈൽ റീജിയൻ റെപ്രസെന്റ് ബിറ്റ്വീൻ സ്റ്റിഗ്മ ആൻഡ് ഓവറി. സ്റ്റിഗ്മയുടെ ഓവറിയുടെ ഇടയ്ക്ക് കാണപ്പെടുന്ന സ്റ്റെറൈൽ റീജിയൻ ആണ് ഏത്? സ്റ്റൈൽ. The opposite end of the micropylar region of an ovule is called. ഓവ്യൂളിന്റെ മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് റീജിയൻ. മൈക്രോപൈൽ എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് റീജിയൻ ആണ് ബേസൽ പോർഷൻ ആയ ചെലാസ. When pollen grains are not transferred from anther to stigma in a flower due to the physical barrier, it is called cleistogamy, hercogamy, dichogamy, heterogamy. Pollen grains എന്തെങ്കിലും ഫിസിക്കൽ ബാരിയറിന്റെ ബേസിൽ അവിടെ പോളിനേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹെർക്കോഗമി എന്ന് പറയും. എന്താണ് ഹെർക്കോഗമി? The sexual reproduction of seed is called fragmentation, apomixis, self-fertilization, dormancy. ഒരു സീഡിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷനെ പറയുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ആണ് എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ദ സീഡിന്റെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ആണ് ഏത്? അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഡോർമൻസി എന്ന് വെച്ചാൽ സീഡിന്റെ റെസ്റ്റിംഗ് സ്റ്റേജിനെയാണ് ഡോർമൻസി എന്ന് പറയുന്നത്. Perisperm is peripheral part of the endosperm, remnants of the endosperm, persistent nucellus, disintegrated secondary nucleus. പെരിസ്പേം എന്ന് വെച്ചാൽ പേഴ്സിസ്റ്റന്റ് ന്യൂസെല്ലസ് ആണ് എന്ന് പറയുന്ന പെരിസ്പേം. അതിന് എക്സാമ്പിൾ ആണ് ബ്ലാക്ക് പെപ്പറും ബീറ്റും പെരിസ്പേമിന് എക്സാമ്പിൾ ആണ്. The root cell of the wheat plant has 42 chromosomes. What would be the number of chromosomes in the synergid cell? Synergid cell the root cell of the wheat plant has 42 chromosomes. What would be the number of chromosomes in the synergid cell? അപ്പം വീറ്റ് പ്ലാന്റിന്റെ റൂട്ടിന്റെ സെല്ലിന്റെ അകത്ത് ടോട്ടൽ എത്രയുണ്ട്? 42 ക്രോമസോം ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈനർജിഡ് സെല്ലിൽ കാണപ്പെടുന്ന ക്രോമസോം നമ്പർ എത്രയാണ്? ആൻസർ ഈസ് 21. എന്ന് വെച്ചാൽ അതിന്റെ ഹാഫ് ആയിരിക്കും കാണുന്നത്. The plant part which consists of 2 generation
one within the other is germinated pollen grain, embryo, unfertilized ovule, seed. The plant part which consists of two generation, one within the other. എന്ന് വെച്ചാൽ ഒരു 2 ജനറേഷനിലായിരിക്കും ഒരെണ്ണം ഒരു സ്ഥലത്തും ഒരെണ്ണം വേറെ ഒരു ജീവിയിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് അൺഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ. എന്താണ് അൺഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ? Then the pollen tube usually enters the female gametophyte through one of the synergid by directly penetrating the egg between one synergid and central cell by knocking off the antipodal cell. പോളൻ ട്യൂബ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന 2 സൈനർജിഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സൈനർജിൽ കൂടി ആയിരിക്കും എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ലെസണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന MCQs.